ഈ കുടുംബ കോടതി കേസ് ആരെ ഏൽപ്പിച്ചേ? TP പ്രദീപകുമാർ എന്ന് പറഞ്ഞ ഏത് ഏറ്റുമാനൂരുള്ള ഏത് മാസം ഏത് വർഷം ഏൽപ്പിച്ചേ? ഏൽപ്പിച്ചതിന് എടുക്കണമെങ്കിൽ ഞാനിപ്പം ഡയറിയും ഏകദേശം ഒരു മാസം പറഞ്ഞാൽ മതി. അല്ല, ഈ ജൂൺ മാസത്തിലല്ലേ അവളെ കൊണ്ട് ഇവിടെ വന്നേ. ഒരു ജൂലൈ അല്ലെ ഓഗസ്റ്റ് ആദ്യമായിരിക്കും കേസ് ഏൽപ്പിച്ചത്. അപ്പം ഗാർഹിക പീഡനത്തിന്റെ കേസും അതിൻ്റെ അകത്ത് ഇല്ല, ഗാർഹിക പീഡനത്തിന്റെ കേസ് എന്ന് പറയുന്നത് തൊടുപുഴ മജിസ്ട്രേറ്റ് കോർട്ടില്ല. അത് സൂചിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയാണെന്നും അതിൽ ഇവിടുന്ന് വന്നിട്ടാണെന്നും അതിന് ഇവിടെ കൊടുക്കാൻ റൈറ്റ് അതേ ഉള്ളൂ. അവർക്ക് ഇവിടെ വന്നിട്ട് കോടതി കേസ് നമ്മൾ അഡ്വക്കേറ്റിനെ ഏൽപ്പിക്കുമ്പോൾ നമുക്ക് കുറച്ച് ക്യാഷ് അവർ ചോദിക്കൂല്ലോ. എത്ര രൂപ കൊടുത്തു? അപ്പം 20,000 രൂപ ആദ്യം മേടിച്ചു. അതിനുശേഷം പിന്നെ പൈസ ചോദിച്ചോ? പിന്നെ പൈസ ഒന്നും ചോദിച്ചില്ല. പിന്നെ ഞാനൊരു ഈ കരിങ്കുന്നം സ്റ്റേഷനിലെ SHOയ്ക്കും ഇടുക്കി SP കൂടെ 2 ലെറ്ററുകൾ ഡ്രാഫ്റ്റ് ചെയ്തെന്ന് പറഞ്ഞില്ലേ. അന്നേരം വല്ലതും വേണം സാറെന്ന് ചോദിച്ചപ്പോൾ അതിൻ്റെ ഞാൻ ഒരു 500 ഞാൻ നടക്കാൻ പറഞ്ഞു. അത്രയും പൈസ അത് സ്റ്റേഷനിലല്ലെന്നേ, പോലീസ് അവിടെ വക്കീൽ ഓഫീസിൽ വെച്ച്. ഈ SHO എന്താ പറഞ്ഞു? SHO കേസ് അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ബോബിയായിട്ട് കോടതി സബ്മിറ്റ് ചെയ്യാനുള്ള, അതായത് കോടതിയിൽ എത്തിക്കാനുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണ കാര്യങ്ങളൊന്നും വന്നില്ലേ? അല്ല, ഞാൻ പറയുന്നത് ഇവിടെ വന്ന്, അതായത് പബ്ലിക് പ്രോസിക്യൂട്ടറാണ് കേസ് എടുക്കുന്നത്. തൊടുപുഴ മജിസ്ട്രേറ്റ് കോർട്ടിൽ ഈ FIR എന്ന് പറയുമ്പോൾ FIR ആകുമ്പോഴേ കേസ് ചാർജ് ആവുക. മഹസറൊക്കെ എഴുതുമ്പോൾ അത് എഴുതിയാൽ പിന്നെ നമ്മൾ അതിൻ്റെ പുറകെ ഒന്നും പോകണ്ടെന്നാണ് ഇവർ പറയുന്നത്. FIR എടുത്തായിരുന്നോ? FIR 18 ദിവസം കൊണ്ടാണ് കിട്ടിയത്. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ 9-ാം തീയതി കൊണ്ടുപോയിട്ട് ആ മാസം 27-ാം തീയതി ആയപ്പോൾ FIR ആകുന്നത്. ആ FIR പോലും പൂർണ്ണമല്ല. എനിക്ക് തന്നെ ആ കോപ്പിക്കകത്ത് എല്ലാം തെറ്റുകളാണ്. തന്നു. അത് പിന്നെ ഫാമിലി കോർട്ടിലെ അഡ്വക്കേറ്റിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ തന്ന സാധനത്തിനകത്ത് തന്നെ അത് ഇതല്ല. അന്നേരം അവിടുത്തെ SHO പറഞ്ഞതിനറിയോ, അപ്ഡേറ്റ് ചെയ്ത FIR കോടതി കൊടുത്തു. നമ്പർ, ആ നമ്പർ മാത്രം അതിലുണ്ടെന്നേ ഉള്ളൂ. ബാക്കിയെല്ലാം തെറ്റാ. പ്രായം തെറ്റാ, പേര് തെറ്റാ, വീട്ടുപേര് തെറ്റാ, എല്ലാം തെറ്റാ. അതിനകത്ത് ആ FIR-നകത്ത് എല്ലാം ഒത്തിരി തെറ്റുകളാണ്. അവരുടെ ഈ പ്രതികളുടെ വീട്ടുപേര്, പ്രതികൾ 3 പേരാണ്. അന്നത്തെ പരാതി എന്തായിരുന്നു? ഗാർഹിക പീഡനം. ഇത് ഈ വകുപ്പുകളൊന്നും എനിക്കറിയത്തില്ല. അതായത് സ്ത്രീ പീഡന, അവളെ തലേദിവസം രാത്രിയിൽ അവിടെ കിടന്നു. അത് വർഷങ്ങളായിട്ട് അവിടെ പ്രശ്നം. അന്ന് രാത്രി ചവിട്ട് അടിയെല്ലാം കൊടുത്ത് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. അതാണല്ലോ നമ്മൾ തൊടുപുഴ സ്റ്റേഷനിൽ ചെന്ന് രാത്രി പാതിരായിക്ക് പറയുന്നത്. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ അവളെ അന്ന് വൈകിട്ട് കൊണ്ടുവന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ഇവിടെ ആശുപത്രി കൊണ്ടുപോകുന്നു. ആശുപത്രിയിൽ നിന്ന് ഡോക്ടർ ഇൻറ്റിമേഷൻ വിടുന്നു. ഇവിടുന്ന് നേരെ തൊടുപുഴയ്ക്കല്ല വിടേണ്ടത്. അവർ ഇവിടുന്ന് ഏറ്റുമാൻ്റെ ഉള്ളതുകൊണ്ട് ഏറ്റുമാൻ്റെ തൊട്ടടുത്താണ് ഗവൺമെൻറ് ആശുപത്രിയും പോലീസ് സ്റ്റേഷനും കൂടെ തൊട്ടടുത്താണ്. നടന്നു ചെല്ലാനുള്ള വിലയേ ഉള്ളൂ. അപ്പോൾ അത് അവിടെ ചെല്ലുന്നു. ആ സാധനം 10-ാം തീയതി ഉണ്ടായ കാര്യം 1.5 ആഴ്ച 2 ആഴ്ച കഴിഞ്ഞാണ് ഇത് അവിടെ വരുന്നത്. 18 ദിവസം താമസിച്ചു FIR ആകാൻ. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് ചോദിക്കുമ്പോൾ ഇവിടുന്ന് ഇൻറ്റിമേഷൻ വന്നിട്ടില്ലെന്ന് പറയും. ഉടനെ ഞങ്ങൾ വരുന്ന വഴിക്ക് ഇറങ്ങി ഏറ്റുമാൻ ഇറങ്ങി ചോദിക്കുമ്പോൾ അവർ പറയും വിട്ടിട്ടുണ്ടെന്ന്. പിന്നെ അവർ ഈ നമ്മളെ ബ്രെയിൻ വാഷ് ചെയ്യുമായിരുന്നു. ചെന്ന് ലനേഷ് എന്ന് പറഞ്ഞ ഒരു ഫ്രണ്ടിൽ ഡെസ്കിൽ ഇരിക്കുന്ന പുള്ളിക്കാരൻ പറഞ്ഞ് നിങ്ങളുടെ മകളെയും പിള്ളേരെയും കൂടെ അവിടെ തന്നെ കൊണ്ടേ ആക്കുക. ലനേഷ് എന്ന് പറഞ്ഞ ഒരു ഫ്രണ്ട് ഡെസ്കിൽ ഇരുന്ന് അന്നിരുന്നത്. അപ്പോൾ ആ പുള്ളി പറഞ്ഞ് എന്നെയും മകളെയും ഈ ബ്രെയിൻ വാഷ് ചെയ്യുമായിരുന്നു. അവർ പറഞ്ഞ എന്നാന്നറിയോ, ഇത് ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. ഈ ഫാമിലി അതേ ഗാർഹിക പീഡനത്തിലൊന്നും കാര്യമില്ല. ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് 31 എന്ന് പറഞ്ഞൊരു വകുപ്പുണ്ട്. അത് നിങ്ങളൊരു വക്കീലിനെ സമീപിച്ചിട്ട് മജിസ്ട്രേറ്റിൻ്റെ ഇരിക്കെ പോയി ഒരു ജഡ്ജ്മെൻറ്റ് മേടിക്കും, ഒരു വിധി. എന്ന് പറഞ്ഞാൽ ആ ഒരു സാധനമുണ്ട്, ആ കടലാസ് കൊണ്ട് തൊടുപുഴത്തെ വീട്ടിൽ, ചുങ്കത്തിലെ വീട്ടിലെ ഭിത്തിയിൽ ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് നിങ്ങളുടെ മകളെയും 2 പിള്ളേരെയും കൂടെ അവിടെ കൊണ്ടേ ആക്കുക. ഒരു മനുഷ്യനെടുത്ത് എറി ഒരു പറയുക. അല്ല, ഈ പിന്നെ മജിസ്ട്രേറ്റ് തരുന്നത് ആ ഒരു വിധിയാണെന്നാണ് പറയുന്നത്. പിന്നെ ആ വിധി അവിടെ കൊണ്ട് ഒട്ടിച്ചു വെച്ചാൽ മകളെ ആരും തുള്ളിയേല, തെറി പോലും പറയുകയില്ല, വീട്ടുകാരെ കെട്ടിയവനും ചെയ്യുകയില്ല, വീട്ടിലുള്ളവരും ഒന്നും ചെയ്യുക. അപ്പം ഞാൻ ചോദിച്ചെന്നറിയാം. അന്നേരം ഞാൻ ആ പോലീസുകാരനോട് ചോദിച്ചേ, നമ്മൾ ഈ വക്കീലിനെ കണ്ട് ഇത് മജിസ്ട്രേറ്റിൻ്റെ ഇരിക്കുന്നത് മേടിച്ച് അവിടെ കൊണ്ട് എൻ്റെ മകളെയും പിള്ളേരെയും ഇപ്പം അവൾ തന്നെ ആത്മഹത്യ ചെയ്യാതിരിക്കാനോ അവൻ്റെ കൈ കൊണ്ട് ചാകാതിരിക്കാനോ ഞാൻ അവിടുന്ന് ഇറക്കി വിട്ടു അവളെ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് പോകുന്നത്. ഞാൻ ഇനി ഈ പിള്ളേരെ അവിടെ കൂടെ കൊണ്ട് ആക്കിയിട്ട് ഇവളെ കൊന്നു കഴിഞ്ഞിട്ട് ഞാൻ ഈ ഭിത്തിയിൽ ഒട്ടിച്ചിരിക്കുന്നത് ചൂണ്ടിക്കാണിച്ചാൽ മതിയോ എന്ന് ചോദിക്കുകയും. അപ്പോൾ അത് അത്രയും ചോദിച്ചു അവിടുന്ന് പോകുന്നു. പിന്നെ ഇവർ നേരെ ഓൺലൈനിൽ കൂടെ വിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് പോലീസ് സ്റ്റേഷൻ 2 പ്രാവശ്യം ഞാനും എൻ്റെ മകളും കൂടി ഏറ്റുമാൻ പോലീസ് സ്റ്റേഷൻ. അന്ന് ഈ പുള്ളി തന്നെ അൻസൽ തന്നെയാണ്. SHOയുടെ പേര് വിജയാനന്ദ് എന്നാണെന്ന് എനിക്ക് തോന്നുന്നു. അന്ന് പുള്ളി കേസെല്ലാം ചാർജ് ചെയ്താവും വന്നവനെ നേരെ തകർത്തിടും എന്നാണ് എന്നോട് പറഞ്ഞു. FIR-ന്റെ കോപ്പി തന്നു. അത് ഫാമിലി കോർട്ടിൽ ഏറ്റുമാൻ കൊടുത്തിട്ടുണ്ട്. അതിന്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചോണ്ടായിരുന്നു നമ്മൾ പറഞ്ഞതുപോലെ ഒന്നുമല്ല അവർ എഴുതിയിരിക്കുന്നത്. എന്താ എഴുതി അതിൻ്റെ അകത്ത്? അതൊന്നും ഞാൻ മൊത്തം ഒന്ന് വായിച്ചിട്ട് ഇപ്പോൾ എനിക്ക് പറയാനായിട്ട് അറിയത്തില്ല. എന്താണേലും പറഞ്ഞ കാര്യങ്ങൾ പകുതി എഴുതി. അതല്ല, ഞാനല്ലല്ലോ പറയുന്നത്. എന്നെ കൊണ്ട് ഞാൻ ആ തൊഴിൽ പോലീസ് സ്റ്റേഷൻ്റെ സിറ്റൗട്ടിലെ
കസേര കുത്തിയിരിക്കുക ഇത്. ഈ പിള്ളേരെയും എൻ്റെ മകളെയും കൂടെ കയറ്റി പിള്ളേരുടെ മൊഴി അവിടെ മൊഴിയൊക്കെ എടുക്കുന്നിടത്ത് നമുക്ക് പോകാൻ റൈറ്റില്ല. എന്നെ അങ്ങോട്ട് ചോദിച്ചു, എന്നോടൊന്ന് ചോദിച്ചിട്ട് നിങ്ങൾ പുറത്തിരുന്നോളാം പറഞ്ഞു. എന്നിട്ട് അവർ 4-5 പോലീസുകാർ അപ്പുറം പെണ്ണുങ്ങളും ആണുങ്ങളും ഒക്കെ ഇരുന്നിട്ട് അവർ അതിൻ്റെ ഇടയ്ക്ക് സ്റ്റേഷനിൽ വരുന്ന എല്ലാ കാര്യങ്ങളും നടത്തുകയും അതിനിടയ്ക്ക് ചോദ്യം ചോദിക്കുകയും എന്നാക്കി എഴുതി ഇതൊന്നും അറിയത്തില്ല. അതാ ഞാൻ പറഞ്ഞത് അപൂർണമായിരുന്നു FIR എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു സാർ ഇതെല്ലാം തെറ്റാണല്ലോ എന്ന് പറഞ്ഞാൽ അത് അപ്ഡേറ്റ് ചെയ്ത് FIR മജിസ്ട്രേറ്റ് കൂട്ടി കൊടുത്തോളാം. ഷൈനി പരാതിയായിട്ട് ആരെയൊക്കെ പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ അകത്ത്? 3 പേര്. 1-ാം പ്രതി നോബി, 2-ാം പ്രതി അമ്മ, 3-ാം പ്രതി കാർന്നവർ. പക്ഷേ ആ FIR ആക്കിയപ്പോൾ തന്നെ ഈ പുള്ളിനെ അതിൽ നിന്ന് അവർ ഒഴിവാക്കി. മഹസറായപ്പോൾ കാർന്നവരെ അത് ഇവിടെ ബ്രെയിൻ വാഷ് ചെയ്ത് ഇവളോട് ചോദിച്ചു വീൽ ചെയറായിരിക്കുമല്ലേ, പുള്ളി ക്യാൻസർ രോഗിയല്ലേ, ഇടിപ്പല്ലെല്ലാം പോയിട്ട് ബോൾ പോയിട്ട്, അതുകൊണ്ട് പുള്ളിക്ക് ഈ എളിയ ഓപ്പറേഷൻ കഴിഞ്ഞാൽ അതുകൊണ്ട് ആ പുള്ളിനെ കേസിൽ നിന്ന് ഒഴിവാക്കാൻ പറഞ്ഞ് അവളോട് ചോദിച്ചപ്പോൾ അവളും സമ്മതിച്ചെന്നാണ് പറയുന്നത്. എനിക്കറിയത്തില്ല. പരാതി കൊടുക്കാൻ എന്തായിരുന്നു അതിൻ്റെ കാരണം ഉണ്ടായിരുന്നത്? ആ പുള്ളി ചെന്നപ്പോൾ പുള്ളിയുടെ തെറിയുമ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ ഭയങ്കര രാവിലെ ഒരു വൈകുന്നേരം വരെ ചെല്ലുന്ന ഒരു തെറി പറയും. തൊടുന്നതിനെല്ലാം തെറിയാ. തള്ള തെറിയും കൊടുക്കും അടിയും കൊടുക്കുമെന്നാണ് പറഞ്ഞു. അടി കൊടുത്തിട്ടുണ്ടോ എനിക്ക്? ആ ഉണ്ട്, ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്നാ പറയുന്നത്. അമ്മ പറഞ്ഞിട്ടുണ്ടോ? അമ്മയോട് പറഞ്ഞിട്ടുണ്ടോ? അമ്മയോട് പറഞ്ഞിരിക്കും അങ്ങനെയല്ല. അമ്മയോട് ഈ പുള്ളിക്കാരത്തി തല്ലിയതായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഈ കാർന്നൊരു തല്ലിയായിരുന്നു. ഇവൻ അടിയും ചവിട്ടൊക്കെ ഇവനെ, അതായത് എപ്പോൾ വന്നാലും ഇവൻ 1 മാസത്തെ അവധി ഇവിടെയുണ്ട്. 2 മാസം ജോലി ചെയ്യുമ്പോൾ 1 മാസം ഇല്ലേ ഇവിടെ വരുന്നതിൽ. ഈ പോകുന്ന വരെ മിക്കവാറും പ്രശ്നങ്ങൾ. ഈ പോകുന്ന ദിവസം ഒന്നുകിൽ ഈ പരിക്കാത്ത മുഴുവൻ തല്ലി പൊട്ടിച്ചാണ്ട് ഈ ബഹളം എല്ലാം കൂടെ കഴിഞ്ഞ് പോകും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ 2 മാസത്തിനോട് ചിലപ്പോൾ 2-3 ആഴ്ചത്തേക്ക് ഫോൺ വിളിച്ചാൽ പോലും അവൻ അടിക്കുക. അവൻ ഇങ്ങോട്ട് വിളിക്കുകയില്ല, ഇവർ വിളിച്ചാൽ അടിക്കുകയില്ല, പിള്ളേർ വിളിച്ചാൽ അടിക്കുകയില്ല. പിന്നെ ഇവൻ ആ പോയ അരിശവും ബഹളമൊക്കെ 2-3 ആഴ്ച കഴിഞ്ഞാലേ തീരുള്ളൂ. അന്നേരം പിന്നെ അടുത്ത ഫോൺ എടുക്കുകയും ചെയ്യും. സ്ഥിരമായ പിള്ളേരെ ഇവിടെ തല്ലുകയും പിടിക്കുകയൊക്കെ ചെയ്യും. പിള്ളേർ ചെന്ന് പിടിക്കാൻ വരുമ്പോൾ പിള്ളേരെ തള്ളി മാറ്റുമെന്നാണ് പറയുന്നത്. തല്ലിയതായിട്ട് പറഞ്ഞിട്ടില്ല. ചെറുക്കനോട് ഇഷ്ടമാണോ? ചെറുക്കനോടും ഇഷ്ടമൊന്നും. ചെറുക്കനെ ഈ കാർന്നവരൊക്കെ എന്ത് തെറിയാ പറഞ്ഞു. ഞാൻ എൻ്റെ കേൾക്കൊക്കെ കേട്ടിട്ടുണ്ട് തെറി. വായിലും നമ്മൾ കേട്ടിട്ടില്ലാത്ത തെറികൾ വിളിക്കും. ഈ മോനെ തെറി വിളിക്കുമല്ലേ? നല്ല ഗുണങ്ങളൊക്കെ പഠിപ്പിച്ചുകൊണ്ട് വരണം. അപ്പോൾ അത് എൻ്റെ കേൾക്കലും കേട്ടിട്ടുണ്ട് ഞാൻ. പിന്നെ അതുപോലെ തന്നെ ഞങ്ങളെ അവിടെ ചെല്ലുമ്പോഴും ഞങ്ങൾക്ക് ഈ 8 സെൻറ്റല്ലേ ഉള്ളൂ. അപ്പോൾ ആ പുള്ളി പറയുമായിരുന്നു ഞങ്ങൾ 5-6 ഏക്കർ സ്ഥലമുള്ളവരെ തന്നെ പോലെ 8 സെൻറ്റൊന്നും അല്ലെന്നും പറഞ്ഞ് കളിയാക്കുമായിരുന്നു ഞങ്ങൾ ഇന്നേ ഇവിടെ. അതുപോലെ ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ഇപ്പോൾ നോബി അവിടെ ഉള്ളപ്പോഴാണ് നമ്മൾ ചെല്ലുന്നെങ്കിൽ നോബി അന്നേരം ഒന്ന് മുഖം കാണിച്ചിട്ട് അവൻ പറമ്പിലാണെങ്കിൽ പറമ്പിൽ ഏരിയയിലും വണ്ടി എടുത്തോ സ്പോട്ട് എടുത്തൊക്കെ പോയില്ല. പണിക്കാരുടെ കൂടെ പോകും. നമ്മളെ വലിയ മൈൻഡ് ചെയ്യല. അതുപോലെ തള്ള മൈൻഡ് ചെയ്യല. തള്ളയും തള്ളയുടെ വഴിയൊക്കെ പോകും. കാരണം ഒരു മേലാത്ത കൊണ്ട് മേലാത്തപ്പോൾ ആയിരുന്നപ്പോൾ പുള്ളിയും പുള്ളിയുടെ ഇതിലേക്ക് പോകും. നമ്മളെ വലിയ മൈൻഡ് എൻ്റെ ഇപ്പം കള്ള് കുടിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ, കള്ളാവും വന്നിട്ടുണ്ട്. ചിലപ്പോൾ എനിക്ക് ആ പുള്ളി കഴിക്കുമ്പോൾ എനിക്ക് പറഞ്ഞ 2 വീട്ടിൽ തരും. പിന്നെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ കുപ്പി ഇരിപ്പുണ്ട്, എനിക്ക് എടുത്ത് തന്നെ ഞാൻ കഴിക്കും. ചിലപ്പോൾ പ്രദീപ് എന്ന് പറഞ്ഞ ആളല്ലേ ഷൈനയുടെ കേസ് വാദിക്കുന്നത്? അതെ, TP പ്രദീപ് കുമാർ എന്ന് പറഞ്ഞ ഫാമിലി കോർട്ടിലെ അഡ്വക്കേറ്റ്. അതായത് ഈ പ്രദീപ് അവധിക്ക് വന്ന സമയത്ത് കോടതിയിൽ ഒരു പെറ്റീഷൻ തയ്യാറാക്കിയിട്ട് അതിൻ്റെ ഓർഡർ സ്റ്റേഷനിലേക്ക് ഇട്ടിട്ട് സ്റ്റേഷനിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് നേരെ കോടതിയിൽ ഈ നോബിനെ ഹാജരാക്കിയായിരുന്നെങ്കിൽ ഇതിനൊരു പരിഹാരം ഉണ്ടായില്ലായിരുന്നോ? അല്ല, ഞാൻ ഈ നോബി ഇല്ല ശ്രമിച്ചില്ലേ? അല്ലെന്ന് ഈ 5 മാസം വരെ ഇവൻ തറി വന്നിട്ടില്ലല്ലോ. അതായത് 5 മാസത്തേക്ക് ഇവൻ തറി വന്നില്ല. പിന്നെ 5 മാസം കഴിഞ്ഞപ്പോൾ വന്നപ്പോഴത്തേന് ഇവൻ ശരിക്കും പറഞ്ഞ പ്രതിയാണല്ലോ. ഇവൻ വരുന്നതിന് മുമ്പ് തന്നെ ചേട്ടൻ അച്ഛൻ അമ്മയ്ക്ക് ജാമ്യം എടുത്തു. അത് കഴിഞ്ഞ് ഇവൻ വന്ന സമയത്ത് ഇവനും വന്നപ്പോഴേ ഇവനും ജാമ്യം എടുത്തു. ഇവരെയൊന്നും അറസ്റ്റ് ചെയ്തില്ല ഒരു ദിവസം പോലും തൊടുപുഴ കോടതിയിൽ. അതുകൊണ്ട് മജിസ്ട്രേറ്റിൻ്റെ ഇരിക്കുന്നതാണ് ജാമ്യം എടുത്തത്. നേരിട്ട് പോലീസ് സ്റ്റേഷൻകാർ ജാമ്യം കൊടുത്താണോന്ന് ജൂബിയുടെ അടുത്ത് താമസിക്കാൻ പോയെന്നൊക്കെ കേൾക്കുന്നുണ്ട് ഈ അവധിക്ക് വന്ന സമയത്ത്. അതെങ്ങനെയാണ്? അതാണ് ജൂബിയുടെ. ഞാനിപ്പോൾ ഇച്ചിരി മുമ്പ് പറഞ്ഞില്ലേ, ജൂബിയുടെ എവിടെ പോകുന്നത് ആദ്യത്തെ ജൂൺ 9-ാം തീയതി ഇവൻ ജോലിക്ക് പോയി കഴിഞ്ഞാൽ ജൂലൈ കഴിഞ്ഞ് ഓഗസ്റ്റ് 9-ാം തീയതിയോട് കൂടി ഇവൻ തിരിച്ചു വരേണ്ടതാണ്. അതിന് ഇങ്ങോട്ട് വരാതെ ഇവൻ ഇറാഖിൽ നിന്ന് നേരെ ഖത്തറിന് പോയി 1 മാസം പെങ്ങടെ ഇരിക്കും താമസിച്ചു. കേസുള്ള കാരണം. എന്നിട്ട് അവിടുന്ന് വീണ്ടും അടുത്ത 2 മാസത്തെ ജോലിക്ക് ഖത്തറിൽ നിന്ന് ഇറാഖിന് പോയി. ഇപ്പൊ ഇവര് സംരക്ഷിക്കാനായിട്ട് സൗകര്യം ചെയ്ത് കൊടുത്തവരല്ലേ കേസ് പെടിയല്ലേ? കാരണം ഒരു പ്രതിനെയല്ലേ ഇവര് സംരക്ഷിച്ചേ? അതെ, പ്രതിനെ സംരക്ഷിച്ച പെങ്ങടെ ഇരിക്കലോട്ട് സിംഗവാസ്. അത് തന്നെയല്ല ഇപ്പം ഇവർ തൊടുപുഴ കോടതിയിലുള്ളവരൊക്കെ പറയുന്നത്, അതിൻ്റെ സ്റ്റേഷനിലോട്ടും പറഞ്ഞതെന്നറിയോ, ഇവനീ ചെയ്തതൊരു സ്ത്രീപീഡനം അല്ലെ, ഒരു ഗാർഹിക പീഡനം. ഞാൻ ഓർത്ത് ഈ പോക്സോ കേസ് പോലത്തെ വല്ലതും ആയിരിക്കുന്നൊക്കെ പറഞ്ഞേ. പോക്സോ ഒന്നില്ല, ഇവർ 498 അങ്ങനെ ആയിട്ട് എനിക്കറിയത്തില്ല, ആക്ടിന്റെ പേരൊന്നും അറിയത്തില്ല. അതിൽ വയലൻസ് എന്ന് പറഞ്ഞാൽ ഈ 16 വർഷവും എൻ്റെ മകള് 15 കൊല്ലം അവിടെ നിന്നെങ്കിൽ ഈ 15 കൊല്ലവും ഇവന് നിന്ന് ആദ്യകാലത്തുള്ളതൊക്കെ പോയില്ല. ഒരു കുഞ്ഞുണ്ടായപ്പോൾ പോലും പിന്നെ അടിയും ബഹളം തെറി ചീത്ത, പിന്നെ ഏത് വഴിക്ക് പോയാലോ അവിടുന്ന്. പിന്നെ അത് കഴിഞ്ഞല്ലേ എൻ്റെ 4 മക്കളുടെ കല്യാണങ്ങൾ ഇവിടെ നടന്നില്ല. പിന്നെ ഇവിടെ ഓരോ ഫംഗ്ഷനൊക്കെ നടക്കുമ്പോഴും ഒക്കെ
അവനുള്ളപ്പോഴാണ് വരും, അല്ലാത്തപ്പോൾ വരികയില്ല. അവർ വരും. അവനും കൂടി വരുവാണെങ്കിൽ തിരിച്ചു പോകുമ്പോൾ ഒക്കെ അടിയൊക്കെ കിട്ടി അങ്ങ് പോകും. ഈ ഗാർഹിക പീഡനത്തിനെതിരായിട്ടും കേസില്ലായിരുന്നോ? അല്ല, അതിന് ആ തൊടുപുഴ കൊടുത്തിരുന്നത്, വേറെ കേസില്ലല്ലോ. അതിന് ഞാൻ വക്കീലൊന്നും വെച്ചില്ല. എന്നോട് വക്കീലിനൊന്നും വെക്കണ്ടെന്നാ പറഞ്ഞേ. അത് ഈ സർക്കിളും ഒക്കെ പറഞ്ഞു നിങ്ങൾക്ക് വക്കീലൊന്നും വേണ്ട, സർക്കാർ വക്കീലാണ്. നടക്കുന്നുണ്ടോ? അതിന്റെ ഒന്നുമില്ല. ആ 9 മാസം ഇവള് മരിക്കുന്നവരെ അതിന്റെ ഒന്നും അറിഞ്ഞില്ലെന്നേ. കുടുംബ കോടതിയുടെ കേസും ഇല്ല, അതുമില്ല. അതെല്ലാം ഇവര് മുക്കി. ഈ അച്ഛൻ അതെല്ലാം ചെയ്തേ. ഇവളെയും കൂടെ കേസ് കൗണ്ടറായിട്ട് പ്രതിയാക്കാൻ വേണ്ടി ആ അയൽക്കൂട്ടംകാരെ മുന്നേ നിർത്തിക്കൊണ്ട് കരിങ്കുന്നം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തത്. അപ്പൊ അതിൽ നിന്ന് അവളെ പ്രതിയാക്കാതിരിക്കാൻ വേണ്ടി, കാരണം ഇവള് പ്രതിയാക്കിയോണ്ട് എങ്ങനെ നിർത്തിയതെന്ന് പറയാമോ? അല്ല, അയൽക്കൂട്ടംകാർക്ക് പൈസ കൊടുക്കാനുണ്ടായിരുന്നില്ല. ജൂൺ 9-ാം തീയതി ഞാൻ കൊണ്ടുവരുമ്പോൾ ആ മാസം ആദ്യം വരെയുള്ള പൈസ അവരടച്ചതാ. പിന്നെ പോയിട്ട് ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ എന്നൊക്കെ പറഞ്ഞ മാസങ്ങളിൽ പിന്നെ ഈ പൈസ അടച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ പൈസ അടയ്ക്കാതെ വന്നപ്പോൾ അവർക്ക് അവിടെ അയൽക്കൂട്ടത്തിൽ പൈസ പ്രശ്നമായി. അപ്പോൾ അവരതിന് പല പ്രാവശ്യം എൻ്റെ മകൾക്ക് ഫോണിൽ കൂടെ, അവിടുത്തെ എൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രസിഡൻ്റാണോ സെക്രട്ടറി ആണോ ഫോണിൽ കൂടെ വിളിക്കുകയും ചെയ്ത് ഇവർക്ക് കൊടുക്കാനും നിവൃത്തിയില്ലല്ലോ. അവരിങ്ങനെ പല പ്രാവശ്യം ഫോൺ ചെയ്തതിന്. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് അവർ പിന്നെ ഇവരുടെ അവരോട് ചെന്ന് ചോദിച്ചിട്ടാണ്, നോബിയുടെ വീട്ടിൽ ചെന്ന് ചോദിച്ചിട്ട് അവർ അവിടുത്തെ കാർന്നോത്തി ഈ നോബിയോ അല്ലെ അവിടെ കാർന്നവരോ ഒക്കെ ആയിട്ട് പറഞ്ഞു, അച്ഛനും ഒക്കെ ആയിട്ട് പറഞ്ഞു, ഞങ്ങൾ ഒരു പൈസ പോലും എടുത്തിട്ടില്ല. നോബി പൈസ ഷൈനിമോള് പൈസ എടുത്തിട്ടുണ്ട്, ഷൈനിയോട് മേടിച്ചോണം, നോബിക്ക് അതിന് ഉത്തരവാദിത്തം ഇല്ല. അവിടെ വീട്ടിൽ കൊണ്ടുപോയി ചിലവാക്കി അവരുടെ വീട്ടുകാർക്ക് എടുത്തതായിരിക്കും, ഞങ്ങളുടെ വീട്ടിലേക്ക് മേടിച്ചിട്ടുണ്ട്. സത്യത്തിൽ ആ പൈസ അവിടുത്തെ കാർന്നവരെ ആശുപത്രിയിൽ നിർത്താനായിട്ട് ഒരു ഉളുപ്പില്ലല്ലോ അവർക്ക്. അപ്പം അവിടുത്തെ അപ്പുറത്തോട്ട് സിറ്റൗട്ട് മാറ്റി വെച്ചത്, മുകളിലെ അച്ഛൻ്റെ മുറി മോടി പിടിപ്പിച്ചത്, കാർന്നവരെ ആശുപത്രി കിടന്ന കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് മേടിച്ച, ഇവിടെ കൊണ്ട് പറഞ്ഞ് ചെറിയ പലിശയല്ലേ ഉള്ളൂ, അങ്ങനെ മേടിപ്പിച്ചതാ. ഇവിടെ അവിടുത്തെ ഇവർക്കല്ലേ കിട്ടുള്ളൂ, പെണ്ണുങ്ങൾക്കല്ലേ കിട്ടുള്ളൂ. അങ്ങനെ ഞാൻ ഒരു പൈസ അവിടുന്ന് മേടിച്ചു. നമ്മൾ പിന്നെ അവിടെ ചെല്ലുമ്പോൾ ചിലപ്പോൾ പൈസ കൊടുത്തിട്ട് ഇവിടെ വന്നാൽ ഉറപ്പായിട്ടും കൊടുത്തു കൊടുക്കും. ഒന്നും കാണിച്ചില്ല. അതല്ലേ ഞാൻ ഇന്നാൾ ആദ്യത്തെ അതിനകത്ത് എൻ്റെ അത് അത്ര അത് ചോദിച്ചെന്നെ ഇത് ചെയ്തപ്പോഴാണ്, ഹരാസ് ചെയ്തപ്പോഴാണ് ഞാൻ പറഞ്ഞ 50 കിലോ ഉണക്കപ്പ് കൊണ്ടുവന്നതിന് നോബിയും കൂടെ ഉള്ളപ്പോൾ കൃത്യം 5000 രൂപ അന്നേരം എൻ്റെ മകടയിൽ കൊടുത്ത്, നോബിയുടെ താങ്ക് കൊടുത്ത് ഈ ഹാളിനകത്ത് വെച്ച് അവരോട്ട് കൊടുത്താൽ വിട്ടെ. എനിക്ക് അവരുടെ പൈസയുടെ ആവശ്യമില്ല, ഞാൻ ഒരിക്കലും മേടിച്ചിട്ടുമില്ല, ഞാൻ അങ്ങോട്ട് കൊടുത്തിട്ടുള്ളതല്ലാതെ. പിന്നെ വായ്പ മേടിച്ചു, ഞാൻ പറഞ്ഞ് രേഖ 7 പവൻ്റെ സ്വർണം വായ്പ മേടിച്ചു. അത് കുറേ കഴിഞ്ഞപ്പോൾ തിരിച്ചു. അതിന് 7-8 മേടിച്ചു. ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ 36-37 പവൻ സ്വർണം നമ്മൾ മൊത്തം കൊടുത്തിട്ടുണ്ട്. അതിലിപ്പോൾ ഈ 8 പവൻ ഞാൻ മേടിച്ചു കൊടുത്ത 8 പവൻ എൻ്റെ മകള് പോന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്നല്ലോ. ബാക്കി പോകാൻ ഇപ്പം എനിക്ക് തോന്നുന്ന ഒരു 10-30 പവൻ സ്വർണ്ണം അവരുടെ കയ്യിലുണ്ട്. ഈ ഷൈനി മക്കളും കൃപാസന മാതാവിൻ്റെ അടുത്ത് സ്വർണം വെച്ചിട്ട് പോയത് അങ്ങനെ ഒരു സംസാരമുണ്ട്. അത് സ്വർണ്ണം ഷൈനിയുടെ ഊരി വെച്ചിട്ട് പോയെന്ന് പറഞ്ഞായിരുന്നല്ലോ. നിലവിൽ ആ സ്വർണ്ണം ഇവിടെ ഉണ്ടോ? ഉണ്ടല്ലേ. ബാക്കി സ്വർണ്ണം നോബിയുടെ അടുത്തുണ്ടോ? ബാക്കി ഉണ്ട്. പിള്ളേർക്കൊന്നുമില്ല. പിള്ളേർക്ക് ഒരുക്ക് മാത്രമേ കമ്മലുണ്ടായിരുന്നുള്ളൂ. മറ്റവർക്ക് വരവുകമ്പലായിരുന്നു. പിന്നെ പാസരം വെള്ളിയടിയായിരുന്നു. അതൊക്കെ ഈ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു കവറിനകത്തിട്ട് കൊടുത്തത് എൻ്റെ കൊണ്ട് എൻ്റെ അനിയത്തെ കിട്ടുവാൻ ഏൽപ്പിച്ചത് ഇപ്പോഴും ഞാൻ തുറന്നു പോലും നോക്കിയിട്ടില്ല. ആളെ മരിയിരിക്കുന്നു. ഈ എഡ്വിന് നോബിയുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നല്ല മാർക്കറ്റിൽ പോവുമോ? ഒക്കെ എനിക്കറിയത്തില്ല അവൻ എങ്ങനെയാണ് അവനെ ട്രീറ്റ് ചെയ്യുന്നത്. കാരണം ഇവനെ ഇവിടെ നിർത്തി പഠിപ്പിക്കാൻ പറ്റിയില്ലാത്തതുകൊണ്ടല്ലേ കൊണ്ട് എടപ്പള്ളി ഇവിടെ കൊണ്ട് എറണാകുളത്ത് കൊണ്ടേ ആക്കി. എറണാകുളത്ത് അവനിപ്പോൾ 8-9 2 കൊല്ലം കഴിഞ്ഞില്ലേ. ഇനിയിപ്പോൾ 9ാമത്തെ ക്ലാസ്സിലെ പരീക്ഷ എഴുതിയില്ലെന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നു. അടുത്തത് ഇപ്പം പരീക്ഷ എഴുതി പാസ്സായെങ്കിൽ ഇപ്പോൾ ഇനി അടുത്തത് 10 ഇപ്പം നമ്മൾ പിന്നെ പഴക്കൂടം നടക്കുമ്പോൾ 10ാം ക്ലാസ്സിൽ പോകേണ്ടതാണ് ചെറുക്കൻ. അപ്പോൾ അത് പരീക്ഷ എഴുതിയാണോ അറിയത്തില്ല. അവനവിടെ ഹോസ്റ്റലിൽ താമസിച്ച് പഠിപ്പിക്കുകയല്ലേ. അപ്പോൾ ഇവിടെ ആയിരുന്നപ്പോൾ ഇവന് ഈ അവിടെ ഉണ്ട് പന്തുകളി, അവരുടെ ആക്ടിവിറ്റീസിനെല്ലാം ഇതിലെ ഫുട്ബോൾ കളി ബാക്കി പരിപാടിയും സൈക്കിളൊക്കെ കയറി കുഴപ്പമില്ല ഞാൻ. പക്ഷേ ഇവനെ അങ്ങോട്ടും ആക്കി പിള്ളേരെ അവിടെ പിന്നെ കല്ലൂര്. അതായത് വല്യപ്പനെ ഈ എഡ്വിനെ തെറി വിളിക്കാറുണ്ടല്ലേ. അപ്പൊ അങ്ങനെ തെറിവിളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ കൊച്ചവിടെ വന്നു കഴിഞ്ഞാൽ കൊച്ചിന്റെ ഭാവിയെ നന്നായിട്ട് ബാധിക്കല്ലേ? അത് ഇപ്പൊ തെറി വിളിക്കുന്നുണ്ടോ ബാക്കി കാര്യങ്ങളെ പറ്റി എനിക്കറിയത്തില്ല. ഞാൻ കേൾക്കുന്നില്ല. വിളിക്കാറുണ്ടോ? അതും എനിക്കറിയത്തില്ല. നോബിയോടെ വന്ന് വിളിക്കുന്നുണ്ടോ കേൾക്കുന്നത് എനിക്കറിയത്തില്ല. ഈ ഷൈനിയുടെ പേർക്ക് SBIയിൽ ഒരു ഇൻഷുറൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നല്ലേ. അതിപ്പോ അത് ഈ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴല്ലേ ഞാൻ അറിയുന്നത്. അതിനു മുമ്പ് എന്നോട് പറഞ്ഞൊന്നുമില്ല. ഈ നോബി കരുതി കൂട്ടി അങ്ങനെ വല്ലതും എന്ന് ഞാൻ വിശ്വസിക്കുക. അല്ലെ പിന്നെ ഈ ഷൈനിമോള് ഒരു പിന്നെ ഏതാ ഹൗസ് വൈഫ് അല്ലേ. ഹൗസ് വൈഫ്, അവൾക്ക് വേറെ വരുമാനമൊന്നുമില്ല, അവൾക്ക് സ്വന്തമായിട്ട് ജോലിയില്ല, വേറെ വരുമാനമൊന്നുമില്ല. മാസം ഇവൻ അവരുടെ അക്കൗണ്ടിലേക്ക്, അവിടെ അക്കൗണ്ടിലേക്ക് വീട്ടു ചെലവിന് വേണ്ടി ട്രാൻസ്ഫർ ചെയ്യുന്ന പൈസ മാത്രമേ ഉള്ളൂ.
അല്ലാതെ നോബിക്ക് എത്ര രൂപ ശമ്പളം കിട്ടുന്നുണ്ടെന്നോ നോബിയുടെ ബാങ്ക് ബാലൻസ് എത്രയാണോ നോബിയുടെ അക്കൗണ്ടിൽ എത്ര രൂപ ഉണ്ടെന്നും ഭാര്യയ്ക്ക് ഒരിക്കലും അറിയത്തില്ല. അവൾ അറിഞ്ഞിട്ടില്ല. ക്യാഷ് ഒന്നും ഇട്ട് കൊടുക്കാറില്ലായിരുന്നു. ഇല്ല, മാസം മാസം ചെലവിനുള്ള പൈസ വീട്ടിലെ ചെലവിനുള്ളതോ അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും കൊടുക്കാനോ പിടിക്കാനോ ഒക്കെ ഉണ്ട്. അങ്ങനെ അറിയാവുന്ന ഷൈനിയുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെലവിനുള്ള പൈസ അതിൽ നിന്നിട്ട് അവിടെ വീട്ടിലെ കാര്യങ്ങളും പിള്ളേരുടെ കാര്യങ്ങളും കാർന്നവരുടെ ആശുപത്രി കേസോ അമ്മയുടെ ആശുപത്രി കേസോ അവിടെ അങ്ങനെയുള്ള കാര്യം കുടുംബത്തിലെ വീട്ടിലെ ചിലവുകൾക്കെല്ലാം അങ്ങനെയാണ് ചെയ്യുന്നത്. ബാക്കി പിന്നെ ഇവർ പറമ്പിലെ ആദായം എടുക്കുന്നതിന് എന്നേരം കൊണ്ട് വിൽക്കാൻ പൈസ കിട്ടിയല്ലേ, അതുകൊണ്ടുള്ള കാര്യങ്ങൾ ഓടിക്കുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അതായത് കുടുംബശ്രീ ലോൺ അടയ്ക്കാനായിട്ട് വിമുഖത കാണിച്ച ഈ നോബിയുടെ വീട്ടുകാർ ഈ ഷൈനിയയുടെ പേർക്ക് ഇൻഷുറൻസ് പദ്ധതിയിൽ, അതായത് 3 മാസം കൂടുമ്പോൾ 50,000 രൂപ അടയ്ക്കുന്ന ഒരു സ്കീം. 3 മാസം കൂടെ 50 3 മാസം കൂടുമ്പോൾ 1.5 ലക്ഷം രൂപ. അതെയോ? ഒരു മാസം 50,000 രൂപ. ഒരു മാസം 50,000 രൂപ. 3 മാസം അതായത് 1.5 ലക്ഷം രൂപ. അതായത് എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. ഒരു മാസം കൂടുമ്പോൾ 50,000 രൂപ അടയ്ക്കുന്ന ഒരു സ്കീമിൽ, അത് ഇൻഷുറൻസ് പദ്ധതിയിൽ എന്തിന് SBI ലൈഫിന്റെ അപ്പോൾ ഇവര് കരുതിക്കൂട്ടി എന്ന് ഞാൻ വിശ്വസിക്കുക. കോടിയൊന്നുമില്ല, 60 ലക്ഷം അങ്ങനെ ഏതാണ്ട്. ഇപ്പോൾ പറഞ്ഞറിഞ്ഞത് എനിക്കറിയില്ല. മരണപ്പെട്ടാല് അത് നമ്മളിപ്പോൾ 2-3 പോളിസിയൊക്കെ എടുത്താൽ പിന്നെ അത് ഓർഡറിൽ കിടക്കുവാണെങ്കിൽ പിന്നെ അത് കിട്ടും. പിന്നെ ഇപ്പോൾ അപകട മരണമൊക്കെ ആണെങ്കിൽ വണ്ടി ഇടിക്കും അങ്ങനെയൊക്കെ ചെയ്യുന്ന ഇരട്ടി കിട്ടും. അങ്ങനെയൊക്കെയാണ് ഇൻഷുറൻസ് പോളിസിയുടെ പല ലൈഫ് കവർ. അതായത് ഇൻഷുറൻസ് പോളിസിയിലെ പല കണ്ടീഷൻ, അതായത് ആള് മരണപ്പെട്ടാൽ, അതുപോലെ തന്നെ തീപിടുത്തം, ആക്സിഡന്റ്, അതുപോലെ തന്നെ ആത്മഹത്യ. ഈ ആത്മഹത്യക്കും ഇൻഷുറൻസ് കൊടുക്കുന്ന സ്കീമുകളുണ്ട്. അത് പുതിയതായിട്ട് എനിക്കറിയത്തില്ല. ഞാൻ SBIയുടെ ഇൻഷുറൻസ് ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു സ്കീമിലായിരുന്നോ ഈ നോബി ചേർത്തിരുന്നത്? എനിക്കറിയത്തില്ല. അപ്പൊ ഇതിനെ കുറിച്ച് ഇതിന്റെ ചേർന്ന് ആരെയായിരുന്നു നോമിനി വെച്ചിരുന്നത്? നോമിനി അവൻ ഷൈനി പോളിസി ഹോൾഡറും. അതായത് ഏറ്റവും ആദ്യം ഞാൻ ഇവിടെ മറുനാടൻ മലയാളിയുടെ ഒപ്പം തന്നെ വന്നപ്പോൾ ഹാർഡ് ഫാർമറാണ് ചോദിച്ചത് ഷൈനിയുടെ പേർക്ക് ഇൻഷുറൻസ് ഉണ്ടായിരുന്നോ. ഓർക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. നമ്മളതിന്റെ വിഷ്വൽ ഒന്ന് കേൾപ്പിക്കാം. അപ്പം ഒരു കാര്യം ചോദിച്ചു, ഷൈനിയുടെ പേർക്ക് ഇൻഷുറൻസ് വല്ലതും എടുത്തിരുന്നു? അവരെ ഇൻഷുറൻസ് എടുത്തിരുന്നു പറഞ്ഞാൽ അവള്, അതായത് അവിടെ കെട്ടിച്ചു വിട്ടിയെന്ന പോലെ ഞാൻ ജൂൺ 9-ാം തീയതി കൂട്ടിക്കൊണ്ട് പോരുന്ന വരെയുള്ള ഒരു 150 പേജിൻ്റെ പേപ്പർ ഇവിടെ വന്നു കഴിഞ്ഞ് 2 ആഴ്ച കൊണ്ട് എഴുതിയിട്ട് കൊടുത്തത് ഞാൻ ഫാമിലി കോർട്ടിൽ കൊടുത്തിരിക്കുന്ന വക്കീൽ കൈവശമുണ്ട്. ഇൻഷുറൻസ് അല്ല, അവള് അന്ന് മുതൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനകത്തും അതുകൊണ്ട് ഇൻഷുറൻസ് ഇവളെ കൊണ്ട് ഇവിടെ പേരിലെടുത്തിട്ട് അവൻ നോമിനിയായിട്ട് 3 പ്രാവശ്യം അവൻ്റെ അടച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. പോലീസിന് കൃത്യമായിട്ട് ഇതെല്ലാം പറഞ്ഞ് മൊഴി ഇപ്പോഴും കൊടുത്തിട്ടുണ്ടോ നിങ്ങൾ? പിന്നെ ആ പോലീസ് അവിടെ തൊടുപുഴയും കൊടുത്തിരിക്കുന്ന, ബാക്കി എഴുതി വക്കീലിന് കൊടുത്തിരിക്കുന്ന. ഞാൻ മറുപടി എന്നാ പറഞ്ഞു, അതെന്നെ പ്രാവശ്യം, അതായത് 3 പ്രാവശ്യം എന്ന് പറഞ്ഞാൽ 9 മാസം. അതിന് മുമ്പ് അടച്ചിട്ടുണ്ട്. വീണ്ടും ഇവള് പോന്നു കഴിഞ്ഞിട്ട് അത് കുടിശ്ശിയായിപ്പോയി. അപ്പം ഇത് കുടിശ്ശിയായതിൻ്റെ പേരിൽ പ്രശ്നങ്ങളായിട്ട് ഇവരുമായിട്ട് പിന്നെ ഇവിടെ നമ്മൾ ഫാമിലി കോർട്ട് കേസ് കൊടുത്തു, അവിടെ കേസ് കൊടുക്കുന്നു, ഇവരിങ്ങോട്ട് പോരുകയൊക്കെ ചെയ്തില്ലേ. പിന്നെ ഇപ്പോൾ അങ്ങനെ നിന്നുകൊണ്ടാണ് ഈ അവിടെ നിന്ന് ഇത് ചേർത്ത പാലാക്കാരത്തി ഒരു പെണ്ണും അവരുടെ ഹസ്ബൻഡും കൂടെ കൂടി ഷൈനി ഇവിടെ അന്ന് പനിയായിട്ടിരിക്കുമ്പോൾ ഞാൻ താഴത്തെ അന്നൊക്കെ അവൾ ഈ മുറിക്കകത്തും പിള്ളേർ 2 കൂടെ ആ മുറിയിലാണ് കിടന്നുണ്ട്. പിന്നെ ഇവരെ ഞാൻ താഴത്തെ മുറിയിലേക്ക് ഒരുമിച്ചാക്കിയാണ് ഞങ്ങൾ ഇങ്ങോട്ട് കയറി. അപ്പം ഞാൻ അവിടെ കിടക്കുമായിരുന്നു. അപ്പോൾ ഇവിടെ വിളിച്ചിറക്കിയിട്ട് ഞാനും അറിയുന്നില്ല ഇതിനെക്കുറിച്ച്. ഞാൻ ഉറങ്ങുമായിരുന്നു. പക്ഷേ ഉറക്കത്തിൽ നിന്ന് ഞാൻ എങ്ങനെയോ എഴുന്നേറ്റ് വന്നപ്പോൾ ഇവിടെ വർത്താനമൊക്കെ കേട്ടിട്ട് ഞാൻ പോയി ഏറ്റു വന്നപ്പോൾ ഇവർ ഇറങ്ങി വഴിയിലായപ്പോൾ എന്നാണെന്നറിയോ, ഇവളെ കൊണ്ട് ഈ പോളിസി ഇവിടെ പേരിൽ നിന്ന് നോബിയുടെ പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫോമെല്ലാം മുഴുവൻ പൂരിപ്പിച്ചൊന്നുമില്ല. പോളിസി നമ്പരും എഴുതി ഡേറ്റും ഇട്ട് ഷൈനിയെ കൊണ്ട് ഒപ്പുപിടിച്ച് തിരിച്ചു വന്നപ്പോൾ ഇതന്നാടി ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, എന്നാ പറഞ്ഞേ, പോളിസി മാറ്റി പേര് മാറ്റാൻ വേണ്ടിയിട്ട് അവർ വന്നാന്ന് പറഞ്ഞു. അതായത് ഷൈനിയുടെ പേർക്കുണ്ടായിരുന്ന പോളിസി അടച്ച 3 പ്രാവശ്യം 1.5 ലക്ഷം രൂപ 4.5 ലക്ഷം രൂപ അടച്ചിരിക്കുന്ന പോളിസി നോബിയുടെ പേരിലേക്ക് പേര് മാറ്റാൻ വേണ്ടിയിട്ടുള്ള അപേക്ഷ ഒപ്പിടിക്കാൻ വന്നു അവർ തൊടുപുഴയിൽ നിന്ന്. അത് അവർ പറഞ്ഞു വിട്ടിട്ട് വന്നാ ഇത് ട്രാൻസ്ഫർ ചെയ്ത് അവൻ്റെ പേരിലാകുമ്പം ഷൈനിയുടെ പേര് പോളിസി ഇല്ല. പിന്നെ അവൻ്റെ പേരിലാകുമ്പോൾ അപ്പോൾ അതെന്തോ അതിൻ്റെ പ്രശ്നങ്ങൾ മണത്തറിഞ്ഞിട്ട് ഇവർ വക്കീൽ ഇവരുടെ അച്ഛൻ പറഞ്ഞിട്ട് വേണ്ടി ചെയ്ത പണിയാണ്. അപ്പോൾ അവിടെ വന്ന് ഞാൻ വിധിച്ചെന്ന് പറഞ്ഞ സ്ഥാനം ഇവരുടെ കയ്യിൽ കൊടുത്തായിരുന്നു ആ ഫോം. ഞാൻ പിന്നെ അവിടെ ഹസ്ബൻഡുമായിട്ടും ഈ വന്ന പെണ്ണുമായിട്ട് വഴി കിടന്ന് ഒച്ച വെച്ചു. ഈ ഗേറ്റിന് വഴി കിടന്ന് ഒച്ച വെച്ചിട്ട് തിരിച്ചു മേടിച്ചു. ഇവിടെ ഒപ്പിട്ട ഫോം എപ്പോഴും എൻ്റെ കയ്യിൽ കൊണ്ടത് അത് തിരിച്ച് ഞാൻ മേടിച്ചു. അത് മേടിച്ച കാരണം അത് ട്രാൻസ്ഫർ ചെയ്ത് കാണിയില്ല. പിന്നെ വേറെ ഏതെങ്കിലും അതുപോലെ വണ്ടി, കാറും പിക്കപ്പും ഷൈനിയുടെ പേരിലാണ്, രജിസ്റ്റർ കൊണ്ട് ഷൈനിയാണ്. ഇതൊക്കെ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആൾക്ക് ക്ലെയിം കിട്ടൂല. അതായത്
ഇൻഷുറൻസ് ആയിട്ട് ബന്ധപ്പെട്ട ആളെ എന്തെങ്കിലും രീതിയിൽ മരണപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലെയിം കിട്ടുന്ന പദ്ധതി എനിക്ക് അതിൻ്റെ ആ ഫീച്ചർ എന്നാന്ന് അറിയത്തില്ലോ. ആ പോളിസി ഇവൻ ചേർന്നിരിക്കുന്ന എൻ്റെ ഡീറ്റെയിൽസ് എനിക്കറിയത്തില്ല. അത് SBI ലൈഫിൽ ചെന്നിട്ട് ഈ ഷൈനിയുടെ പേര് പറഞ്ഞല്ലേ പോളിസി നമ്പർ പറഞ്ഞ അതിൻ്റെ ആ സ്വഭാവം എന്നാന്ന് അറിയത്തില്ല. ഓരോ പോളിസിക്കും ഓരോ സ്വഭാവമാണ്, അത് അറിയത്തില്ല. ഞാനത് തിരക്കാൻ നമുക്ക് പോയിട്ടില്ല. അങ്ങനെ ഉണ്ടായിരുന്നു വണ്ടി പോയി. അപ്പം പിന്നെ ഞാൻ പറഞ്ഞ ഈ അയൽക്കൂട്ടിൽ നിന്നുള്ള പൈസ മേടിച്ചിട്ട് ഇവരുടെ എനിക്ക് ചെന്നിട്ട് ഇവർ പറഞ്ഞു ഞങ്ങൾ മേടിച്ചിട്ടില്ല, അവൾ മേടിച്ചെങ്കിൽ അവിടെ വീട്ടിലേക്ക് മേടിച്ചതായിരിക്കും, അവളോട് തന്നെ മേടിച്ചു. അപ്പം നിലവിലിപ്പം മരണമൊന്നും നടന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് അയൽക്കൂട്ടന്മാരുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫോണിക്കൽ വിളിക്കുകയോ അവർ ഹരാസിയോ വഴക്ക് പറയുകയോ പിന്നെ ഇവിടെ മടുത്തിട്ട് എടുക്കാതിരിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അവസാനം ഇവരെന്നായി ചെയ്ത് കരിങ്കുന്നം പോലീസ് സ്റ്റേഷനിൽ അയൽക്കൂട്ടംകാർ പരാതി കൊടുക്കുക. ആ പരാതി കൊടുത്തത് അറിഞ്ഞിട്ട് പരാതി അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് കരിങ്കുന്നം സ്റ്റേഷനിലുള്ള പ്രമോദ് എന്ന് പറഞ്ഞ ഫ്രണ്ട് ഡെസ്കിലുള്ള പുള്ളി SHO അല്ലെ SI ആണോ അതോ ഹെഡ് കോൺസ്റ്റബിൾ ആണെന്ന് എനിക്കറിയത്തില്ല. ഫ്രണ്ട് ഡെസ്കിൽ ആ പുള്ളിയുടെ നമ്പർ ഇപ്പോഴും എൻ്റെ ഡയറിയിലോ പേപ്പറിലെല്ലാം കണ്ട് കിടപ്പുണ്ട്. അപ്പോൾ ആ പുള്ളി പല പ്രാവശ്യം വിളിച്ചിട്ട് പിന്നെ അന്ന് ഇവിടെ പോകാൻ അവസാനം ചെല്ലാമെന്ന് പറഞ്ഞ ദിവസം എനിക്കെന്തോ അർജൻറ്റ് കോട്ടയത്തിന് പോകണമായിരുന്നു. അപ്പോൾ അന്ന് അവളെ ഞാൻ ഒറ്റയ്ക്ക് വിട്ടു. അവിടെ ചെന്നപ്പം 4-5 അയൽക്കൂട്ടത്തിലെ ആൾക്കാർ, പിന്നെ നോബി, പിന്നെ അച്ഛൻ. എന്നിട്ട് സർക്കിൾ വർത്താനം പറയുന്നില്ല, SI പറയുന്നില്ല, പോലീസുകാർ പറയുന്നില്ല, അയൽക്കൂട്ടക്കാരൊന്നും വേണ്ടുന്നില്ല. അച്ഛനാണ് സംസാരിച്ചത്. ഷൈനിയോട് ആരെങ്കിലും വേണ്ടിയോ? അച്ഛൻ മാത്രം വേണ്ടിയുള്ളൂ. 71 ദിവസമായിന്ന്. അപ്പം ഞാനിങ്ങനെ നിങ്ങളെല്ലാം ചോദിക്കുന്നതിന് മറുപടി പറയുകയും വേണം. ഞാൻ കരഞ്ഞോണ്ടിരുന്ന പറയാനൊക്കെ ഞാൻ കരഞ്ഞോണ്ടിരുന്ന പോലീസ് സ്റ്റേഷനിൽ എനിക്ക് എല്ലാ കാര്യങ്ങൾ ഇതിപ്പം ഫാമിലി കോർട്ടിൽ എല്ലാം തീർന്നെന്ന് പറഞ്ഞതാ. ഈ TP പ്രതികുമാർ പറഞ്ഞ ആള് മരിച്ചു പോയില്ലേ, അതുകൊണ്ട് എല്ലാം തീർന്നെന്ന് പറഞ്ഞപ്പോൾ ഹൈക്കോടതി വക്കീൽ എനിക്ക് വിളിച്ചു പറഞ്ഞു നിങ്ങൾ കക്ഷി ചേരണമെന്ന്. അങ്ങനെ കക്ഷി ചേരണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഞാനും ഇവളും കൂടെ ഒപ്പിട്ട് കൊടുത്ത് കക്ഷി ചേർന്നപ്പോൾ ഇപ്പോൾ ഈ കഴിഞ്ഞ 27-ാം തീയതി 28-ാം തീയതി അവധി അതിനകത്ത് ഈ ജീവനാംശം ചെലവിന് കിട്ടുന്നത് പോയി. അത് എഴുതി തള്ളിയെന്നാണ് പറഞ്ഞു. കാരണം ആള് ജീവിച്ചിരിപ്പില്ല, പിന്നെ ആർക്കതിന് ചെലവിന് ജീവനാംശം കിട്ടും. കൊച്ചിന് കൊടുക്കണം. ഏത് കൊച്ചിന്? എഡ്വിന് കൊടുക്കണം. എഡ്വിന് കൊടുക്കുന്നത് അവിടെ എഡ്വിൻ നമ്മുടെ കൂടെ അല്ലല്ലോ, ഇവിടെയുള്ളവർക്ക് എഡ്വിന്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കണം. അതത് കാരണവര് അത് ഈ ഫാമിലി കോർട്ടിലെ ഇതുമായിട്ട് ഇതില്ല. ഇങ്ങനെയുള്ളവർ എഡ്വിനെ നോക്കുന്നതിനെ ഉറപ്പാ. അതൊന്നും എനിക്കറിയത്തില്ല. നമ്മൾ വന്നിട്ട് എഡ്വിന് ഇവിടെ ആകെപ്പാടെ ഒന്നല്ലേ വന്നിട്ടുള്ളൂ. അവന് ഓണത്തിന് അവനെ ഇവിടെ വിളിച്ചിട്ട് ഒരു ദിവസം ഉച്ച കഴിഞ്ഞ് ഷൈനിയുടെ ആവശ്യങ്ങൾക്കായിട്ട് ക്യാഷ് ഇട്ട് കൊടുക്കാത്തവൻ എഡ്വിനെ നോക്കുവോ? എനിക്കുറപ്പില്ല, മനസ്സിലായി. അപ്പോൾ എന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ കരിങ്കുന്നം സ്റ്റേഷനിലെ ഈ അച്ഛനാവെന്ന് പറയുന്നത്, അതായത് കേസുകളെല്ലാം പിൻവലിക്കണം. ഫാമിലി കോർട്ടിലെ കേസ്, തൊടുപുഴ സ്റ്റേഷനിലെ 498 കേസ്, വണ്ടികൾ രണ്ടും അവരുടെ പേരിലേക്ക് മാറ്റി കൊടുക്കണം. പിന്നെ എന്താ SBI ലൈഫിലെ പോളിസി, ഈ ഇത്ര 5 കാര്യങ്ങൾ ചെയ്താൽ പിന്നെ അയൽക്കൂട്ടത്തിൽ എത്ര രൂപ ഉണ്ടെങ്കിലും അവരടച്ചോളാം. പിന്നെ വന്നിട്ട് അവിടെ സ്വർണ്ണമില്ല, പണയിരിക്കുന്നതെല്ലാം തിരിച്ചു വന്ന് നമുക്ക് പിരിയാം. അങ്ങനെയാണ് അവിടെ ഫോണിക്കൂടെ മെസ്സേജുകൾ അന്ന് കിടന്നത്. വിളിച്ചു പറയാം. അത് നോബിയുടെ ഒച്ചയിൽ തന്നെ നോബി വിളിച്ചു പറയുകയില്ല. പക്ഷേ കരിങ്കുന്നം സ്റ്റേഷനിൽ നോബി ഒന്നും സംസാരിച്ചില്ല, അച്ഛനാണ് വന്നത്. ഈ നിലവിലെ ഷൈനിയുടെ സ്വർണം അത് പപ്പയ്ക്ക് തിരിച്ചു വേണ്ടേ? പിന്നെ അതിനില്ല, ഇവിടെ കേസ് കൊടുത്തിട്ടുണ്ടെന്നേ. ഫാമിലി കോർട്ടിലെ കേസ് ഇനിയിപ്പോൾ നടക്കാൻ പോണ കേസ് അതേ ഉള്ളൂ. അതുകൂടാതെ ഷൈനിയുടെ, അതായത് ഇവിടുന്ന് പപ്പ കുടുംബശ്രീ ലോൺ അടയ്ക്കാനായിട്ട് 38,000 രൂപ കൊടുത്തിട്ടുണ്ടല്ലോ. അത് ഞാൻ ആ പൈസയും ക്യാഷായിട്ട്, അതായത് പപ്പയുടെ മക്കൾ തന്നെ അടച്ചതാണ്. മക്കൾ അടച്ച പൈസ ഗൂഗിൾ പേ വഴി അവൾ അയച്ചിട്ടുണ്ട്. അവിടെ വന്നിട്ട് അവിടെ ഇതാകാതെ ഷൈനി മോൾ അന്ന് ഇതൊന്നും സമ്മതിക്കാതെ തിരിച്ചു പോയിരുന്നു. വീണ്ടും ആ പുള്ളിയോടെ കിടന്ന് വിളിക്കുക. ഏതാ പ്രമോദ് എന്ന് പറഞ്ഞ പുള്ളി കരിങ്കുന്നം സ്റ്റേഷനിൽ നിന്ന് വിളിക്കുക, അയൽക്കൂട്ടക്കാരും വിളിക്കുക. അന്നേരത്തിന് നമ്മുടെ വക്കീലിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഇന്നോരെ അവളെ ഇങ്ങനെ കേസ് പ്രതിയാക്കാൻ വേണ്ടിയിട്ട് പറ്റിയിരുന്നു. അപ്പോൾ നമ്മുടെ വക്കീൽ ഇപ്പോൾ ഈ TP പ്രതിനാഥ് പറഞ്ഞാൽ 5,000 രൂപ ആയാലും 5 ലക്ഷം രൂപ ആയാലും കേസെല്ലാം ചീറ്റിങ്ങാണ്. അപ്പോൾ ചീറ്റിങ്ങിന് കേസെടുക്കും, അവളെ പ്രതിയാകും. ആ പ്രതിയാകുന്നതിൽ നിന്ന് പ്രതിയെ നമുക്ക് ജാമ്യം എടുക്കാമെന്നാണ് പുള്ളി പറഞ്ഞു. പക്ഷേ അവളെ ഞാൻ അങ്ങനെ പ്രതിയാക്കി കഴിഞ്ഞാൽ ഇവിടെ എവിടെയെങ്കിലും പോകാനോ ഒരു ജോലിക്ക് പോകാനോ, ഇവിടെ നേരം എന്നാന്നറിയാം ദുബായിക്ക് ഓൺലൈനിൽ കൂടെ ഇൻ്റർവ്യൂ കഴിഞ്ഞിരിക്കുക, അതിൻ്റെ വിവരം അറിയത്തില്ല, ദുബായിക്ക് പോകാൻ വേണ്ടി. അപ്പം അതുപോലെ ഇസ്രായേലിന് പോയാൽ എന്നാന്ന് നോക്കുന്നുണ്ട്, ഇറ്റലിക്ക് പോയാൽ എന്നാന്ന്, അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുക. അതിൻ്റെ കൂട്ടത്തിൽ ഈ ഇതുള്ളപ്പോൾ അവിടെ കേസിലാറ്റപ്പെട്ട് എങ്ങും പോകാൻ പറ്റാതെ അതിനെ അവരുടെ പണി ചെയ്യില്ല, കേസ് കൗണ്ടറോടെ ആക്കാനായിട്ട്. അതിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി നമ്മുടെ വക്കീലിനോട് പറഞ്ഞൊരു കാര്യം ചെയ്യും, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ കുര്യാക്കോസി ചേട്ടനോ എൻ്റെ പിള്ളേരോട് ചോദിച്ചിട്ട് പൈസ ഇത് 2.5 കൊല്ലം കൊണ്ട് അടച്ചു തീർത്താൽ മതി. ഈ പൈസ 30 തവണയോടും കൂടെ കൂടി ഇപ്പോൾ ഇവർ മുമ്പ് അഡ്വാൻസ് അടച്ചിരിക്കുക ഈ പൈസയൊക്കെ. ഇത് അടയ്ക്കാൻ ഇനിയും സമയമുണ്ട്. മാസം അടച്ചാൽ ഏതാണ്ട് ഈ 3 ലക്ഷം രൂപയിൽ താഴെ ഉണ്ടെന്നൊക്കെ ഇവരെന്ന് പറഞ്ഞ്. അതൊന്നും എനിക്കെൻ്റെ കൃത്യം അറിയത്തില്ല. അപ്പോൾ അത് അത്രയും പൈസ. അപ്പം വക്കീൽ അങ്ങ് പറഞ്ഞ അനുസരിച്ച് എന്നാ ചെയ്തു, ഇവരോട് പറഞ്ഞ് നമുക്ക്
കരിങ്കുന്നം പഞ്ചായത്ത് പ്രസിഡന്റ് ഇരിക്കെ ഞാനും വരാം, ഷൈനിമോളും വരാം, നിങ്ങൾ അയൽക്കൂട്ടംകാരും കൂടെ വന്നിട്ട് നമുക്കിത് പറഞ്ഞു തീർത്തിട്ട് മാസം പൈസ തരാമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം എന്ന് പറഞ്ഞ് ഞാനും എൻ്റെ മകളും കൂടെ കൂടി കരിങ്കുന്നം പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ ഇരിക്ക് നിന്ന് ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കി. ആ എഗ്രിമെൻ്റ് അവർ 4-5 അയൽക്കൂട്ടംകാർ ഒപ്പിട്ട് കരിങ്കുന്നം പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ സീലോടുകൂടി പുള്ളി ഒപ്പുവെച്ച് അവിടെ നിന്ന് എഗ്രിമെൻ്റ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ കോപ്പി ഞങ്ങൾ കൊണ്ട് ഒറിജിനൽ കൊണ്ട് ഞാൻ ഫാമിലി കോർട്ടിൽ ഇവിടെ കൊടുത്തു. അവിടെ നിൽക്കേ പപ്പേ, ഈ ഇതിൻ്റെ സത്യാവസ്ഥ ഈ കരിങ്കുന്നം പഞ്ചായത്ത് പ്രസിഡന്റ് ഈ ടൂഫാൻ തോമസിനോട് പപ്പ പറഞ്ഞില്ലായിരുന്നു ഇതിന്റെ സത്യാവസ്ഥ പിന്നെ മുഴുവൻ എന്നാലും എന്താ പുള്ളി പറഞ്ഞേ? അല്ലെന്നേ പുള്ളിയുടെ എനിക്ക് വന്ന് അവർ മേടിച്ച പൈസ എന്ന് പറഞ്ഞാൽ അവരവിടെ കൊടുക്കുന്നില്ല, പിന്നെ നമ്മൾ അടയ്ക്കണ്ടേ. ഈ പുള്ളിയെ സംബന്ധിച്ച് കരിങ്കുന്നം പഞ്ചായത്ത് പ്രസിഡന്റ് എങ്ങനെയെങ്കിലും അയൽക്കൂട്ടംകാർക്ക് ഈ പൈസ കിട്ടണമെന്ന് മാത്രമേ പുള്ളിയുടെ കണക്കുള്ളൂ. ബാക്കിയുള്ളവരുടെ കാര്യമൊന്നും പുള്ളിയെ പറയുന്നതിനകത്ത് ആത്മാർത്ഥത ഉണ്ടായിരുന്നെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അതങ്ങനെ ഒരു പറഞ്ഞു ഇതിന്റെ അത് നമ്മൾ നിരപരാധിയാ, അതൊക്കെ പുള്ളിക്കറിയാം. അത് മുഴുവൻ 101% പുള്ളിക്കറിയാം. പുള്ളി ആ വാർഡിലെ മെമ്പറല്ലേ, കരിങ്കുന്നം പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പോലാതെ ഈ ഷൈനിമോളുടെ വാർഡിലെ മെമ്പർ കൂടിയാ. മനസ്സിലായോ? അവിടുത്തെ ആ A-to-Z 100% ആ വീട്ടിലെയും കുടുംബത്തെയും ഷൈനിയുടെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന പുള്ളിയായിരുന്നു. അപ്പോൾ ഷൈനി എടുത്തത് അല്ലെങ്കിൽ ആ വീട്ടിലേക്ക് എടുത്ത പൈസയാണെന്ന് അറിയാവുന്നേ. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഈ കേസിനകത്ത് ഇവർ പെറ്റീഷൻ കൊടുത്ത് ഈ അച്ഛനും നോബിയും കൂടെ പുറകിൽ നിന്നുകൊണ്ട് അയൽക്കൂട്ടംകാരെ കൊണ്ട് കേസ് കൊടുപ്പിക്കുകയല്ലേ ചെയ്തേ. ആ കൂടെ പഞ്ചായത്ത് മെമ്പറും കൂടി എന്ന് പറയാൻ പറ്റുമോ? കൂടി കാണുമായിരിക്കും. എനിക്കതിനെ പറ്റി അറിയാനൊക്കെ ഇല്ല. പുള്ളിയുടെ സ്റ്റേഷനിൽ വന്നോ പുള്ളി ആരോടും സംസാരിച്ചെന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ടൂഫാൻ തോമസ് എന്ന് പറയുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് സ്ട്രോങ് ആയിട്ട് ഈ കുടുംബശ്രീയിലെ പെണ്ണുങ്ങളെ ഈ നോബിയുടെ വീട്ടിൽ പറഞ്ഞു വിട്ടായിരുന്നെങ്കിൽ ആ കൂടെ അതിന്റെ പുറകിൽ ഈ ടൂഫാൻ തോമസും പുറകിൽ ബാക്കിൽ സപ്പോർട്ട് ചെയ്ത് നിന്നായിരുന്നെങ്കിൽ ഈ പൈസ നോബി തന്നെ കൊടുക്കുമായിരുന്നു. അവരുടെ കാരണവരുടെ ചികിത്സയ്ക്കും അവരുടെ വീട്ടിലെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എടുപ്പിച്ച പൈസയാണല്ലോ. ആ പൈസ അടയ്ക്കേണ്ടത് ഒരു പൈസ പോലും ഷൈനിക്ക് ഉത്തരവാദിത്തം ഇല്ല അതിനകത്ത്. ഷൈനി അടയ്ക്കേണ്ടതല്ല. ആ വീട്ടിലേക്ക് എടുത്ത പഞ്ചായത്ത് പ്രസിഡന്റ് പറയായിരുന്നു ഈ ക്യാഷ് നിനക്ക് അടയ്ക്കാൻ പറ്റിയാണെങ്കിൽ ഷൈനിയുടെ പേർക്ക് എടുത്തിരിക്കുന്ന വണ്ടി വിട്ടിട്ട് പൈസ അടയ്ക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ ആ ഒരു പിക്കപ്പ്. അതുമല്ല, അതിന് വേണ്ടിയിട്ട് ഞാൻ 2, അതായത് കരിങ്കുന്നം SHOയ്ക്കും പിന്നെ ഇടുക്കി SP-ക്കും എൻ്റെ ഇവിടുത്തെ ഫാമിലി കോർട്ടിലെ വക്കീലിനെ കൊണ്ട് ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്ത് ഞാൻ അയച്ചത് അവരുടെ ഓൺലൈനിൽ കിടപ്പുണ്ടെന്നേ. എനിക്ക് വണ്ടി 2 തിരിച്ചെടുത്തു. അതവിടെ ചെന്ന് ഞാൻ ഈ കരിങ്കുന്നത്തെ പ്രതിമാസം എന്ന് പറഞ്ഞ പുള്ളിയോട് ചോദിച്ചതാ. അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങൾ അതിനാവശ്യപ്പെട്ട് വന്നാൽ വണ്ടി എടുത്ത് തരാമെന്ന് പറഞ്ഞു. പക്ഷേ അന്നാരും എൻ്റെ മകൾക്ക് ഈ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനോട് താല്പര്യം. ഇവിടെ ഈ 16 കോടി ക്ഷമിക്കുകയാണല്ലോ ചെയ്ത്. ഈ കേസും പൊക്കാറും കൊടുത്തിട്ട് ഇവിടെ സംബന്ധിച്ച് അവിടെ നിന്ന് ഇനി ആ വീട്ടിലേക്കും പോവുകയില്ല, ആ കുടുംബത്തും പോകണ്ട, ഇവക്കും 2 പിള്ളേർ കൂടി എവിടെയായാലും എന്തെങ്കിലും പണിയും കിട്ടിയൊന്ന് രക്ഷപ്പെട്ടാൽ മതി എന്ന് മാത്രമേ ഉള്ളൂ, ചിന്തയുള്ളൂ. ആ കുടുംബത്തിന് ഇനി കയറുകയില്ലേ. അല്ലെങ്കിലും അവൾ പിന്നെ ഈ തുണിയെടുക്കാൻ ചെല്ലുകയും മകസർ എഴുതാനൊക്കെ ചെന്നപ്പോൾ ഈ തള്ള തെറിയും പറഞ്ഞ് പുറകെ നടക്കുമായിരുന്നു. എൻ്റെ മകൻ കഷ്ടപ്പെട്ട ഇവിടുന്ന് തുണി പോലും എടുപ്പിക്കുകയായിരുന്നു. തുണി എടുക്കാനായിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ നമ്മൾ നിരന്തരം 5-6 പ്രാവശ്യം ചെന്നിട്ടാണല്ലോ ഈ FIR മകസറും ഒക്കെ ആകുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഈ പിള്ളേരെയും കൂടി ആയിട്ട് അവിടെ ഓട്ടോറിക്ഷ പിടിച്ച് ചെന്ന് തുണി എടുക്കാൻ ചെല്ലുക. അങ്ങനെയാ തുണിയൊക്കെ എടുത്തോണ്ട് പോകുന്നത്. പിള്ളേർക്ക് സ്കൂളിൽ കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ വേണ്ടേ. ഷൈനി തുണി എടുക്കാനായിട്ട് വീട്ടിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? ഞാൻ പോകുന്നില്ലല്ലോ. ഞാൻ ആ വീട്ടിൻ്റെ അകത്തേക്കും പോയിട്ടില്ല, ആ വീട്ടിലും പോയിട്ടില്ലെന്നേ. ഈ ഉണ്ണിയുടെ വീട്ടിലും കയറിയിട്ടില്ലെന്നേ. ഉണ്ണിയുടെ വീടിൻ്റെ വാതകയെന്ന് വഴിയിൽ ഞാൻ എൻ്റെ മകളെ കൂട്ടിക്കൊണ്ട് പോയതല്ലാതെ അതിന് ശേഷം ഞാൻ ഈ ചുങ്കം പള്ളിയിൽ പോയിരിക്കുന്ന ചാന്നാക്കുഴിയച്ചനെ കാണാൻ പോയി 2 പ്രാവശ്യം. അന്ന് ചെന്നപ്പോൾ അവിടെയുള്ള പ്രതികരണം പ്രതികരണം ഇവള് പറഞ്ഞാണ്ട് അവളോട് എന്നോടും പറഞ്ഞതല്ലേ. ആ പുള്ളിക്കാരത്തി പറഞ്ഞാൽ എന്താ പറയുക, ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകാൻ പറ്റി, എൻ്റെ മകൻ കഷ്ടപ്പെട്ട കാഴ്ച നാളെ ഇല്ലേടി എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട്. മനസ്സിലായോ? എന്നിട്ട് ഇപ്പോൾ കാർന്നോട് ചോദിച്ചു വല്ലതും കൊണ്ടുപോകാനുണ്ടോ, അളമാരിയോ വല്ലതും കൊടുത്തോണ്ട് പോകാനുണ്ടോ, നീ മേലാതെ കട്ടിലെ കിടന്ന് പുള്ളി വീൽ ചെയറിൽ ഇരുന്നോണ്ട് കിടന്നോണ്ട് ചോദിച്ചു. കാരണം അലമാരിയും കട്ടിലും പാത്രങ്ങളും ഞാൻ കൊടുത്തിട്ടില്ലാത്തത് കൊണ്ട് കളിയാക്കിയതാണ്. അലമാരിയൊന്നും കൊണ്ടുപോകാനില്ലോന്ന്. അതുപോലെ തള്ള പറഞ്ഞ് എന്നാന്നറിയാം, നിന്റെ ശവം പോലും ഇവിടെ കൊണ്ടുപോയി ഞാൻ സമ്മതിക്കാതെ നിനക്ക് ഇവിടെ എൻ്റെ മക്കൾക്ക് എൻ്റെ മകൻ്റെ പിള്ളേർക്ക് എപ്പോൾ വേണേലും വരാമെന്ന്. അങ്ങനെ അവൾ അവിടെ നിന്ന് ഇറങ്ങി പോരുമല്ലേ. ഇറക്കി വിട്ടതും ജൂൺ 9-ാം തീയതിയാണ്. അത് കഴിഞ്ഞ് പിന്നെ ഈ 2-3 പ്രാവശ്യം കൂടെ മകസറ അടക്കം 2-3 പ്രാവശ്യം അവിടെ ചെന്നു. അത് ഈ പോലീസുകാരുടെ സംരക്ഷണം അവർ പറഞ്ഞനുസരിച്ചാണ്. അവിടെ ചെന്നിട്ട് ആരെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ ഫോൺ നമ്പറൂടെ തന്നിട്ടാണ് വിളിച്ച് പറഞ്ഞേര് ഞങ്ങൾ അവിടെ ഇല്ലെന്ന് പറഞ്ഞാൽ. സംഭവം നടന്ന അവിടെ വെച്ചാണ് ആ സമയത്ത് അനുവിനെ വിളിച്ചു വരുത്തിയോ? എനിക്ക് ചോദിച്ചാൽ മനസ്സിലായില്ല. സംഭവം നടന്ന അവിടെയാണ്, അവിടെ വെച്ചാണ് മത്സരം എടുത്തത്. അങ്ങനെയാണെങ്കിൽ ആ സംഭവം നടന്ന സ്ഥലത്തേക്ക് അനൂപിനെ വിളിച്ചു. അനൂപൊന്നുമില്ല, ഈ അനൂപിനെ കാണിട്ടാണ് അതാ ചോദിച്ചത്. അതായത് ഇത് ഈ ഇവിടും പിള്ളേരും കൂടെ കൂടി മകസർ എഴുതാൻ പോലീസ് SI സർക്കിളിന്റെ ഒക്കെ കൂട്ടത്തി അവിടെ ചെല്ലുമ്പോൾ ഈ കാർന്നൂരും കാർന്നൂത്തി എവിടെയുള്ളന്നേ. പിന്നെ പോയിട്ട് ഈ മൂത്ത പെണ്ണ അവിടെ കാണുക മകള്. അങ്ങനെയാണെങ്കിൽ ചോദിക്കട്ടെ, ഈ മകസർ എടുക്കാൻ വന്ന സമയത്ത് നോബിനെ വിളിച്ചു വരുത്തിയോ? വിദേശത്താണേലും ഇല്ല, ഉത്തരവാദിത്വം ഇല്ലായിരുന്നു. അത് അവരവിടെ കിടന്ന് കളിച്ചെന്നല്ലേ ഞാനും ഈ പറയുന്നത്.
ഞാൻ പറയുന്നത് എൻ്റെ പെണ്ണിനെ ഞാൻ ആശുപത്രി കൊണ്ടുപോവുകയും ആശുപത്രിയിൽ നിന്ന് ഇൻറ്റിമേഷൻ ഏറ്റുവാനും ശേഷം ഇന്ന് അങ്ങോട്ട് പോകും. അത് തന്നെ 18 ദിവസം താമസിച്ചെന്ന് പറഞ്ഞില്ലേ. പിന്നെ പോയിട്ട് ഇവർക്ക് ജാമ്യം കിട്ടിയാലെന്ന് പറഞ്ഞ 408 ജാമ്യം കിട്ടിയാലെന്ന് പറഞ്ഞ അമ്മയ്ക്കും മകനും ജാമ്യം കൊടുത്ത് അവരവിടെ കളിച്ചിട്ടാന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇവിടെ വന്നിട്ട് ഇവിടെ വന്നിരുമ്പോൾ ഒരു മോടിക്ക് വന്നിട്ട് എൻ്റെ മകളുടെയും മക്കളുടെയും ഒക്കെ മൊഴിയെടുക്കാനാണെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഒരു വണ്ടി പോലീസുകാർ തൊടുപുഴയിൽ നിന്ന് വന്ന് പോയി എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഫോണിൽ കൂടെ ഇവിടെ വിളിക്കുക, എന്നിട്ട് അങ്ങോട്ട് എല്ലാം പറയുമ്പോൾ ഇവിടെ പോവുക. എത്ര പ്രാവശ്യം പോയി? 3-4 പ്രാവശ്യം. അല്ലെങ്കിൽ അതൊക്കെ എൻ്റെ ഡയറി എടുത്ത് നോക്കിയാൽ ഡേറ്റ് വെച്ച് ഞാൻ പറയാം. സത്യം പറയാൻ കേട്ടിട്ടില്ലാത്ത കഥകളാണ് ഈ പോലീസിന്റെ തൊടുപുഴ കഴിഞ്ഞു. എന്നിട്ട് എനിക്ക് അതിനകത്തോട്ട് കയറാനൊന്നും റൈറ്റ് ഒന്നുമില്ല. എന്നോട് ആ പുറത്തിരുന്നോളാം പറയും. ഞാൻ പുറത്തിരിക്കുക അവളോട്. ഷൈനിയുടെ നാട്ടില്, ഷൈനിയുടെ വീട്ടിലോ അതുപോലെ ഷൈനിയുടെ നാട്ടിലോ ഷൈനിയുടെ വീട്ടുകാരെ സുരക്ഷിതത്വം ഷൈനിനെ എന്തിനാ നാട്ടിലേക്ക് പോലീസ് വിളിച്ചു വരുത്തി? അല്ലാതെ മൊഴി എടുക്കണ്ടേ? അവരിവിടെ വന്ന് എടുക്കേണ്ടതാ. അവിടെ സ്റ്റേഷനിൽ പല പ്രാവശ്യം എടുത്തിട്ട് ഒരു പ്രാവശ്യം മാറ്റേ ഇവിടെ വന്നുള്ളൂ. അത് ഈ പിള്ളേരുടെ മൊഴി എടുക്കാൻ. അതാണ് ഞാൻ ചോദിച്ചത്. അതായത് ഷൈനിയുടെ വീട്ടിലും ഷൈനിയുടെ നാട്ടിലും സുരക്ഷിതത്വം കൊടുക്കാതെ അവിടെ വിളിച്ചു വരുത്തി ഈ ഷൈനിനെ എത്തിക്കുകയല്ലേ ചെയ്തത്? സ്റ്റേഷനിൽ വിളിച്ച് വരുത്തുക. അതെല്ലേ, ഇവിടെ വന്ന് മൊഴിയെടുക്കാൻ പിള്ളേരുടെ മൊഴിയെടുക്കാനേ. അതായത് നോമി പണിഷ്മെന്റ് കൊടുത്ത ഒപ്പം തന്നെ ഇതിന്നും ഈ പറഞ്ഞ അപ്പച്ചൻ പറഞ്ഞ കാര്യത്തിൽ നിന്നെല്ലാം മനസ്സിലാകുന്ന തന്നെ പോലീസും 1 by 1 ആയിട്ട് ഓരോ പണികൾ ഇങ്ങനെ കൊടുത്തോണ്ടിരുന്നു. അവിടുത്തെ പോലീസ്, തൊടുപുഴ പോലീസ് അവർക്ക് സൈഡായിരുന്നു. എന്നിട്ട് അവർ ആഹ്ലാദിച്ചുകൊണ്ടിരുന്നു. അച്ഛനും ഈ ഞാൻ പറഞ്ഞില്ലേ, അച്ഛനും നോവി അവിടെയുള്ള ആൾക്കാർ അതിൽ അവർ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തത് കൊണ്ടാണ് ഇത്. ഒരു അന്വേഷണവും കാര്യങ്ങളും ബാക്കിയൊന്നും പോയില്ല. അവനെ തൊട്ട് അറസ്റ്റും ചെയ്തില്ല. അവർ ജാമ്യം കൊടുത്തു. അവിടുത്തെ വേറെ ഇവരാദ്യം വന്നുള്ള എടുത്തുകൊണ്ട് പോയത് മാത്രം. പിന്നെ അതിന് ഒന്നും നടക്കുന്നില്ല. ഇപ്പോൾ എൻ്റെ മകളും പിള്ളേരും ഈ സൂയിസൈഡ് ചെയ്ത് ഈ സംഭവം ഉണ്ടായി കഴിഞ്ഞപ്പോഴാണ് തൊടുപുഴത്തെ കേസും ആയിട്ട് ഇവർ തൊടുപുഴ അന്വേഷണത്തിന് പോകുന്നത്. അതായത് ഇപ്പോൾ അവർക്ക് ഈ കേസ് ഏറ്റുമാനൂർക്ക് മാറ്റാറായല്ലോ. SHO പറഞ്ഞു തൊടുപുഴത്തെ കേസ് ഏറ്റുമാനൂർക്ക് ഏറ്റെടുത്തിട്ടുണ്ട്. കേട്ടോ. അപ്പോൾ ഈ 9 മാസം മുമ്പ് കൊടുത്ത അന്ന് ഈ SHO ഏറ്റെടുക്കാൻ എന്തി എന്നോട് പറഞ്ഞ എന്നാന്ന് പറയും, നിങ്ങളൊന്നും ചെയ്യണം. അപ്പോൾ ഞാനൊരു വക്കീലിനെ വരെ വെക്കാൻ, അതൊക്കെ പബ്ലിക് പ്രോസിക്യൂട്ടർ APP നിങ്ങൾക്ക് വക്കീൽ വേണ്ട, സർക്കാർ വക്കീലാന്ന് പറഞ്ഞു. പക്ഷേ അതൊന്നും മുന്നോട്ട് പോകുന്നില്ലായിരുന്നു. അതുപോലെ പാമരിക്കോട്ട് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു 4ാമത്തെ ലാസ്റ്റ് അവധിയായി ഫെബ്രുവരി 17-ാം തീയതി. അതിന് പോലും നാട്ടിൽ ഉണ്ടായിട്ട് പോലും വന്നില്ല. ഡൈവോഴ്സ് പെറ്റീഷൻ കൊടുക്കണമെങ്കിൽ ഒരു പെണ്ണും ആണും കൂടെ മാറി 1 വർഷം നിന്നാലേ ഉള്ളൂ പെറ്റീഷൻ കൊടുക്കാൻ റൈറ്റുള്ളൂ. ഒരു പെണ്ണും ഭാര്യയും ഭർത്താവും കൂടെ 1 വർഷം അകന്ന് 2 സ്ഥലത്തായിട്ട് താമസിച്ചാലേ ഉള്ളൂ ഡൈവോഴ്സ് പെറ്റീഷൻ കൊടുക്കാൻ റൈറ്റുള്ളൂ. അത് കഴിഞ്ഞാലേ ഉള്ളൂ പെറ്റീഷൻ കൊടുക്കുക. ഇവർ അല്ലെങ്കിൽ ജോയിൻ്റ് ആയിരിക്കണം. ഭാര്യയും ഭർത്താവും കൂടെ നമുക്ക് നാളെ മുതൽ നമുക്ക് പിരിഞ്ഞാക്കാം, നമ്മൾ തമ്മിൽ മുന്നോട്ട് പോവുകയെന്ന് പറഞ്ഞ് ഭാര്യയും ഭർത്താവും കൂടി ഒരു വക്കീലിനെ സമീപിച്ചിട്ട് ഡൈവേഴ്സ് പെറ്റീഷൻ 2 പേരും കൂടെ ഒപ്പിട്ട് ജോയിൻറ്റ് പെറ്റീഷൻ കൊടുക്കുകയാണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും കൊടുക്കാം. എന്താണ് ഡൈവേഴ്സ് കിട്ടാറായിരുന്നു അല്ലേ? ജോയിൻ്റ് ആയിട്ട് 1 വർഷം ആയല്ലോ. അത് ഒരു 9 മാസമല്ലേ ആയുള്ളൂ. ഡൈവോഴ്സ് പെറ്റീഷൻ കൊടുക്കണമെങ്കിൽ 3 മാസം കൂടെ കഴിയണം. എന്നാലും ഇവിടെ ഒന്നും ആയിട്ടില്ല. ഈ നീ പറഞ്ഞ പോലെ കൗൺസിലിങ്ങിനോ മീഡിയേഷനോ ഒന്നും വിളിക്കുന്നില്ല. ചെന്നായിട്ട് അവധിക്ക് പോകുന്നത് തിരിച്ചു വരും. അവധിക്ക് വന്ന സമയത്ത് ആ അവധി ഉണ്ടെന്ന് കണക്കാക്കിയിട്ട് ഈ ഷൈനിയുടെ അഡ്വക്കേറ്റ് ഒരു പെറ്റീഷൻ കോടതിയിൽ സബ്മിറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് ഓർഡർ സ്റ്റേഷനിലേക്ക് ഇട്ടിട്ട് ഈ നൂബിനെ കോടതിയിൽ ഹാജരാക്കാനായിട്ട്. അങ്ങനെയുള്ള വകുപ്പുണ്ടോയെന്ന് എനിക്കറിയത്തില്ലോ. ഞാനിപ്പം അല്ലെന്ന് ഇപ്പം ഈ ഷൈനി എൻ്റെ മകള് തന്നെ, മകൾക്ക് ബാക്കി അവിടെ നാട്ടിലുള്ളവരൊക്കെ ആയിട്ട് ഇടയ്ക്ക് ഇവിടെ ഫോൺ ചെയ്യുകയോ പറയുകയോ ഒക്കെ ചെയ്യുമ്പോൾ അറിയാമല്ലോ നോബി എവിടെ ഉണ്ടോയെന്നും വന്നിട്ടുണ്ടോയെന്നും വരുമോയെന്നും വീട്ടിലുണ്ടോയെന്നും പോകാറായോന്നും ഒക്കെ. അല്ലെ ഇപ്പം ഇവനോട് ചോദിക്കുക, ഏതാ മകൻ എന്നും ഈ എഡ്വിൻ എല്ലാ വെള്ളിയാഴ്ചയും 8:30 മണിക്ക് ഈ പെങ്ങന്മാർക്കും അമ്മയ്ക്കും വിളിക്കുന്ന എല്ലാ ഹോസ്റ്റലിൽ അന്നേരം ഫോൺ കൊടുക്കും. ഇല്ല, ഞാനും വിളിക്കുന്നില്ല, എനിക്കും വിളിക്കുന്നില്ല. എഡ്വിനെ വിളിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? എഡ്വിനെ വിളിക്കാൻ എൻ്റെ ഫോൺ നമ്പർ വരെയുണ്ട്. പക്ഷേ ഞാൻ ഒരു വക്കീൽ പറഞ്ഞ് വിളിച്ചോ കുഴപ്പമില്ല, വേണം ഇങ്ങോട്ട് 2 ദിവസം നിൽക്കാനൊക്കെ പറഞ്ഞതിന് ശേഷം എനിക്ക് കൂടി വേറൊരു പുള്ളി പറഞ്ഞു ഇപ്പം എഡ്വിനെ വിളിക്കാവോ? ഇപ്പം ഞാൻ വിളിക്കുന്നില്ല. ഞാൻ വിളിച്ചാൽ ഞാൻ ചോദിക്കുന്നത് ആഗ്രഹം ഞങ്ങൾക്ക് 2 പേർക്കുണ്ടെന്നേ. പക്ഷെ വിളിച്ചാലുള്ള കുഴപ്പമെന്നറിയോ, ഞാൻ ഫോൺ വിളിക്കുമ്പം അവൻ ആ ഫോണുമായിട്ട് ഇപ്പോൾ ചുങ്കം വീട്ടിലുണ്ടെങ്കിൽ നോബി അവൻ്റെ അടുത്തുണ്ടോ, ഉണ്ണി അടുത്തുണ്ടോ, അവൻ്റെ അപ്പനും അമ്മയും വല്യപ്പനും വല്യമ്മയും ഉണ്ടോ, അവരുടെ പ്രതികരണം എന്താണെന്നറിയാതെ ഫോൺ വിളിക്കരുതെന്നൊരു വക്കീലിനോട് പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഷാനവാസ് എന്ന് പറഞ്ഞ ഒരിക്കലും കൂട്ടി യോജിപ്പിക്കാനായിട്ട് ഇവർ നോക്കത്തില്ല. ഇതെല്ലാം തല്ലി തകർത്ത് 4 വഴിക്ക് വിടാൻ. ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ എന്റെ ഈ ഷാനവാസ് എന്തിനാ നമ്മുടെ കേസിലുണ്ടോ? തൊട്ടടുക്കാരനായില്ല. ഈ TP പ്രതിമാറിന്റെ കൂട്ടത്തിലുള്ള ജോയിന്റ് വക്കീലാണ്. വെറുതെ അല്ലേ അഡ്വക്കേറ്റന്മാരെല്ലാം ഇങ്ങനെ ഈ കെട്ടിത്തൂങ്ങും അതുപോലെ ആത്മഹത്യ ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവര് നല്ലൊരു മാർഗം ഇവര് പറഞ്ഞു കൊടുക്കുകയില്ല. പറ്റിയല്ലേ എന്റെ പൊന്ന് സഹോദര, വല്ല വളക്കുഴി കുത്താനും പോകും. നിങ്ങൾ ഈ പരിപാടി നിർത്തുക. ഞാൻ പറഞ്ഞ ഇപ്പൊ ഈ പോർത്താസീസ് 10 പശുവിനെ മേടിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് നഷ്ടം വരുമ്പോൾ ആ രീതിയിലെങ്കിലും പറഞ്ഞ് നിങ്ങൾ കെട്ടിത്തൂങ്ങി ചത്തു കഴിഞ്ഞാൽ ജനങ്ങൾ അംഗീകരിക്കും നിങ്ങളെ.
അപ്പം ഞാൻ പറഞ്ഞ ഈ ഈ ഇവരുടെ ആഫീസിൻ്റെ തൊട്ട് ആ ബിൽഡിങ്ങിൻ്റെ തൊട്ടടുത്തുള്ള ബിൽഡിങ്ങിൻ്റെ താഴത്തെ മുറിയിലാണ് ഈ അവർ കൊടുത്തിരിക്കുന്ന വക്കീലിൻ്റെ ഓഫീസ്. ഇവർ സ്ഥിരം കാണുന്നവരും കോടതി അവരെല്ലാം, കാരണം ഈ വക്കീലന്മാരെല്ലാം ഭയങ്കര ക്ലോസ് ആണേ. അവരങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ ഈ ഞാൻ പറഞ്ഞ ഫാമിലി കോർട്ട് പോലെ അങ്ങനെ ഈ സിവിൽ കേസുകളുടെ പരിപാടി ഇങ്ങനെയാണ്. കാരണം പുറത്ത് വെച്ച് എങ്ങനെയാണ് കോംപ്രമൈസ്. ഒരു കാര്യം മനസ്സിലായി, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ അഡ്വക്കേറ്റന്മാർ മരിച്ചു കഴിഞ്ഞാൽ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പട്ടി പോലും തിരിഞ്ഞു നോക്കിയാണെന്നുള്ള കാര്യം ജനങ്ങൾക്ക് ഇപ്പം മനസ്സിലായി. കാരണം ഓരോ കഴിഞ്ഞ പ്രാവശ്യം ഒരു ഹൈക്കോടതി അഡ്വക്കേറ്റ് ജിസ്മോയുടെ കാര്യമല്ല കേട്ടോ പറഞ്ഞത്, അതല്ലാതെ വേറൊരു അഡ്വക്കേറ്റ് മരിച്ചിട്ടുണ്ട്, പേരും പറയുന്നില്ല. ഇത് തന്നെയാണ് അവസ്ഥ. ഈ പിടിച്ചു പറിക്കുക, കുട്ടനാടിനെ തമ്മിൽ കൂട്ടിയിടിപ്പിച്ചിട്ട് ഈ ചോര കുടിക്കുന്ന ചെന്നാട് സ്വഭാവമാണ്. ഈ നാട് നന്നാകണം, അതായത് മറ്റുള്ളവർക്ക് ഇത് പ്രഷർ കൊടുക്കുക. നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ ഇടുത്തിയായിട്ട് വന്ന് വിടുകയുള്ളൂ. ഇതുപോലെ തന്നെ ഈ കാരണന്മാർ, ഇത്രയും പ്രായമുള്ള കാരണന്മാരുണ്ട്. കുട്ടിയുടെ ഹസ്ബൻഡ് അവധിക്ക് വന്ന സമയത്ത് ഹസ്ബൻഡിനെ വരുത്താനായിട്ട് ഈ കോടതിയിൽ നിന്ന് ഒരു ഓർഡർ ഇട്ടിട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് അവനെ കോടതി സബ്മിറ്റ് ചെയ്തായിരുന്നെങ്കിൽ, ഹാജരാക്കിയായിരുന്നെങ്കിൽ ഈ ഷൈനിക്ക് ഈ ദുരന്തം വരികയില്ലായിരുന്നു. പിന്നെ അതന്നെ, അത് ഞാൻ അതുവേണ്ടി ഷൈനിയും ഞാനും ഇന്നപോലെ അവൻ നോബി നാട്ടിൽ വന്നിട്ടുണ്ടെന്നും ഇന്ന ദിവസം തിരിച്ചു പോകും ഇപ്പോൾ ഇവിടെ സ്ഥലത്തുള്ളതെന്നൊക്കെ പറഞ്ഞാന്നേ. അന്നേരം അവരെന്നാ ചെയ്തു, അവർ അനിയനെ പവർ ഓഫ് അറ്റോർണി കൊടുത്ത് വക്കീലിനെ വെച്ചു. അവൻ വരാതെ. സിവിയാണ് പവർ ഓഫ് അറ്റോർണി. അവന് അനിയൻ നല്ല പവർ കിട്ടും. സത്യം പറയാം, എൻ്റെ പൊന്നെ സിവിയെ, നിനക്ക് എത്ര നാൾ ഈ പവർ ഉണ്ടെന്ന് നീ കണ്ടറിയണം. കാരണം നീ ഈ കണ്ണീര്, ഇവരുടെയൊക്കെ കണ്ണീര് വീഴ്ത്തിയിട്ട് ഇനിയും നീ അയൽവക്കംകാരനെ, നീ ടിജുവിനെ നീ കണ്ണീരിൽ ആഴ്ത്തി. ഇനിയെങ്കിലും നിന്റെ പവർ ഒന്ന് കുറയ്ക്കുക. നീ സാധാരണക്കാരനായിട്ടൊരു മനുഷ്യനായിട്ട് നീ ഭൂമിയിലേക്ക് ഇറങ്ങി നിൽക്കുക. നിന്റെ പവർ കുറയ്ക്കുക. നിന്റെ ചേട്ടൻ എവിടെയാ? ഇവൻ എവിടെയൊന്നും അറിയാമോ? ബോബി എവിടെയൊന്നും അറിയാമോ? എനിക്കറിയത്തില്ല. നമ്മ ആൾക്കാർ ഇങ്ങനെ പറയുന്നല്ലേ, തിരുതേക്കുന്നതിലുണ്ടെന്നും ഒളിച്ചിരിക്കുവാന്നും കോട്ടയരമനയിലുണ്ടെന്നും ഒക്കെ ഓസ്ട്രേലിയയിൽ നിന്ന് പോകുന്നതും ഒക്കെ ആൾക്കാർ പറഞ്ഞു കേൾക്കുന്നല്ല, നമുക്കറിയാം. ഇവനെ കാണുന്നതിന് ഭദ്രമുളക് ആൾക്കാർക്ക് ഓർമ്മ തന്നെ എല്ലായിടത്തുനിന്നും ഇട്ട് പോയിക്കുക. എവിടെയാ കുഴി കുത്തിയാണോ ഒളിച്ചിരിക്കുന്നതെന്ന് ഇന്നാൾ പറഞ്ഞ ആ ഓശാനയുടെ ഞായറിൻ്റെ അന്ന് ഏതാണ്ട് തെങ്ങിൻ്റെ മുകളിൽ കയറിയിരിക്കുകയാണ്. കാരണം ഈ ഓശാന ഞായറാകുമ്പോൾ പുള്ളിക്ക് കുരുത്തോല കൊടുത്തു കഴിഞ്ഞാൽ ഒരു സമാധാനമുള്ളൂ. പറ്റിയില്ലല്ലോ, അത് കാരണം തെങ്ങിൻ്റെ മുകളിൽ കയറിയിരിക്കുകയാണ് കേട്ടെ. എന്തൊരവസ്ഥയാണ്. ബെന്നി സാറിന്റെ കാര്യം എന്നിട്ട് എമൗണ്ട് മുടക്കാൻ കഴിയാന്നുള്ള കാര്യം പപ്പ പറഞ്ഞെന്നുള്ള കാര്യം. അങ്ങനെ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു ഓപ്ഷൻ എൻ്റെ മകളെ കെട്ടിയൊന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ പറഞ്ഞത് അതായത് നമ്മൾ ഇവിടെ അടക്കണമെന്ന് പറഞ്ഞ് ഞാൻ ശനിയാഴ്ച രാവിലെ വിചാരിച്ചതിനായിട്ട് പറഞ്ഞു. അപ്പോൾ ഈ മുമ്പേ പറഞ്ഞു വെച്ചില്ലേ, അതായത് പിന്നെ പാരിഷ് ഹാളിനകത്ത് കൊണ്ട് ബോഡി വെക്കാമെന്ന്, എന്നിട്ട് 3 മണിക്ക് ഇറക്കാമെന്ന് പറഞ്ഞ് ഈ പാരിഷ് ഹാളിലേക്ക് 3 മൊബൈൽ മോർച്ചറി കയറ്റാനും ഇറക്കാനും ഒക്കെയുള്ള ബുദ്ധിമുട്ട് സ്റ്റെപ്പ് പിടിച്ചോണ്ട് പോകാം. അപ്പോൾ അതുകൊണ്ട് അച്ഛൻ പറഞ്ഞു മോണ്ടനം പോലെ നമുക്ക് പെരുന്നാളിനൊക്കെ ഇടുന്ന പോലെ അങ്ങ് പന്തലിട്ടേക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഉടനെ പള്ളിയിൽ നിന്ന് ഇറങ്ങി എൻ്റെ വൈഫും കൂടെ നിൽക്കുക. അച്ഛനോടും വിളിച്ചിട്ട് ഞാൻ എൻ്റെ രണ്ടാമത്തെ മാളെ കെട്ടിയെ വിളിച്ച് എന്നിട്ട് എൻ്റെ ഫോൺ ഞാൻ അച്ഛൻ്റെ കയ്യിലോട്ട് കൊടുത്ത് അവർ തമ്മിൽ സംസാരിച്ച് പറഞ്ഞു പന്തലിട്ടിടാൻ പറഞ്ഞപ്പോൾ എന്നാൽ അവനെന്നിട്ട് പന്തലിടാൻ കാറയിൽ പന്തലിടാനുള്ള ആൾക്കാരെയും കൂടെ കൂട്ടിക്കൊണ്ട് വന്നു. അന്നേരത്തേന് ഇപ്പോൾ ഇവിടെ ആ പന്തലിടാനുള്ള ആൾക്കാരെയും കൊണ്ട് വന്നപ്പോൾ ഉച്ചയായി, ശനിയാഴ്ച ഉച്ചയോടായി. ആ ഉച്ചയായപ്പോഴത്തേന് ഇവരുടെ തന്നെ, അതായത് ഈ സിബിയുടെ അമ്മാച്ചന്മാർ കൂടിയുണ്ട്, ഇടയാടിക്കാർ. സിബിയുടെ അമ്മായിയമ്മയുടെ ആങ്ങളമാരെ ഇടയാടിയിൽ 4 മൂത്ത പുള്ളി മരിച്ചു കഴിഞ്ഞ് 3 പേര് ജീവിച്ചിരിപ്പുണ്ട്. അവരുടെ മക്കളുമുണ്ട്. അതിലൊരു പുള്ളി ഫിലിപ്പ് എന്ന് പറഞ്ഞ പുള്ളിയാണ് ഇവിടുത്തെ 1ാം കൈക്കാരൻ. ഇപ്പോൾ ഇന്ന് കരുത്താസ് പള്ളിയിലെ, ഞങ്ങളുടെ പള്ളിയിലെ. വേറൊരു പുള്ളി പുറത്തച്ചടന്ന് 2ാമത്തെ കൈക്കാരനാണ്. അപ്പോൾ ആ പുള്ളി അന്നേരം പുള്ളി ഇവിടെ എവിടെ പന്തലിടാനായിട്ട് ഞങ്ങളല്ലേ ഇടുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആ പുള്ളി ആണ്ട് ഉറപ്പൊക്കെ കാണിച്ചു ഒച്ചയും വെച്ചാണ് ഈ ജേസണൊക്കെ അവിടെ നിന്ന് പോരുന്നത്. അപ്പോൾ എന്നിട്ട് അന്ന് ഉച്ച കഴിഞ്ഞപ്പോൾ ഈ ഞാൻ പറഞ്ഞേ വെള്ളിയും കഴിഞ്ഞ് ശനിയാഴ്ച ഉച്ച കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ മാറ്റങ്ങളായി. അന്ന് രാവിലെ ഈ പറഞ്ഞ പോലെ തൊടുപുഴ ചുങ്കം പള്ളിയിലും നമ്മുടെ പള്ളിയിലും വിളിച്ചു പറഞ്ഞത് അച്ഛൻ നോല് മരിച്ചെന്നും പിന്നെ തിങ്കളാഴ്ച രാവിലെ എടുത്തു വെക്കുമെന്നും പാരീഷുകാളിലാണെന്നും അടക്കുന്ന 3 മണിക്കാന്നൊക്കെ നമ്മുടെ ഈ ഇടവപ്പള്ളിയിലും ഇവിടുത്തെ അച്ഛനും വിളിച്ചു. അല്ല, ഇടപെടലുണ്ടായെന്ന് പറഞ്ഞാൽ അവിടുന്ന് ഈ പിന്നെ സിബിയുടെ ഭാര്യയും സിബിയുടെ മകളുടെ മൂത്ത മകനും കൂടെ കൂടി ചേന്നാക്കുഴി അച്ഛൻ്റെ വികാരി അച്ഛൻ്റെ അവിടെ പള്ളിയിൽ ചെന്നിട്ട് എൻ്റെ അമ്മേനെയും മക്കളെയും ഞങ്ങൾക്ക് കൂടെ കുടുംബക്കല്ലറയുണ്ടെന്നും എൻ്റെ അമ്മയെ ഇതുവരെ ഡൈവോഴ്സ് ആയിട്ടില്ലെന്നും അതാ നമ്മളെ പറഞ്ഞു ധരിപ്പിച്ചേ. ഡൈവോഴ്സ് ആകാത്ത കൊണ്ട് റൈറ്റ് ഭർത്താവിനും ജീവിച്ചിരിക്കുന്ന മകനുമാണ്. നമ്മൾ കേസ് നടക്കുന്നുണ്ടെന്നല്ലേ ഉള്ളൂ, കേസിന് തീരുമാനമൊന്നും ആയിട്ടില്ലല്ലോ. ഡൈവോഴ്സ് അപ്പടി കൊതുക് കയറി നമ്മൾ. ഞാൻ 5 മണി മുതൽ കഥ അടച്ചിരുന്നയാളാണ്. അത് നിങ്ങൾ വന്നുകൊണ്ട് അടച്ചിടാഞ്ഞുകൊണ്ട് പറ്റുക. അപ്പോൾ പുറവ് തുറന്നാണ് കിടക്കുന്നത്. തുറന്നിട്ട് അപ്പോൾ അവിടെ എഡ്വിനെയായിട്ട് എന്ന് ചോദിച്ചിരിക്കുന്നത് കൊണ്ട് എൻ്റെ മകളെ കെട്ടി എന്നോട് പറഞ്ഞതുപോലെ അവരിപ്പം പെട്ടിരിക്കുക. എഡ്വിനും പിന്നെ നോബിയുടെ അനിയനും ഭാര്യയും കൂടെ ചെന്ന് അച്ഛൻ്റെ ഇരിക്കിച്ചെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ഇതാണ്. തർക്കം പറഞ്ഞായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞു നമുക്ക് ഇവിടെ തന്നെ അടക്കാം. പക്ഷെ അന്നേരം എൻ്റെ മോൻ പറയുന്നത് അവർ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ വീട്ടുകാർ തമ്മിൽ സംസാരിച്ച് തീർക്കാൻ. അപ്പോൾ വീട്ടുകാർ തമ്മിൽ സംസാരിച്ചാൽ അവർ പറയും അവിടെ അടക്കണമെന്ന്, ഞാൻ പറയും ഇവിടെ അടക്കണമെന്ന്. തീരുമാനം ഉണ്ടായില്ല.
അപ്പം അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞു അവരുടെ അതായത് ഡൈവേഴ്സ് പെറ്റീഷൻ കൊടുക്കാതെയും ഡൈവേഴ്സ് ആകാത്തത് കാരണം അവിടുത്തെ വികാരിച്ചൻ തലേ ദിവസം പറഞ്ഞതെന്നറിയാം, അതായത് വെള്ളിയാഴ്ച എൻ്റെ കൊച്ചു മരിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞ് വെള്ളിയാഴ്ച രാത്രി ശനിയാഴ്ച വീണ്ടും ഈ ടൂഫാൻ തോമസ് അടക്കം അവിടുത്തെ നാട്ടിലുള്ള കുറേ ആൾക്കാരും പഞ്ചായത്തുകാരും എല്ലാം കൂടി 2 വണ്ടി ആൾക്കാർ ഇവിടെ രാത്രി വന്ന് 11:30 ഉണ്ട്. അപ്പോൾ അവർ പറഞ്ഞിട്ട് പോയ ഇവിടെ തലേ ദിവസം പറഞ്ഞിരിക്കുന്ന ഇവിടുത്തെ ഉള്ള അച്ഛന്മാരെല്ലാം കൂടെ വെള്ളിയാഴ്ച വൈകുന്നേരം തീരുമാനിച്ചു. അപ്പം അവിടുന്ന് എഴുത്ത് പോലും വേണ്ട, ഇവിടെ അടക്കാൻ തീരുമാനിച്ചു. അപ്പോൾ പിറ്റേ ദിവസമായപ്പം അവിടുത്തെ ഉള്ള പുള്ളിയുടെ എഴുത്ത് വേണമെന്നായി, മനസ്സിലായോ? എന്തെങ്കിലും കുട്ടികളൊന്ന് ഇവിടുത്തെ അച്ഛൻ പറയും. അപ്പം അവിടുത്തെ എഴുത്ത് തരാനായിട്ട് അച്ഛൻ ആവശ്യപ്പെട്ട് എഴുത്ത് വേണമെന്ന് പറയുകയാണെങ്കിൽ ഇങ്ങനെ ഒരു അവസരം വന്നപ്പോൾ അവിടുന്ന് ഒരു എഴുത്ത് മേടിച്ച് തരണമല്ലോ എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ അവരും പറയാം അത് നിങ്ങളുടെ വീട്ടുകാർ തമ്മിലും പള്ളിക്കാർ തമ്മിൽ ചെയ്യണം, ഞങ്ങൾ പറഞ്ഞാൽ കിട്ടിയത്. തലേ ദിവസം രാത്രി പറഞ്ഞ് അങ്ങോട്ട് വന്നേരം മേടിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അന്നേരം അവരും പ്ലാൻ മാറ്റി. അപ്പോൾ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പം നമ്മൾ ഡൈവേഴ്സ് ആയിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞപ്പം അവിടെ ഇറക്കണമെങ്കിൽ നമുക്ക് പക്ഷേ ആഴ്ച രാവിലെ ഇവിടെ എടുത്തുകൊണ്ട് വെച്ചിട്ട് ഇവിടെ കൂടുന്ന ആൾക്കാർ, കാരണം തിങ്കളാഴ്ച മരിച്ചിടക്കാണെന്നും മകളെയും പിള്ളേരെയും കൂടെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇതുകൊണ്ട് നമ്മൾ കാരിത്താസ് പള്ളിയുടെ മാരിഷാളി കൊണ്ട് വെക്കുമെന്ന് 3 മണിക്ക് അടക്കുമെന്നാണ് വെള്ളിയാഴ്ച വൈകുന്നേരം മുതൽ ചോദിച്ചവരോടെല്ലാം പറഞ്ഞിരിക്കുന്നത്. അതാ മൊത്തം ജനം തൊടുപുഴയുള്ള ആൾക്കാർ എന്നിട്ട് തൊടുപുഴയിൽ നിന്ന് 4-5 ബസ് വരെ ബുക്ക് ചെയ്തിരുന്ന അവർ വരാൻ വേണ്ടി, തിങ്കളാഴ്ച അടക്കത്തിന് വരാൻ വേണ്ടി. അപ്പോൾ അത് കഴിഞ്ഞ് ആ ശനിയാഴ്ച വൈകുന്നേരം വീട്ടിലും. അപ്പം ഞാൻ പറഞ്ഞു ഇതെല്ലാം മാറിപ്പോയില്ലേ, അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ ഇത്രയും പേര് കണ്ടു കഴിഞ്ഞിട്ട് കൊടുക്കാം. അപ്പം ഇപ്പം ഇവർ ഈ റൈറ്റ് പറയുന്നത് ഭർത്താവ് ജീവിച്ചിരിപ്പുണ്ടെന്നും ഭർത്താവ് പ്രതിയാണെങ്കിലും മകൻ ജീവിച്ചിരിപ്പുണ്ടെന്നും ഡൈവേഴ്സ് പെറ്റീഷൻ ആയിട്ടില്ലെന്നും ഡൈവേഴ്സ് ആകാത്തടത്തോളം കാര്യം റൈറ്റ് അവർക്കാണെന്ന് പറഞ്ഞപ്പം നമ്മൾ പിന്നെ അതിന് വാശിക്ക് ഞാൻ പോകണമെങ്കിൽ എൻ്റെ മകളെ കെട്ടിയവനും എൻ്റെ അളിയന്മാരും ഒക്കെ ചോദിച്ചും പറഞ്ഞാൽ അല്ലേ പിന്നെ നമ്മൾ തടിമല്ലിനാണ് പോകണ്ടേ. തടിമല്ലിന് പോയി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അതിന് അടുത്ത് സ്റ്റേ മേടിക്കാനോ അല്ലെ മുറക്കാട്ടുതാണ്ടിരിക്കെ പോകാനോ നമുക്ക് ഇവിടെ തന്നെ അടക്കുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇതിന് പോകണം. അന്നേരം നമ്മളിവിടെ മല്ല് കാണിക്കുമ്പോൾ അടുത്ത മല്ലും കൊണ്ട് അവർ പോകും. എൻ്റെ മകളുടെയും പിള്ളേരെയും നമ്മൾ കാരിത്താസി മോർച്ചറിയിൽ നിന്ന് എടുത്തിട്ട് ഇവിടെ കൊണ്ട് വെച്ചിട്ട് ഈ അടക്കുന്ന സമയത്ത് ഈ പ്രശ്നങ്ങളും സ്റ്റേയും കാര്യങ്ങളും കൂടെ വന്നാൽ നമ്മൾ പിന്നെ പുറത്തെടുത്ത് വെച്ചിട്ട് ഇവിടത്തേക്ക് നമ്മൾ അവിടെ വെക്കുന്നതുകൊണ്ട് മൊബൈൽ മോർച്ചറി ഒന്നും ഇടപാട് ചെയ്തിട്ടില്ല. ഇവിടെ കൊണ്ടുവന്ന് ശകലം നേരം കാണാൻ 1 മണിക്കൂറല്ലേ വെക്കുന്നുള്ളൂ, ആൾക്കാർ കണ്ട് തീരുമ്പോൾ വീട്ടാണ്. എന്നിട്ട് ഈ മൊബൈൽ മോർച്ചറി അവിടെ പാരീഷ് ഹാളിനകത്ത് കയറ്റി വെച്ചിട്ട് പിന്നെ പെട്ടി കൊണ്ടുപോയി അവിടെ കൊണ്ട് അതിനകത്ത് വെക്കാനാണ് തീരുമാനിച്ചത്. അപ്പോൾ അത് ആൾക്കാർ അങ്ങനെ അറിഞ്ഞു വെച്ചിരിക്കുന്നത്. അതിന് മാറ്റം വന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു അപ്പോൾ പിന്നെ നമ്മൾ ഈ വിവരം അറിയാനായിട്ട് ബാക്കി ഈ ചാനൽ വഴിയല്ലേ അറിയുന്നുള്ളൂ. അപ്പോൾ പിന്നെ പള്ളിയിൽ രണ്ടിലും വീണ്ടും വിളിച്ച് പറയണം, എന്നാലല്ലേ പറ്റുള്ളൂ. അപ്പോൾ ശനിയാഴ്ച രാത്രി ആയപ്പോൾ ഇങ്ങനെ തീരുമാനമായപ്പം അതായത് ഈ പിന്നെ എൻ്റെ മകളുടെയും പിള്ളേരുടെയും പിള്ളേരെയും ഈ നോബിയും ഈ അവകാശം പറയുന്ന മൂത്ത മകനും കൂടെ ഈ പെരയ്ക്കകത്ത് വരണം. ഈ വീട്ടിനകത്ത് വന്ന് അവരെ മാത്രമേ ഏൽപ്പിക്കുകയുള്ളൂ. പോലീസുകാർ വന്നാലോ ഈ സ്വന്തം അവരുടെ വീട്ടിലുള്ള ആൾക്കാരോ സ്വന്തക്കാരോ നാട്ടുകാരോ പഞ്ചായത്തുകാരോ ആര് വന്നാലും കുടിക്കില്ല. ആര് വന്നാലും ഈ എൻ്റെ മകളെയും 2 പിള്ളേരെയും കുടിക്കില്ല. അവകാശം പറഞ്ഞിരിക്കുന്നത് ഭർത്താവും ജീവിച്ചിരിക്കുന്ന മകനും കൂടി. അപ്പോൾ അതുകൊണ്ട് അവരും ഇവിടെ വന്ന് ഇത് ഏറ്റുവാങ്ങണം. അവരുടെ കൊടുക്കുകയുള്ളൂ, മറ്റുള്ളവരുടെ കുടിക്കുകയില്ല. പിന്നെ ഇത്രയും നേരത്ത് കാണുമോ ആ 2 ഓപ്ഷൻ മാത്രമേ ഞാൻ സമ്മതിച്ചുള്ളൂ, എൻ്റെ മകനെ കിട്ടിയവനും പറഞ്ഞിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഉണ്ടാക്കി പറഞ്ഞതാണ്. ക്യാഷ് സംബന്ധമായ പപ്പയ്ക്ക് ഇങ്ങനെ ഒരു കാര്യം സംസാരിക്കാൻ അറിയാം. കാരണം ഷൈനിക്ക് ജന്മം കൊടുത്തത് പപ്പയാണ്, ഷൈനിയുടെ തന്നെ പപ്പയാണത്. എന്താണെങ്കിലും അതിനെ കുറിച്ച് പപ്പ അറിഞ്ഞായിരുന്നു. ഇത് ഇങ്ങനെ ഒരു വാട്സപ്പിലൊക്കെ കണ്ടപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ കേട്ടു. നമ്മുടെ മരിച്ചടക്കം എല്ലാം കൂടെ കഴിഞ്ഞു കഴിഞ്ഞിട്ടല്ലേ ഓരോരുത്തർ പറഞ്ഞു കേട്ടാ ഞാനിതൊക്കെ അറിയുന്നേ. ബെന്നി സാർ പറഞ്ഞതാ ഞാൻ കേട്ടെ. ബെന്നി ഇല്ലിക്കൽ എന്ന് പറഞ്ഞ പുള്ളി കത്തോലിക്ക കോൺഗ്രസിന്റെ കൊറോണ പ്രസിഡൻ്റാണോ എന്ന് എന്തോ ഭാരഭാഗ്യ. ആ പുള്ളി പറയുന്ന വോയിസ് മെസ്സേജ് എന്നെ ഇവർ പിള്ളേർ എവിടെയുള്ളവരാരാണ് എന്നെ കേൾപ്പിക്കുമോ, ഞാൻ എൻ്റെ ഫോണെന്ന് കേട്ടെ. അപ്പോൾ അതിനകത്ത് പറഞ്ഞു തന്നപ്പോൾ ഞാനിവിടെ കണ്ടു ഈ പുള്ളി പകുതി കള്ളത്തിലാണല്ലോ പറയുന്നത്. അതാ പറഞ്ഞു. അപ്പോൾ പകുതി കള്ളത്തിലെന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ ഇത് മാത്രമേ ഉള്ളൂ. നോബിയും എഡ്വിനും കൂടെ ഇവിടെ വന്നാലേ ഷൈനിയും പിള്ളേരെയും കൊടുക്കുകയുള്ളൂ. ഞങ്ങൾ ഇവിടെ കൊണ്ട് വെച്ച് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് കാണുന്ന ആൾക്കാർ കണ്ടു തീരുമ്പോഴേ കൊടുക്കുകയുള്ളൂ. ഇത്രയും കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു അല്ലെങ്കിൽ പന്തലിടേണ്ട കാര്യമില്ല. കാരണം ഇവിടെ അടക്കുവാണെങ്കിലും പന്തലിടാൻ ഇവിടെ വെക്കുന്നില്ല. ഇവിടെ ഇതിനകത്ത് കയറ്റി വെച്ച് കഴിഞ്ഞിട്ട്
ഒരു ഒപ്പീസും ചൊല്ലി ഇവിടെ നിന്നുള്ള ആൾക്കാർ കണ്ടു കഴിഞ്ഞിട്ട് ഇത് വീണ്ടും അങ്ങോട്ട് പോകും. പിന്നെ പൊതുദർശനം 3 മണി വരെ ഉണ്ടല്ലോ. അപ്പോൾ ആൾക്കാർ അവിടെ വരുന്നവർ, ഇവിടെയുള്ള ആൾക്കാർ തിരിഞ്ഞു വരുന്നത്. കാരണം തലേ ദിവസത്തെ പരിപാടി ഇവിടെ വെച്ചിട്ട് നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകുമെന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നതല്ലേ. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോകുന്നില്ല, ഇത് ഇവിടുന്ന് ചുങ്കത്തിനാ കൊണ്ടുപോകുന്നുള്ളത് പിന്നെ എല്ലാവർക്കും പറ്റും അറിയത്തില്ലല്ലോ. ആരെങ്കിലുമൊക്കെ ഇപ്പോൾ ഈ ഇതുമായിട്ട് നോക്കി നിൽക്കുന്നവരോ അറിഞ്ഞ ആൾക്കാർ ആ ന്യൂസുമായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ഷൈനിൻ്റെയും പിള്ളേരെ ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പം ഇതുപോലെ നിങ്ങളന്ന് വന്നോ, ഇവിടെ വന്നോ, സിജി വന്നോടാ? അന്ന് ഇവിടെ വന്നപ്പോൾ ഇതുപോലെ എന്നാ പുരുഷൻ, അതായത് ആ 101 കവലം മുതൽ ഈ കാണാവുന്ന പറമ്പുകൾ മുതൽ ഈ പ്രദേശത്തൊന്നും ഒരു മനുഷ്യൻ പൊടിയിടാനിടയില്ല. ഇവള് അൺകോൺഷ്യസ് ആയിട്ട് ബോധം കെട്ടുപോയിട്ട് ഇവളെ കൊണ്ട് ആശുപത്രിയിൽ പോയത് പോലീസ് വണ്ടിയല്ല കൊണ്ടുപോയത്, വേറൊരു വണ്ടി ഈ ചിമുങ്ങ പോയല്ല, പൊടിയിട്ട തഴിയല അവർ കണ്ടില്ല. അപ്പം അതുപോലെ ജനം വന്ന് നിൽക്കുമ്പോഴത്തേക്കിന് അപ്പോൾ തലേ ദിവസം വന്നിട്ട് ഈ നമ്മൾ ഞായറാഴ്ചത്തെ തീരുമാനം ഇങ്ങനെ, ശനിയാഴ്ച രാത്രി ആയപ്പം ഇത് അവിടെയാണ് നടക്കുന്നതെന്നും ഇവിടെ തിങ്കളാഴ്ച രാവിലെ എടുത്തുകൊണ്ട് വെച്ചിട്ട് ഇത്രയും കാണുകയുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ നോവിയും ചെറുക്കനുകളും വരുമ്പോൾ പിള്ളേരെ അവിടെ ഏൽപ്പിക്കുന്നു. അങ്ങനത്തെ കാര്യമാണ് അത്. അങ്ങനെ ആ ഒരു കാര്യം മാത്രമേ തിരിഞ്ഞു. അല്ലാതെ ഇപ്പം ഞാൻ എൻ്റെ മകളെയും പിള്ളേരെയൊക്കെയും പിന്നെ ഈ 9 മാസം ഞാനിവിടെ അങ്ങനെയാണ് ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ ചോദിക്കും. അപ്പോൾ അതിനകത്തിട്ട് വെല്ലിയിലേക്കും പറയുന്നതിൻ്റെ പന്തലിടുന്നതിൻ്റെ പിന്നെ ഞാൻ ആ വോയിസ് കേട്ടതാണ് പറയുന്നത് കേട്ടോ. അതായത് മെഡിക്കൽ കോളേജ് പോലീസ് മോർച്ചറിയിൽ നിന്ന് കാരിത്താസിലേക്ക് കൊണ്ടുവന്നു, കാരിത്താസിൽ ഇവിടെ കൊണ്ടുവന്നതും ആ നേരം വരെയുള്ള ചെലവ് കാശ് 40 ലക്ഷം ചോദിച്ചു, 40,000 ചോദിച്ചു, അങ്ങനെയാണ് തുകയെന്ന്. അപ്പോൾ ആ പറഞ്ഞത് 101% കള്ളത്തരം. അത് സഭ പറഞ്ഞു അല്ലോ എവിടുന്നോ ഉണ്ടായ ഒരു ഫ്രോഡ് പരിപാടിയാണെന്ന് എനിക്ക് മനസ്സിലായി. അതെ, അത് ആരോ ബുദ്ധിപൂർവ്വം ചെയ്തൊരു പരിപാടിയാണ്. കാരണം ഞാൻ ചോദിക്കുന്നത്, ഞാൻ എൻ്റെ മകളെ അവിടുന്ന് ഇവൻ തല്ലി പുറത്തിറക്കിയെന്നും എൻ്റെ മകൾ എന്തേലും ഏത് ഇങ്ങനെ ഒരു വാക്ക് പോലും പപ്പ ആരോടും പറഞ്ഞിട്ടില്ലല്ലോ. പപ്പയുടെ ഒരു വോയിസ് പോലും ജനങ്ങളിലേക്ക് എത്തിക്കാതെ, പപ്പയുടെ ഒരു വാക്ക് പോലും ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ ഈ ബെന്നിക്ക് എങ്ങനെ ഇത് പറയാൻ ധൈര്യം വന്നേ? ഈ ബെന്നിക്ക് അരിത്രം പറയാനായിട്ട് ധൈര്യം? ബെന്നിക്ക് പിന്നെ കോട്ടയം രൂപതയിൽ എവിടുന്നോ അച്ഛന്മാർ വഴിയോ നമ്മുടെ സഭയുടെ ഏതെങ്കിലും നേതൃത്വത്തിൽ നിന്ന് പുള്ളിയെ കൊണ്ട് പറയിപ്പിച്ചതാണ്. ഉറപ്പുള്ള 101%. പുള്ളി എന്നിട്ട് ആ കൂട്ടത്തിൽ ചേന്നാക്കുഴിയച്ചനെ നന്നാക്കുന്നതും കൂടി ഉണ്ട്. പുള്ളിയുടെ ഭാഗത്തുനിന്ന് ഒരു കുഴപ്പമില്ല, പുള്ളി ചെയ്യേണ്ടതൊക്കെ ചെയ്തു. ഈ ബെന്നി സാറെന്ന് പറഞ്ഞ ആള് ഇന്നോവയുടെ കള്ളു കമ്പനിയിലെ ഒരു മെമ്പറാ. അതെ, അതുകൊണ്ടല്ലേ ബെന്നി സാറേ എന്ന് വിളിക്കുന്നത്. ഞാൻ ഇതിന് വർഷങ്ങൾക്ക് മുമ്പ് കേട്ടിട്ടുണ്ടെന്നേ. അപ്പൊ ആ ആത്മാർത്ഥതയാവാൻ പാടില്ലേ? ഞാൻ പറഞ്ഞ ഈ ബെന്നി സാറിന്റെ വോയിസ് മെസ്സേജ് നമ്മുടെ മക്കളുടെ ശവാടക്കും എല്ലാം കൂടെ കഴിഞ്ഞിട്ട് എന്നാ 2 ദിവസം കഴിഞ്ഞിട്ട് അങ്ങനെയാവട്ടെ ഞാനിത് യൂട്യൂബിനകത്ത് അങ്ങനെ വെച്ച് ഞാൻ കേട്ടു. അപ്പോൾ കേട്ടപ്പോഴേ ഞാൻ എൻ്റെ ഭാര്യയോടും അന്നേരം എൻ്റെ അരികം ഉണ്ടായിരുന്നോടും പറഞ്ഞു, ഇതൊരു ഭയങ്കര കള്ളത്തരാണല്ലേ പറയുന്നത്. ആ പുള്ളി പറഞ്ഞ അതായത് തലേ ദിവസം അതുപോലെ തന്നെ പുള്ളി പറഞ്ഞു തന്നിട്ടാ. പുള്ളി ശനിയാഴ്ച 9:30 ആയപ്പോഴാണ് അറിഞ്ഞതാണ്. എൻ്റെ മകള് രാവിലെ മരിക്കുന്നത് വെള്ളിയാഴ്ച 5:30 ആയപ്പോഴാണ് അവിടെ മരിക്കുന്നത്. ഈ മരിച്ചു അതായത് കൺഫേമായി ചാനലുകളിൽ ന്യൂസ് വന്ന് അവിടെ കഴിഞ്ഞപ്പം അവിടെ കപ്പവാട്ടും വെള്ളം കുടിയെല്ലാം ഭയങ്കര പരിപാടിയുണ്ട് അവിടെ വന്നു. അത് കഴിഞ്ഞ് ഈ പുള്ളി ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന വീണ്ടും നിങ്ങൾ കേട്ട് നോക്കൂ. ശനിയാഴ്ച 9:30 ആയപ്പം കേട്ടെന്നും അത് കഴിഞ്ഞ് പുള്ളി കാസർഗോഡിനെങ്ങാണ്ട് പോയെന്നും പിന്നെ വിളിച്ചപ്പോഴത്തേനും പ്ലാൻ മാറിയെന്ന് പറഞ്ഞെന്നും ഒക്കെയാണ് പറഞ്ഞത്. ഈ 2 പള്ളിയിലും ശനിയാഴ്ച രാവിലെ വിളിച്ചു പറഞ്ഞത്, ചാന്നാക്കുഴിയച്ചൻ അവിടെയും വിളിച്ചു പറഞ്ഞ് ഞങ്ങളുടെ പള്ളിച്ചൻ ഇവിടെയും പറഞ്ഞതാണ് ശനിയാഴ്ച രാവിലെ. ആ ശനിയാഴ്ച രാവിലെ കഴിഞ്ഞിട്ട് ഞായറാഴ്ച ആയപ്പം 2 സ്ഥലത്തെയും ആ പറച്ചിലിന് മാറ്റം വന്നു. കാരണം ഇവിടെ നടക്കുന്നു എന്നുള്ളത് അവിടെ ആക്കിയില്ലേ. എന്നപ്പോൾ ഇവിടുത്തെ അച്ഛനൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് പള്ളിയിലുള്ള ആൾക്കാർക്കൊന്നും മനസ്സിലായി പോലുമില്ല. അപ്പോൾ ഒരു ഉരുണ്ട കളിച്ചുള്ള ഒരു വർത്താനം പറഞ്ഞ് അപ്പം ഈ 2 കാര്യമുള്ളൂ. അല്ലാതെ ഞാൻ ചോദിക്കുന്നത്, ഞാൻ എൻ്റെ മകളെ ഈ 9 മാസം 2 പിള്ളേരെ ഇവിടെ കൊണ്ടുവന്നു. ഈ കണക്കൊന്നുമല്ല പറയുന്നത്. കാരണം ആ പിള്ളേരെ CBSE-യുടെ ഇതിലെ 2 പിള്ളേരെ CBSE സ്കൂളിലെ ക്യാപിറ്റേഷൻ അവർ കൊടുത്ത്, ഫീസുകൾ കൊടുത്ത്, യൂണിഫോം കൊടുത്ത്, പുസ്തകങ്ങൾ മേടിച്ച്, ബാക്കി എല്ലാ കാര്യങ്ങളും നടത്തി. എൻ്റെ മകളെ ഞാൻ ഈ മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞ് RN NCLEX എന്ന് പറയുന്നത് പഠിക്കാൻ വേണ്ടി ഓൺലൈനിൽ കൂടെ 4 മാസം 5 മാസം അതിൻ്റെ പൈസകളെല്ലാം അടച്ചുകൊണ്ടിരുന്നു. അതുപോലെ വൈഫൈ എടുത്ത് കൊടുത്ത് അവിടെ നെറ്റ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നെറ്റ് തീർന്നു പോയാൽ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു 47,000 45,000 ആയിട്ട് 90,000 രൂപ RN NCLEX അടയ്ക്കുന്നതിന് 2 പ്രാവശ്യമായിട്ട് ആംത്രസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട്. ആ ഏജൻസി വഴി കടുത്തുരുത്തിയിലെങ്ങാണ്ട എൻ്റെ ഭാഗം അതുവഴി പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ഫീസ് അടച്ചിട്ടുണ്ട്. പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ഡേറ്റ് എടുത്താൽ മതി. മറ്റേ ഈ പഠിക്കുന്നതിന് ഓൺലൈനിൽ കൂടിയുള്ള ഫീസുകൾ വേറെ 5,000 10,000 ഒക്കെ പലപ്പോഴായിട്ട് ഈ 3-4 മാസം വേറെ ഒത്തിരി പൈസ അടച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും ചെയ്ത് എൻ്റെ മകൾക്ക് ഒരു കുഴപ്പമില്ല. മകൾ പിന്നെ ഇവിടെ നിന്ന് ഈ
4 മാസം ഈ തൊട്ടടുത്ത് ജോലി തന്നെന്ന് പറഞ്ഞില്ലേ, ജോലി തന്നിട്ട് ആ പുള്ളി അവിടെ നിന്ന് 4ാമത്തെ മാസം ഞാനിവിടെ ഒരു റോസാമിസ്റ്റിക്ക എന്ന് പറഞ്ഞ തൊട്ടടുത്തുള്ള ഈ സ്ഥാപനം ഇല്ലേ, ആ സ്ഥാപനത്തിൽ ജോലി വൃദ്ധസദന. അതെ, അത് ഈ 2018 തുടങ്ങിയതാണ്. അത് ഞാൻ ഈ വീട് വന്ന് മേടിക്കുന്നത് 2005 ഏതാണ്ട് 2012 ആ പുള്ളി അത് വന്ന് മേടിക്കുന്നത്. ഈ ബെന്നി സാറിനെ അവർ നേരത്തെ കണ്ടിട്ടുണ്ടോ? ബെന്നി സാറിനെ കണ്ടതായിട്ടൊരു ഓർമ്മ എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ചുങ്കം വീട്ടിലൊക്കെ ചെന്നപ്പോഴത്തേക്കിന് എൻ്റെ 1-2 അവരുടെ കൂട്ടത്തിൽ ഈ നോബിയുടെ കൂടിയോ കാരണവരുടെ കൂടെയൊക്കെ ഞാനും മദ്യപിച്ചിട്ടൊക്കെ ഉണ്ട്. ഒരു പ്രാവശ്യം ഒരു പെരുന്നാൾ കൂടാൻ ചെന്നിട്ട് ഈ ബോബിയച്ചൻ എന്നെ അവിടെ നിന്ന് ഇറക്കി വിട്ടായിരുന്നു. അതെന്തിനായിരുന്നു? ഇത്രയും വീട്ടിൽ പോകുന്നുണ്ടോ? വീട്ടിൽ പിന്നെ അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ മക്കളും ഈ അമ്മയും കൂടെ കൂടി ഈ കാർന്നവരെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടായിരുന്നു. എന്നിട്ട് ഇപ്പോൾ ഉണ്ണി താമസിക്കുന്ന പഴയ വീട്ടിൽ ആ പുള്ളി വേലക്കാരത്തിയും വെച്ചുകൊണ്ട് താമസിക്കുമായിരുന്നു മാസങ്ങളോളം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഈ പുള്ളി ഞങ്ങൾ തിരിച്ചു കൊണ്ടുവന്നിട്ട് ഒരു പെരുന്നാൾ കൂടാൻ അങ്ങാണ്ടി വന്നപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് കഴിച്ചുകൊണ്ട് ഈ പുള്ളി ഈ ചരിത്രമായിട്ട് എന്നോട് പറയുക. അപ്പോൾ അവർക്കത് ദഹിച്ചില്ല. അച്ഛനും അനിയനും പെമ്പറനോത്തിക്കൊന്നും ദഹിച്ചു. അന്നേരം അച്ഛൻ പറഞ്ഞു, കുടുംബക്കാർ വന്ന് ഇവിടെ ഇരുന്ന് പറയണ്ട, ഞാനും 2 അടിച്ചിട്ടുണ്ടല്ലോ, നിങ്ങൾ 2 പേരും കൂടെ കൂടി ഇതൊന്നും പറയണ്ട, പോകുന്നുണ്ടെ വീട്ടിൽ പോകാൻ പറഞ്ഞു. ഇപ്പം നമുക്ക് ബെന്നി സാറിന്റെ കാര്യം നോക്കാം. ഈ ബെന്നി സാർ ഈ പറഞ്ഞത് കേട്ടപ്പോൾ അപ്പച്ചന് എന്താ തോന്നിയത്? അപ്പോൾ എനിക്ക് തോന്നിയത് ഇത് എവിടുന്നോ സഭയുടെ ഭാഗത്തുനിന്നോ ബുദ്ധിയുള്ള ആൾക്കാർ ഏതെങ്കിലും രീതിയിൽ നമ്മളെ താറടിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു കൊടുത്ത് പറയിപ്പിച്ചതാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാവും. കാരണം ഞാൻ ചോദിക്കുന്നേ, ഞാനോ എൻ്റെ മകളെ കെട്ടിയോനോ ഈ ബെന്നി സാറുമായിട്ട് സംസാരിച്ചിട്ടില്ല. പിന്നെ പോയിട്ട് അവിടെ നിന്നുള്ള ന്യൂസ് കിട്ടുന്നത് ഈ ഉണ്ണിയോ അനൂപോ ആരെങ്കിലും ആയിരിക്കും എൻ്റെ മകനുമായിട്ട് ഇളയ 2ാമത്തെ മകളെ കെട്ടിയതിനുമായിട്ട് ഈ കാര്യങ്ങൾ സംസാരിച്ചത്. മകളുടെയും പിള്ളേരെ അങ്ങോട്ട് കൊണ്ടുപോകണമെന്നും അവിടെ അടക്കണമെന്നും ജീവിച്ചിരിക്കുന്ന മകനുണ്ടെന്നും അവൻ്റെ പെങ്ങളെ അമ്മമാരെ അവർക്ക് കുടുംബക്കല്ലറ ഉണ്ടെന്നും അവിടെ ഇറക്കണമെന്നുള്ള റൈറ്റ് ആവശ്യപ്പെടുന്ന വികാരിച്ചോട് ചെന്ന് ആവശ്യപ്പെടുന്ന അനുസരിച്ചാണ് നമ്മുടെ തീരുമാനം മാറുന്നത്. അപ്പോൾ പിന്നെ ഞാൻ മസിൽ പിടിച്ച് തടിമല്ലുണ്ടാക്കിയിട്ട് ഇനിയിപ്പം ഞാനിപ്പോൾ ഇത് സംബന്ധിച്ച് നമ്മുടെ അച്ഛൻ എഴുതു വേണമെന്ന് പറഞ്ഞിരിക്കുന്നു. ഇവരച്ഛന്മാരെല്ലാം കൂടെ ബോബിയച്ഛനടക്കം, ബോബിയച്ഛനും ചേന്നാക്കുഴി അച്ഛനും പ്രസന്ന ഇടുന്നാരിയും കാരിദാസിൻ്റെ ഡയറക്ടറും ഈ കോട്ടയത്തിരിക്കുന്ന ആനിമൂടം മുതൽ മൂലക്കാട്ട് പിതാവ് അടക്കം എല്ലാം, മൈക്കിൾ വെട്ടിക്കാട്ടടക്കം എല്ലാം, ഇവരെല്ലാവരും കൂടി ഇത് ആലോചിച്ച് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കാണും. ഇവർ പറഞ്ഞിട്ടേക്കാം. അപ്പം ഞാൻ പിന്നെ ഈ തടിമല്ലുമായിട്ട് അങ്ങോട്ട് ചെന്നാൽ അവിടെ നിന്ന് കിട്ടിയല്ല, അല്ലെ പിന്നെ ഞാൻ അടുത്തത് സ്റ്റേയിക്കുമ്പോൾ ഇത് ഇവിടെ അടക്കാൻ. അപ്പം എൻ്റെ മക്കളുടെ ഈ ഇളയം കൊണ്ട് ഞാൻ പുറത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന ഈ ബെന്നി ഇല്ലിക്കൽ എന്ന് പറഞ്ഞ പുള്ളി പറഞ്ഞത് ഞാൻ പറഞ്ഞില്ലേ, അതായത് ഈ ഞങ്ങൾ പൈസ ചോദിച്ചെന്നും പൈസ മേടിച്ച് കൊടുത്തെന്നൊക്കെ പറയുന്നത് 101% കള്ളത്തര. ഞാനോ എൻ്റെ 2ാമത്തെ മകളെ കിട്ടിയവനോ അങ്ങനെ പൈസ ചോദിച്ചിട്ടില്ല, ചെലവിൻ്റെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ആ ഒരു കാര്യം ഇവിടെ മിണ്ടേണ്ട കാര്യമില്ല. കാരണം അതെല്ലാം കൃത്യമായിട്ട് ഇവിടെ ചെയ്തുകൊണ്ടായിരിക്കുന്നത്. അതിന് ഒരാളുടെ സഹായം ഇവിടെ ആവശ്യമില്ല. ഒരാളിൽ നിന്ന് പൈസ മേടിക്കേണ്ട കാര്യമില്ല. ഞാൻ ഈ 9 മാസം കൊണ്ടുവന്നിട്ട് എൻ്റെ മകളെയും എൻ്റെ മകളുടെ പിള്ളേരെയും ഞങ്ങളെ കൊണ്ട് മാക്സിമം എൻ്റെ മക്കൾ ബാക്കിയുള്ളവർ ഞാനും ഇവളും ഒക്കെ ആയിട്ട് എല്ലാം നോക്കി, ഒന്നിനൊരു കുഴപ്പമില്ല. അപ്പോൾ പിന്നെ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായി. എൻ്റെ മകളും പിള്ളേരും കൂടെ ഈ സൂയിസൈഡ് ഇൻസിഡൻറ്റ് ഉണ്ടായി. ഈ മകളെയും പിള്ളേരെയും കൂടെ വെച്ചുകൊണ്ട് വില പറയാനൊരു മനസ്സ് എനിക്കില്ല. ഞാനങ്ങനെ ചോദിച്ചിട്ടില്ല, ഞാനും ചോദിച്ചിട്ടില്ല, എൻ്റെ 2ാമത്തെ മകളെ കെട്ടിയൊന്നും ചോദിച്ചിട്ടില്ല. അവരിത് പറഞ്ഞപ്പോൾ നമ്മുടെ ആകെപ്പാടത്തെയുള്ള നമ്മുടെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ കൊണ്ടുവന്ന് മകളെയും പിള്ളേരെയും കൂടെ ഇവിടുന്ന് മോർച്ചറിയിൽ നിന്ന് എടുത്ത് ഇവിടെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അത് ഇവിടെ വരുന്ന ആൾക്കാർ കണ്ടു തീരുന്ന മുറയ്ക്ക് നോബിയും എഡ്വിനും കൂടെ വന്ന് നമ്മുടെ പെരയ്ക്കകത്ത് വരണം. കാരണം ഇങ്ങനെയാണ് 3 മോളെയും പിള്ളേരും കൂടെ വെച്ചിരുന്നത്. അപ്പം അവൻ്റെ കയ്യിൽ അവൻ തന്നെ വന്ന് അതിനകത്തും ഇവിടെയുള്ളവർ വാശി പിടിച്ചായിരുന്നു. കാരണം ഷൈനിയെ തന്നെ അവൻ മേടിക്കണം നോബി എന്ന് പറഞ്ഞു. പക്ഷേ ഷൈനി നടുക്കും പിള്ളേർ 2 പേരും അപ്പുറയായിട്ട് ഇവിടെ പെട്ടി വെച്ചിരുന്നത്. ഈ ആളും ഇവിടെ പൂട്ടിയിടാൻ ഇടയില്ല. അപ്പോൾ പോലീസുകാരൂടെ സഹായിച്ചിട്ട് ഒരു പെട്ടി അവിടുത്തെ തിരിച്ചു പിടിക്കും, ഇത് അവനെ അടുപ്പിക്കാമെന്ന് പറഞ്ഞപ്പം ഇവിടുന്ന് കൂടെ തള്ളലും എല്ലാം കൂടെ വന്നു കഴിഞ്ഞപ്പം ഈ ആദ്യം എടുത്ത ഒരു കൊച്ചിൻ്റെ പിന്നെ ആദ്യം പോലീസുകാരോട് കൂടി അവൻ എടുത്തുകൊണ്ട് പോകുന്നത്. 2ാമത് വീണ്ടും അവനവിടെ വണ്ടിയെ കയറിയിരുന്ന വേണം വരാതിരിക്കാൻ വന്നപ്പം ആൾക്കാർ പുറത്ത് കിടന്ന് വയറിൻ്റെ വെള്ളം ഉണ്ടാക്കിയിട്ട് വീണ്ടും പോലീസുകാർ അവനെയും കൂടെ കൂട്ടിക്കൊണ്ട് പോകുന്നു. പിന്നെ പോലീസുകാരും നോബിയും പിള്ളേരും ഒക്കെ പിടിച്ചിട്ടാണ് ഷൈനിയും അടുത്ത പെട്ടികയിൽ എടുത്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങൾ നമ്മളവിടെ നടന്നുള്ളൂ. അപ്പം ഞങ്ങളുടെ തീരുമാനം എന്താണെന്നറിയോ, ഈ
തലേ ദിവസം വാസവൻ ഇതുപോലെ വന്നിട്ട് ഈ സെറ്റ് ചെയ്തിരുന്നു. വാസവൻ്റെ കൂടെ 2 പേരും കൂടെ വന്ന് ഞായറാഴ്ച പുള്ളി കോട്ടയത്ത് വരുള്ളൂ. അന്ന് പിറ്റേ ദിവസം പുള്ളിക്ക് തിരുവനന്തപുരത്തിന് പോകണ്ട. അപ്പോൾ ഈ വിവരം അറിയുക എന്നോട് ചോദിക്കും, ഇതുപോലെ ഈ കസേര ഇരുന്നുകൊണ്ട് ഞാൻ പുള്ളിയോട് സംസാരിച്ച്, സാറേ നാളെ ഇവിടെ ഭയങ്കര വയലൻസ് ആയിരിക്കും, നമ്മൾ കാരിത്താസ് പള്ളിയിൽ അടക്കാൻ ആദ്യം പ്ലാൻ ചെയ്ത്, അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അവർ റൈറ്റ് പറഞ്ഞ കാരണം തൊടുപുഴയിട്ട് അടക്കം മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ആൾക്കാരെല്ലാം കൂടെ തൊടുപുഴയിൽ നിന്നുള്ള ആൾക്കാർ ഇത് മേടിച്ചുകൊണ്ട് പോകാൻ വരും. ഇവിടെ കാണാനുള്ള ആൾക്കാർ നമ്മൾ ഉദ്ദേശിച്ചതിലും കൂടുതൽ ആൾ കാണും. കാരണം പിന്നെ പൊതുദർശനത്തിന് അവിടെ കൊണ്ട് വെക്കുന്നില്ല എന്നും കൂടി അറിഞ്ഞു കഴിയുമ്പോൾ ജനമെല്ലാം ഇങ്ങോട്ട് കൂടിയത്. അപ്പോൾ ആൾക്കാർ അത് എൻ്റെ 5 മക്കളെയും പള്ളിയടവ് കെട്ടിച്ചോരും കെട്ടിയതുമായിട്ടുള്ള പള്ളിയടവ് നാട്ടുകാരെ, എൻ്റെ ഇവിടെ സ്വന്തക്കാർ, ഷൈനിയുടെ കൂട്ടുകാരെ, പിന്നെ ഇങ്ങനെയൊരു സംഭവം നടന്നുകൊണ്ട് ജനം നമ്മൾ പ്രതീക്ഷിക്കുന്ന ജനമൊന്നും വരിക. അപ്പോൾ അതുകൊണ്ട് സാറ് വയലൻസ് എന്തെങ്കിലും ഉണ്ടായി ഞങ്ങളുടെ കുറ്റം വരുത്തരുത്, എൻ്റെ മക്കളുടെ പേരിലും എന്തെങ്കിലും ഉണ്ടായി തൊട്ടോ മുട്ടോ. കാരണം എൻ്റെ പിള്ളേരിപ്പം ശനിയാഴ്ച 11 മണിയായപ്പം ഇളയ മകൾ വന്നു, ഞായറാഴ്ച 11 മണിയായപ്പോൾ മൂത്ത മകൻ വന്നു, തിങ്കളാഴ്ച വെളുപ്പിനെ 5 മണിക്കാണ് എൻ്റെ കൊച്ചുമകൻ വരുന്നത്. അപ്പം അവൻ വരുന്നതിന് മുമ്പാണ് ഈ ഞായറാഴ്ച രാവിലെയാണ് ഈ പുള്ളി വരുന്നത്. അന്നേരം ഈ മകൾ മാത്രമേ വന്നിട്ടുള്ളൂ, പിന്നെ ഷൈൻ മൂത്ത മകൻ പോലും വന്നിട്ടില്ല. അപ്പോൾ പുള്ളിയോട് ഞാൻ പറഞ്ഞു ഇവിടെ വന്നിട്ട് വയലൻസ് ഉണ്ട്. അപ്പോൾ എൻ്റെ മകളെ കിട്ടി എന്നോട് പറഞ്ഞതൊന്നും കൂടെ അനുസരിച്ചാണ് ഞാൻ പറയുന്നത്. കാരണം ഇതെന്തെങ്കിലും വന്നിട്ട് തട്ടോ മുട്ടോ വലിയോ ഒരു കല്ലേറോ പിന്നെ ആരെങ്കിലും ഒരു കുപ്പിച്ചിട്ടാണെങ്കിൽ കൈ പിടിച്ച് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ തമ്മിൽ ഉണ്ടാക്കിയിട്ട് ഇവർ പ്രശ്നങ്ങളുണ്ടാക്കി ആകാതിരിക്കുക. അപ്പം ഞാൻ അതിനെ വേണ്ടി പുള്ളി എന്നാലും പറഞ്ഞു, ഞാൻ ഈ പോണ വഴിക്ക് സർക്കിളിനെ കണ്ടില്ല, ഇടവഴി ചെയ്തിട്ട് ഇവിടെയും ഒരു പ്രശ്നം ഉണ്ട്, അതിനുള്ള പോലീസിനെ എല്ലാം ഞാൻ അറേഞ്ച് ചെയ്ത് എല്ലാം എത്തിച്ചേക്കാമെന്ന് പറഞ്ഞ് പുള്ളി ഇവിടുന്ന് പോയി. അപ്പം എന്നിട്ട് പിന്നത്തെ എൻ്റെ ഈ മരിച്ചടക്ക് കഴിഞ്ഞിട്ടുള്ള അറിവാണ്, തൊടുപുഴയിൽ നിന്ന് വന്ന ഈ എൻ്റെ മക്കളെ കൊണ്ടുപോകാനായിട്ട് വന്ന 3 ആംബുലൻസ്, പിന്നെ അവിടുന്ന് വന്ന ആൾക്കാർ ചെറിയ വണ്ടികളോ കാറോ ബാക്കിയോ ഇവർ പോകുന്നതോ എത്ര വണ്ടികളുണ്ടെന്ന് നമുക്കറിയത്തില്ല. കാരണം ഞാൻ പിന്നെ മോർച്ചറിയിൽ നിന്ന് പിള്ളേരെയും അവളെയും കൂടെ കൊണ്ടുവന്ന ആദ്യത്തെ കാരിത്താസിൽ ഇങ്ങോട്ട് കൊണ്ടുവന്ന ഷൈനിമോളെയാണ് ആദ്യത്തെ ആംബുലൻസിലുണ്ടായിരുന്നത്. അതിൻ്റെ കൂടെ ഞാനും എൻ്റെ അനിയത്തിയുടെ ഇളയ മകള് കാരിത്താസ് ജോലി ചെയ്തുകൊണ്ടിരുന്നവളാണ്, അവളും കൂടെ കൂടി ആദ്യം കയറിയുള്ളൂ. ബാക്കി ഡ്രൈവർ വണ്ടി ഓടിച്ചുകൊണ്ട് ഇവിടെ വന്നിട്ട് ആദ്യം ഇറങ്ങി ഞാനിഞ്ഞ് കയറി വരുന്നു. അപ്പം അച്ഛന്മാരും ഇല്ല ഇവിടെ, എന്നാലും ചിമുങ്ങാനിടയില്ല. അവസാനം ഈ ആളെല്ലാം കൂടി ഇനി കയറി കഴിഞ്ഞ് ഇവിടെ നിന്ന് എന്നെയൊക്കെ അവിടെ നിന്ന് സ്റ്റെപ്പ് വഴി ഞാൻ പിന്നെ അങ്ങ് വീഴാൻ തുടങ്ങി. പിന്നെ അവിടെ ഒരു കസേര ഒരു ശകലം ചന്തി വെക്കാൻ എനിക്ക് ഇടയ്ക്ക് കിട്ടി. ഇവിടെ നിന്ന് ഇറങ്ങുന്ന ആൾക്കാർ അവിടെ നിൽക്കുക, ഇവിടെ ആരൊക്കെ വന്ന് കണ്ടു പോകുന്നെന്നോ ആരൊക്കെ, എന്നിട്ട് ആളെ ഇറക്കി ഇതിലേ കൂടി ആൾ കയറുകയും അതിലേ ഇറക്കി അങ്ങനെ വിടുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ഇതിലേ തന്നെ ഇറങ്ങി പോകാൻ ഒരു നിവൃത്തിയില്ല. ആകെപ്പാടെ നമുക്ക് ഈ 2 സൈഡിലും ആകെപ്പാടെ ഒരാൾക്ക് പോകാനുള്ള ഇടയെ ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, ആ സൈഡിൽ പിന്നെയും കൺജസ്റ്റഡ് ഇങ്ങോട്ട് വരുമ്പോൾ സ്റ്റെപ്പ് പോലെയൊക്കെ ഉണ്ട്, തലമുട്ട് വെച്ച്. അപ്പോൾ ഈ സൈഡിൽ കൂടെ തന്നെ ഇറക്കി വിടുക, ബെഞ്ച് കിടന്നതൊക്കെ മാറ്റിയിട്ടുള്ള അറേഞ്ച് ഞാൻ അവിടെ തന്നെ നിർത്തി. അപ്പോൾ അത് ഈ വയലൻസ് ഒക്കെ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞെന്നാൽ എൻ്റെ മക്കൾ 3 പേരും ഈ ഇതറിഞ്ഞിട്ട് അവിടുന്ന് എമർജൻസി ലീവ് എന്ന് പറയാനൊക്കെ അവരങ്ങനെ ടിക്കറ്റ് കൊടുത്ത് പോന്നിരിക്കുന്ന, അവർക്ക് ലീവൊന്നും കിട്ടിയിട്ടില്ല. ഇവർ തിരിച്ചു ചെല്ലുമ്പോൾ ഈ പിള്ളേർ പെങ്ങൾ മരിച്ചതിനാ പോയെന്നുള്ളതിൻ്റെ തെളിവ് ഡെത്ത് സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്താലേ ഉള്ളൂ അവർക്ക് അവിടെ തന്നെ ജോലിക്ക് കയറാൻ. നമ്മുടെ ഇവിടുത്തെ രീതിയൊന്നുമല്ല, ജോലിക്ക് കയറണം, ജോലിക്ക് പോകുന്ന അവർക്ക് ഈ മണിക്കൂറിന് ശമ്പളം മേടിക്കുന്ന ആൾക്കാരാണ്. ഇവിടെ മാത്രമേ ഉള്ളൂ മാസ ശമ്പളം ആയിട്ടുള്ളത് കുവൈറ്റുകാരത്തേക്ക്. മറ്റൊക്കെ എന്ന് പറയുമ്പം ഈ മണിക്കൂറിനാണ് അവരുടെ പൈസ ജോലി ചെയ്യുന്നതിന്. അപ്പോൾ അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇത് ഈ പുള്ളിയോട് പുള്ളിയാലേ ചേർന്നു. പക്ഷേ ഈ ആംബുലൻസ് കൂടെ നമ്മുടെ ഈ ബിജു മുളയിങ്കനടക്കം 10-15 ഗുണ്ടകളുമായിട്ടാണ് വന്നെന്നാണ് പിന്നത്തെ എൻ്റെ അറിവ്. ഞാൻ കണ്ടിട്ടില്ല, പുറത്തറിഞ്ഞില്ല. അപ്പോൾ അതിട്ട് ഈ ബിജു മുളയെങ്കലിനെ അത് ഒരാഴ്ചയായിട്ട് കഴിഞ്ഞപ്പോഴത്തേനാണ് ഈ സംഭവം അവിടെ ഉണ്ടാകുന്നത്. എന്നിട്ട് എന്നോട് 2-3 പേര് ഫോൺ വിളിച്ചിട്ട് ചോദിച്ച് നമ്മുടെ ഷൈനിയായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ആണോ തൊടുപുഴ ഇപ്പോൾ കൊന്നിരിക്കുന്നത്, ആ പള്ളി ഇടവക്കാരാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് പിന്നെ നോവിയുടെ കള്ള് കമ്പനിയാന്ന് പറഞ്ഞു. 21 ദിവസം തയ്ച്ചില്ല. നോവിയുടെ കള്ള് കമ്പനിയാണ്. തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഈ ബെന്നി സാറിനെ കുറിച്ച് പറഞ്ഞപ്പോഴേ, ഈ ബെന്നി സാർ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്താൻ എന്തായിരിക്കും കാരണം? ആ കൊച്ചിന് എന്താ വിചാരിക്കണേ? ഞാൻ പറയും ബെന്നി സാർ അങ്ങനെ ഒരു പ്രസ്താവന നടത്താൻ കാരണം സഭയുടെ ഭാഗത്തുനിന്നും നോവിയുടെ അച്ഛനും ഈ സഭയുടെ, അതായത് കത്തോലിക്ക കോൺഗ്രസിന്റെ ആളാണ് പുള്ളി. അപ്പം ചുങ്കംപള്ളി ഇടവകയിലെ, അതായത് സംഘടനകൾ ഒത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇപ്പോൾ എല്ലാ പള്ളിയും ഒരു 8-10 സംഘടനയാണ്. മെഷീൻ ലീഗ് മുതലേ ഒരു മീറ്റിംഗ് സംഘടനയുടെ ഇംഗ്ലീഷ് അക്ഷരം കുറെ ചേർത്ത് വെച്ച് ഒരുപാട് സംഘടനകളുണ്ട്. അപ്പൊ നമുക്കതെല്ലാം അറിയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഒരു പരിപാടി അവിടെ ഉള്ളത് കൊണ്ട് അവര് വഴി എന്നെ താറടിക്കാൻ, ഏതാ എനിക്കിട്ട് എന്നെ എൻ്റെ മക്കളെ താറടിക്കാനായിട്ട് 100% കള്ള തരം ഇറക്കി വിട്ടിയ ഒരു കാര്യമാണ് അത്. ഞാൻ ഒരു ഇതിനു വേണ്ടി ഒരു കാര്യങ്ങൾ ചോദിച്ചിട്ടില്ല, എൻ്റെ മകളെ കിട്ടിയും ചോദിച്ചിട്ടില്ല. ഞങ്ങൾ ചോദിച്ച 2 കാര്യങ്ങളേ ഉള്ളൂ. ഇപ്പോൾ കണ്ട ആ
ബെന്നിയിലേക്കും പറഞ്ഞതിനകത്ത് കൊണ്ട് ഈ രണ്ട് കാര്യമുള്ള ഒരു കുഴപ്പമില്ല, നമുക്ക് അവർ കണ്ടേച്ച് പോകുന്നു, പിന്നെ നോബിയും കൊച്ചും കൂടെ ചെന്നാലേ കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞ് നമുക്ക് സമ്മതിച്ചേക്കാന്ന് പറഞ്ഞിട്ട് പിന്നെ ഇവർ രാത്രിയിൽ ഇവരുടെ വേറെ പണിയാണ്. അന്നേരം പറഞ്ഞില്ല. എന്നിട്ടും പുള്ളി പറയുന്നത് കേട്ടോ, പുള്ളിയെ വിശ്വസിക്കാവുന്ന ഒരാൾ പറഞ്ഞത് ആളിൻ്റെ പേര് ഞാൻ പറയുന്നില്ല. അതിൻ്റെ കൂട്ടത്തിൽ വേറൊരു കാര്യം കണ്ടോ, ഈ ഷൈനിക്ക് പുള്ളി വിളിച്ചിട്ടുണ്ട് അങ്ങോട്ട്, പക്ഷേ ഇപ്പം എല്ലാം ഡിലീറ്റ് ആയിപ്പോയി മെസ്സേജൊക്കെ. ബെന്നിയിലേക്കിൻ്റെ അതിനകത്ത് ഡിലീറ്റ് ആയിപ്പോയി. ആരോടെ അപ്പം ആ കാര്യം കേട്ടപ്പോൾ ചങ്ക് പൊട്ടിയെന്നോ പുള്ളി കാസർഗോഡ് തിരിച്ചു വരുവാണ്. പുള്ളി കാസർഗോഡ് അങ്ങോട്ട് തിരിച്ചു വരുക, ചോര വന്നൊന്നും അറിയത്തില്ല. അപ്പം അത് ഇതൊന്നും വേണ്ട. ഇത് കഴിഞ്ഞിട്ട് കണ്ട ആ വോയിസ് ക്ലിപ്പിനകത്ത് പറയുന്നത് തന്നെ ഷൈനി നോക്കി പുള്ളി വിളിച്ചിട്ടുണ്ട്, പിന്നെ ഷൈനി എടുക്കാറില്ലായിരുന്നു, പിന്നെ ഷൈനി മെസ്സേജ് വിട്ടു, പുള്ളി ഇങ്ങോട്ട് മെസ്സേജ് വിട്ടു, ആ മെസ്സേജ് ഞാൻ ഡിലീറ്റ് ആയിപ്പോയി. അപ്പം ഞാൻ ഇനി ചോദിക്കുന്നത്, എൻ്റെ മകള് മരിച്ചുപോയി, എൻ്റെ മകളുടെ 2 മക്കളും മരിച്ചുപോയി, കൃത്യത്തിൽ 100% കൃത്യമായ സാക്ഷി പറയേണ്ട ഒരു ഇവർ 3 പേരുവാ. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സാക്ഷി പറയേണ്ടവരാ, ബാക്കിയെല്ലാം ഊഹാപോഹങ്ങളാണ്. അല്ലെങ്കിൽ കൃത്യമായിട്ട് എൻ്റെ ഷൈനിയോടെയോ ഷൈൻ്റെ ഫോണിൽ നിന്ന് സൈബർ സെല്ലുകാർ അവരുടെ വോയിസിൽ തെളിവ് വരട്ടെ എന്ന് പറഞ്ഞ പോലെ. ഇപ്പം ഈ കാര്യത്തിന് ഞാൻ ചോദിച്ചേണ്ട തെളിവ് കൊണ്ടുവരട്ടെ, അത് ചുമ്മാ അങ്ങനെ പറയരുത്. പ്രത്യേകിച്ച് ആ പുള്ളി എന്ന് പറഞ്ഞ ഒരു നേരത്തെ ഇപ്പൊ പെൻഷനായി നിൽക്കുന്നത് MVD ഒരു സർക്കാരിന്റെ നല്ലൊരു ഉദ്യോഗസ്ഥൻ. വെഹിക്കിൾ എന്നൊക്കെ പറഞ്ഞാൽ ഒരു SIക്ക് അല്ലേ സർക്കിളിന്റെ. പക്ഷേ സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു, അത്ര നല്ലൊരു സർട്ടിഫിക്കറ്റ് ഒന്നും ഉള്ളതായിട്ട് അറിവില്ല. അല്ല ഞാൻ പറഞ്ഞ, അതായത് വെഹിക്കിൾ ആയിരുന്നല്ലോ, വെഹിക്കിൾ ഇൻസ്പെക്ടർ ഏതാണ്ടായിരുന്നു. ഒരു വെഹിക്കിൾ ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞാൽ അവരൊക്കെ പെൻഷൻ പറ്റുന്ന ആ സമയത്ത് നമ്മുടെ ഇവിടുത്തെ ശരിക്കും പറഞ്ഞാൽ സർക്കിള് അല്ലെങ്കിൽ SPD ആ ഗ്രേഡിലാണ് അവരും. പിന്നെ മോട്ടോർ വെഹിക്കിളിനും മറ്റതനുസരിച്ച് അവർക്ക് ഗ്രേഡുണ്ട്. അപ്പോൾ അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു പുള്ളി യാതൊരു കാരണവശാൽ ഈ ഒരു വർത്താനം ഒരിക്കലും ചെയ്യരുതായിരുന്നു. ആ പുള്ളി ആരോ പുള്ളിയെ പറഞ്ഞു കൊടുത്ത് പുള്ളി അപ്പോൾ അല്ലേ പുള്ളി പറയണേ ഇന്നയാൾ ഇന്നത് പറഞ്ഞിട്ട് അതിന് തെളിവ് കൊടുക്കണം. തെളിവുകൾ അല്ലാതെ ഞാൻ ആളിൻ്റെ പേരിപ്പോൾ പേര് പറയുന്നത് ശരിയല്ലോ, ഇനി എനിക്ക് വിശ്വസിക്കാവുന്ന ഒരാളാ അങ്ങനെയൊക്കെ പറയാൻ പാടില്ല. ആത്മാർത്ഥത കാണിക്കും. കാരണം നോബിയുടെ കമ്പനിയിലെ മെമ്പറായിരുന്നു, ഒരു ആത്മാർത്ഥത കാണിക്കണ്ടേ? അതായത് എന്നാന്നറിയോ, വൈകുന്നേരം ഈ എന്നാ പറമ്പിപ്പണി ചെയ്താലും ഇവന് അവധിക്ക് ഇവിടെ വിട്ടിയുള്ള സമയത്ത് വൈകുന്നേരത്തെ ചായ കുടിയും കഴിഞ്ഞിട്ട് കുളിയും കഴിഞ്ഞിട്ട് പോകുന്ന നേരെ ചുങ്കമ്പള്ളിക്കിലോട്ടാണ് പോണേ. ആ ചുങ്കമ്പള്ളിയിലെ കമ്പനിയിലുള്ള ആളാണ്. എന്നിട്ട് ആ ചുങ്കമ്പള്ളിയിൽ നിന്ന് എൻ്റെ മകളെന്നോട് പറഞ്ഞിട്ടുള്ള 11-11:30 ആകുമ്പോൾ ഒന്ന് കഞ്ഞി കുടിച്ചില്ല. അവിടെ ഏറ്റവും വിളമ്പി കൊടുത്താൽ ചിലപ്പോൾ ഇവർ പുറത്തുനിന്ന് കഴിച്ചിട്ട് വരുവാണെങ്കിൽ പിന്നെ വേണ്ടല്ലോ. അവർ ഈ കുപ്പിയെല്ലാം കൂടെ അഴിച്ചു കഴിയും, പിന്നെ എന്തെങ്കിലും ആഹാരമൊക്കെ കൂടെ പുറത്തുനിന്ന് എവിടുന്നേലും കഴിച്ചാൽ പിന്നെ അവന് ആഹാരം വേണ്ടല്ലോ. അപ്പോൾ അങ്ങനെ കഴിയുന്ന ആ കമ്പനിയിൽപ്പെട്ട ആൾക്കാരാണ് ഈ MVDയും ഈ പിന്നെ ബിജു മുളയ്ക്ക് മരിച്ചുപോയ പുള്ളിയും ഇല്ല. പിന്നെ പോയിട്ട് കുറേ വർഷങ്ങളായിട്ട് അവൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായിട്ട് വന്ന അനൂപാണ്. അങ്ങനെ അല്ലെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാവുകയും അവർ 2 പേരും കൂടി പാർട്ണർഷിപ്പിൽ ഒരു ബിസിനസ് ഉണ്ട്, കൈരളി ഡെക്കറേഷൻസ്, ആ പ്രസ്ഥാനം അനൂപ്. പക്ഷേ അവിടുത്തെ വണ്ടിയും ഈ കാറും എല്ലാം എൻ്റെ മകളുടെ പേരില്ല. വണ്ടി RC ഓണർ എൻ്റെ മകളായിരുന്നു. അപ്പം അത് എന്നിട്ട് ഈ നമ്മൾ ജൂലൈ 2024 ജൂൺ 9 രാവിലെ പള്ളിയിൽ കഴിഞ്ഞിട്ട് പള്ളിയിൽ വെച്ച് പള്ളിയുടെ പറമ്പിലെ തേങ്ങ ലേലം ചെയ്ത് നോബി പിടിക്കുകയും ആ പള്ളിയിൽ നിന്ന് കഴിഞ്ഞ് വന്നിട്ട് ഇവരാ പോയി ഇട്ട തേങ്ങായാണോ ഇടിച്ചോണ്ടാണോ ഈ സാധനം അന്നേരം മുതൽ അനൂപ്, സിബി, ഉണ്ണി, നോബി, പിന്നെ ബാക്കി ആരൊക്കെ കൂട്ടുകാരുണ്ടെന്ന് അറിയത്തില്ല, കാരണവരെല്ലാം കൂടെ കൂടി രാവിലെ മുതൽ ആ വീട്ടിൽ കള്ളുകൂടി പരിപാടിയും വരും. എന്നിട്ട് രാവിലെ മുതൽ ഈ പെണ്ണിനിട്ട് അടി തുടങ്ങിയതാണ്. കാരണം എന്താണെന്നറിയാം, ആ വീടിനകത്ത് തന്നെ ഉറുമ്പ് കയറും ഏതാണ്ട് ചെയ്ത്. അപ്പം ആ ഉറുമ്പിനുള്ള ഏതാണ്ട് മരുന്ന് ഇവിടെ പോയി മേടിച്ചുകൊണ്ട് വന്നിട്ട് ഈ മരുന്നെല്ലാം പരക്കകം വഴി ഒഴിച്ചായിരിക്കും വഴിയെല്ലാം അടിച്ചിട്ട് പിന്നെ അത് തുടയ്ക്കണ്ടേ. ആ തുടയ്ക്കുമ്പോൾ ഓരോ മുറിയിലൊക്കെ അടി കൊടുക്കുമായിരുന്നാണ് പറഞ്ഞു, ഓരോ മുറി. എന്നിട്ട് ഇവിടെ ചെന്നപ്പോൾ ഈ അവിടുത്തെ കാർന്നവരോട് പറഞ്ഞു, പപ്പ ഇത് എന്നെ എൻ്റെ ഓടി നടന്നു, പപ്പ അത് മൈൻഡ് ചെയ്തില്ല, പപ്പായിട്ട് വഴക്ക് പറഞ്ഞോ ഒന്നും നമുക്കറിയില്ല. തള്ളയോടി ചെന്ന് പറഞ്ഞു, തള്ളയൊക്കെ അതിൻ്റെ സൈഡിൽ നിന്നോളൂ. അന്ന് ഒരു ഞായറാഴ്ച അന്നാണ് ഈ ജൂബി എന്ന് പറഞ്ഞ പെങ്ങളുടെ ഒരു പെണ്ണ്, അന്നമോൾ എന്ന് പറയുന്ന പെണ്ണ്, ഈ നമ്മുടെ തവളക്കുഴി ഒരു എക്സാമിനേഷൻ സെന്റർ ഉണ്ട്, ഇവിടെ വന്ന് പരീക്ഷ എഴുതിയിട്ട് അവൾ അവിടെ ചെന്നേ. ഇവൾ അവിടെ ചെന്നിട്ട് ആ ചോറുണ്ടെന്നേ. ആ നേരത്തെ ഇവള് ചെന്നപ്പം പോലും ചോറ് വിളമ്പി കൊടുത്തത് എൻ്റെ ഷൈനിമോളാണ്. ജൂൺ 9 എന്ന് പറയുന്ന ആ ദിവസം. അപ്പം ഈ വൈകുന്നേരമുള്ള ചവിട്ടും അടിയെല്ലാം ചെയ്യുമ്പോഴത്തെ സാക്ഷി അവളും ആ വീട്ടിലുണ്ട്. ആ പെണ്ണ് അന്നമോളെന്ന് പറഞ്ഞ ജൂബിയുടെ മകൾ അവിടെയുണ്ട്. ഈ കണ്ട ആൾക്കാരാ അപ്പനും അമ്മയും സിബി, ജിസ്മി, അനൂപും എല്ലാം സാക്ഷികളാണ്. പക്ഷെ ഇപ്പം എല്ലാവരും എന്നെ ശർക്കര വായിലിട്ടുകൊണ്ട് കടന്നുപോയി. അവരൊന്നും അറിഞ്ഞില്ല, ബോധമില്ലായിരുന്നു, അറിഞ്ഞില്ല, കേട്ടില്ല. ഈ ബെന്നി സാർ ശരിക്കും
അപമാനിക്കൂലേ ഇത് അച്ഛനും അമ്മയും? എന്നെ ഈ എന്നെ കുടുംബത്തെ? 100% അപമാനിക്കല്ലേ. ഞാൻ എൻ്റെ മകൾക്കും പിള്ളേർക്കും വില പറഞ്ഞു എന്നായില്ലേ. ആ. അതായത് അല്ല, എൻ്റെ ഞങ്ങളൊക്കെ മകളെ- അവിടെ ധരിച്ചു വെച്ചിരിക്കുന്നത് ആ നാട് മൊത്തം ധരിച്ചു വെച്ചിരിക്കുന്നത് ഇത്രയും ദുഷ്ടനാകാൻ അല്ല, ഞാൻ- എങ്ങനെ ഈ അച്ഛനും അമ്മയ്ക്ക് സാധിക്കണു എന്നാണ് ഞങ്ങൾ അങ്ങനെ ഒരു കാര്യം. എൻ്റെ ഈ 70 എനിക്കിപ്പോൾ 69 പൂർത്തിയാകുക 30-ാം തീയതി ഉവ്വ്. മെയ് 30 70ലേക്ക് ഞാൻ കയറാൻ പോയി. എൻ്റെ ഇത്രയും പ്രായത്തിനോട്ടേക്ക് ഞാൻ ചെയ്യാത്തത് ഞാൻ എന്തെല്ലാം എൻ്റെ അപ്പൻ 48 വർഷം മുമ്പ് മരിച്ചു പോയതാണ്, മനസ്സിലായില്ല. അന്ന് എൻ്റെ ഇളയ പെങ്ങൾക്ക് 1.5 വയസ്സേ ഉള്ളൂ. ഞാൻ കുടുംബം നോക്കി നാടിയനെ മൊസൈക്ക് പണി, ആട് കച്ചവടം, കന്നുകാലി കച്ചവടം, ആക്രി, പിന്നെ ഈ നേഴ്സറി വഴി നമ്മുടെ PSSൻ്റെ ഒക്കെ ഇല്ലേ, പിള്ളേരുടെ നേഴ്സറി ഇല്ലേ, അവിടെയൊക്കെ പോയിട്ട് ഈ നേഴ്സറി പഠിപ്പിക്കുന്നവർ ഈ പാൽപ്പൊടിയും മെയ്സുപൊടിയും പിന്നെ സോയാബീൻ്റെ എണ്ണയൊക്കെ അവിടെ നിന്ന് എടുത്തിട്ട് ഇവരുടെ വീട് വഴി കൊണ്ടുപോയി അത് ഞാൻ എടുത്തുകൊണ്ട് ചെന്ന് അരുമ്പഴത്തെ കൊണ്ട് ബ്ലാക്കി കൊണ്ട് വയ്ക്കുമായിരുന്നു. അങ്ങനെ ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് ഈ എവിടെ വേണമെങ്കിലും തിരക്കും. ഞാൻ വെള്ളാപ്പള്ളി, വെട്ടൂര്, നീലേട്ട്, പടിഞ്ഞാറക്കര ഇവരുടെ എല്ലാം സബ് കോൺട്രാക്ടറായിരുന്നു. അതുപോലെ ഒത്തിരി ഈ പാലാ സൈഡിലോട്ടേക്ക് പിന്നെ കള്ളിവേരി, തറപ്പനെ അതുപോലെയുള്ള വൻ മുതലാളിമാർ, അതുപോലെ വിസ്റ്റേഷൻ കോൺഗ്രിഗേഷൻ്റെ, സെൻറ്റ് ജോസഫ് കോൺഗ്രിഗേഷൻ്റെ നമ്മുടെ കാരിത്താസിലെ മെയിൻ്റനൻസ് ഒക്കെ ചെയ്തു. പിന്നെ കൈപ്പുഴ പള്ളിയിൽ ആദ്യത്തെ 82 പണിയുന്ന പള്ളിയുടെ കംപ്ലീറ്റ് മൊസൈക്കിൻ്റെ പണി ഞാൻ അടുത്ത് ചെയ്തത്. അതൊക്കെ അന്നത്തെ കാലത്ത് എനിക്ക് നഷ്ടമായിപ്പോയി. പൂഴിക്കോല് പള്ളി കടുത്തിരുത്തിക്കപ്പുറത്തുള്ള. അപ്പോൾ അങ്ങനെ ഒത്തിരി, അപ്പം ഈ എനിക്കൊരു ഗുഡ് വില്ലുണ്ട്. ഞാൻ ആ രീതിയിൽ കൂടെ പോയിട്ടുണ്ട്. ഇന്നും അങ്ങനെ പോകുള്ളൂ. ഒരു പൈസ ഒരാളുടെ എനിക്ക് ഇഷ്ടമില്ല. ശരിക്കും പറഞ്ഞാലേ ഇത്രയും വലിയ അവമാനം ഈ അപ്പത്തിനും കുടുംബത്തിനും വന്ന് ചാർത്തി തരുവല്ലേ ഇത്? ചാർത്തി തരുവാ ഇത്. അത് ഈ ശരിക്കും പറഞ്ഞാൽ നമുക്ക് മാനവശത്തിന് കേസ് കൊടുക്കാൻ പറ്റില്ല. കൊടുക്കാം ഞാൻ അങ്ങ്. പക്ഷെ എന്നാന്നറിയോ, എന്നോട് ഈ എൻ്റെ മകളെ പിള്ളേരെ ഇങ്ങനെ ഉണ്ടായി മകളെ അടക്കുകയൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ മക്കളും എൻ്റെ ബാക്കി ആൾക്കാരും എൻ്റെ അനിയത്തിയെ കിട്ടിയവനും എൻ്റെ മകളുടെ രണ്ടാമത്തെ മകളെ കിട്ടിയവനും ഒക്കെ പറഞ്ഞ എന്നാന്നറിയോ, ഈ ചാനലുകാരും എല്ലാം കൂടെ ഒന്ന് ആകെ പ്രശ്നമാകും, ആരോടും ഒന്നും പറയണ്ട, ഒന്നും ഉണ്ടായി വരയ്ക്കാത്തിരുന്നുണ്ടാൽ മതി എന്ന് പറഞ്ഞാൽ ആദ്യം ആര്. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ ഞങ്ങൾ എത്ര ദിവസമായി രായുമ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഞങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കരച്ചിലും വെള്ളം എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ബുദ്ധിമുട്ടാവും. അപ്പോൾ അങ്ങനെ അപ്പോൾ പിന്നെ നമ്മളിനി ഈ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കിനാണ് എന്തെങ്കിലും ഒന്ന് പറയണ്ടേ. ലാസ്റ്റ് ഞാൻ പറഞ്ഞില്ല, ഇപ്പം നിങ്ങൾ വരികയും ചെയ്ത് 2-3 മണിക്കൂർ ഇവിടെ ഇരുന്ന് അങ്ങനെ ഞാൻ എൻ്റെ മനസ്സ് തുറന്നു അറിയത്തുള്ളൂ. ഞാൻ എൻ്റെ മക്കളെ അങ്ങനെ ശീലിപ്പിച്ച് ഞാൻ ഒരാളുടെ 10 പൈസ എനിക്ക് ഇഷ്ടമില്ല, ഇല്ലാതിരുന്നാൽ ഇല്ലാതെ ഇവിടെ കുത്തിയിരിക്കും, കഞ്ഞി കുടിച്ചില്ലെന്നേ ഉള്ളൂ, ഒരാളുടെ എനിക്ക് കൈ നീട്ടിയല്ല ഉള്ളത്. പക്ഷേ ഞാൻ തോറ്റു പോയിട്ട് 2 ബസ്സും ലോറി ഉണ്ടായിരുന്നതിനും ഫ്ലോറിങ് പണി എല്ലാം ചെയ്തുകൊണ്ടിരുന്ന എനിക്ക് കൈപ്പഴ വീടും വരെ ഉണ്ടായിരുന്നു, മാന്നാനത്ത് തറവാടുണ്ടായിരുന്നു, അതിരമ്പഴ കടയിൽ ഞാൻ എൻ്റെ അനിയൻ്റെ വീതം മേടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു സമയത്ത് ഞാൻ മിടുക്കനായിരുന്നു. ഇത്രയും നല്ല 2000 പെട്ടി ഗുഡ്വില്ലായിട്ട് ജീവിച്ച അപ്പച്ചനെയും അമ്മച്ചെയും കുടുംബത്തെയും ഇത്രയും മനോഹരമായിട്ട് താറടിച്ച് കാണിച്ചു. താറടിച്ചു, ഉറപ്പായിട്ടും. അപ്പൊ അതിനെതിരെ ശരിക്കും ഒരു നിയമ നടപടിക്ക് പോകാൻ. അത് ഞാൻ പറഞ്ഞ എന്നാന്നറിയോ, എനിക്ക് പ്രതികരണശേഷിയും പ്രതികാരം ഇല്ലാത്ത ഒരു മനുഷ്യനും കൂടിയാന്നേ. അതുകൊണ്ടാണ് ഞാനിതെല്ലാം കേട്ടിട്ട് എല്ലാം എൻ്റെ ദൈവം തമ്പുരാൻ ഞാൻ വിശ്വസിക്കുന്ന ഈശോയോട് ഞാനിതെല്ലാം പറഞ്ഞുകൊണ്ട് ഇതിനെല്ലാം എൻ്റെ മകൾക്കും പിള്ളേർക്കും നീതി കിട്ടും, ഞങ്ങൾക്ക് നീതി കിട്ടും. അപ്പച്ചനെ ഈ ബെന്നിസാറിനോടായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? ഇത്രയും വ്യാജ പ്രചരണം നടത്തിയ ബെന്നിസാറിനോട് എന്തെങ്കിലും ഇല്ല. ഞാൻ ഇത്രേ പറയാനുള്ളൂ. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. ആ പുള്ളിയുടെ വോയിസ് മെസ്സേജ് ഞാൻ കേട്ടതാ. ആ പുള്ളി പറഞ്ഞത് കാരണം 101% കള്ളത്തരവാ. ആ പുള്ളി പകുതി സത്യം. അതുപോലെ ചേന്നാക്കുഴിയച്ചൻ്റെ ഇരിക്കലൊക്കെ ഞാനും എൻ്റെ മകളും കൂടെ 2 പ്രാവശ്യം ചെന്നതാ. ആ ചേന്നാക്കുഴിയച്ചൻ എന്നോട് പറഞ്ഞ് തൽക്കാലം നിങ്ങളൊന്ന് അകന്ന് താമസിക്കാൻ, എന്നാലും ഇതിനൊക്കെ തീരുമാനമാകുമെന്ന്. എന്നിട്ട് പിന്നെ ഈ ബെന്നിയൊക്കെ പറഞ്ഞപ്പോഴത്തേനും പുള്ളി ഏതാണ്ട് ഭയങ്കര കാര്യങ്ങൾ ചെയ്തെന്നാണ് പറയുന്നത്. ഞാൻ എൻ്റെ പെണ്ണിന് ഈ കാരിത്താസിന് ഞാൻ ഈ 2024 ജൂൺ 9-ാം തീയതി എൻ്റെ കൊച്ചിനെ കൊണ്ട് രാത്രി പോരുകയും അത് കഴിഞ്ഞ് അപ്പോൾ അത് ഒരു ഞായറാഴ്ചയായിരുന്നല്ലോ. അടുത്ത ദിവസം തന്നെ ഞാൻ പിറ്റേ ഞായറാഴ്ച ചെന്നപ്പോൾ ആ പള്ളിയിലും ആ ഞായറാഴ്ചയ്ക്ക് മുമ്പ് ഞാൻ ചുങ്കംപള്ളിയിൽ വികാരിച്ചിട്ട് ഇരിക്കട്ടെ മകളെയായിട്ട് പോയതാന്നേ. ആ മകളെയായിട്ട് വിളിച്ച് ചോദിച്ച് ഫോൺ നമ്പരൊക്കെ ചോദിച്ച് അറിഞ്ഞ് അവിടെ ചെന്നിട്ട് പുള്ളി ഇമ്മ ഒരു കുട്ടകളിയൊക്കെ കഴിച്ച് പുള്ളി വന്നിട്ട് അധികം നാളായില്ലെന്ന് പറഞ്ഞു. ഇവരെ പറ്റി പറഞ്ഞു കേട്ടൊക്കെ അറിയുകൊണ്ട് ശരിയല്ലെന്ന് പറയുന്നു. തക്കാലം ഒരു കാര്യം നിങ്ങളൊന്ന് കുറേ നാൾ മാറി നിൽക്കുക, അതൊന്ന് താമസിക്കും, എന്നാലും തീരുമാനമാകുമെന്ന് പറഞ്ഞിട്ട് ആ പള്ളിയിലൊരു വികാരിച്ചനില്ലേ, ആ പുള്ളി അതിന് പിന്നെ മുൻകൈ എടുക്കണ്ടായിരുന്നോ? എടുത്തില്ല. അതുപോലെ പിറ്റേ ഞായറാഴ്ച ചെന്നേച്ച് ഞാനും എൻ്റെ മകളും 2 പിള്ളേരും ഇവളും അടക്കം അന്ന് 24 ജൂൺ 9-ാം തീയതി അവിടുന്ന് കൂട്ടിക്കൊണ്ട് വന്ന് സിജോ എന്ന് പറഞ്ഞ പാറയ്ക്കലെ ഇവിടുത്തെ ആംബുലൻസ് ഓടിച്ചുകൊണ്ടിരുന്നത് അവൻ്റെ ഒരു ചെറിയ വണ്ടിയായിട്ടാണ് രാത്രിക്ക് പോകുന്നത്. ഈ 12 മണി രാത്രിക്ക് 1:45 മുന്നേട് വീടിൻ്റെ എവിടെ എന്ന് കൂട്ടിക്കൊണ്ട് വരുന്നത്. ഈ ബെന്നിസാർ പറഞ്ഞു കാശ് മേടിച്ചു, അത് മേടിച്ചു. എന്നാൽ പിന്നെ ആ ബെന്നിസാറിനോട് ഇത് ആര് പറഞ്ഞു, എത്ര കാശ് മേടിച്ചു, ആർക്കാണ് കൊടുത്തത്
എങ്ങനെയാണ് കൊടുത്തത്, ഇതെല്ലാം കൂടെ അദ്ദേഹം തന്നെ വ്യക്തമാക്കണ്ടേ? പിന്നെ അത് വ്യക്തമാക്കണം പുള്ളി. ഞാൻ പറഞ്ഞത് പുള്ളി വ്യക്തമാണ്. പക്ഷെ അതിനൊരു കേസ് കൊടുക്കാൻ ഇത്രയും ഞാനത് കേൾക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ ഇന്ന് 71 ദിവസമായി എന്റെ മക്കള് പിള്ളേരും മരിച്ചിട്ട്. ഇപ്പൊ ഇത് കേൾക്കുന്ന എനിക്ക് തോന്നുന്നത് 2 മാസം മുമ്പാ. 2 മാസം മകള് മരിച്ചിട്ട് നമ്മൾ വെള്ളിയാഴ്ച മരിക്കുന്നു, തിങ്കളാഴ്ച നടക്കുന്നു. അത് കഴിഞ്ഞിട്ടാണ്ട് ആ ആഴ്ചയല്ല പുള്ളിയുടെ ഇത് കേൾക്കുന്നത്. വോയിസ് എനിക്ക് ഡേറ്റ് ഒന്നും എനിക്കറിയത്തില്ല. ഞാൻ ചോദിക്കുന്ന കാരിത്താസ് പള്ളിയിലെ അച്ഛനും കാരിത്താസിന്റെ ഡയറക്ടറും ഇനി നമ്മുടെ കോട്ടയം അരമനയിലെ സംഘടനകളെല്ലാം കൂടെ കൂടി ആനിമുട്ടൻ എല്ലാം കൂടെ കൂടി അപ്പനാദേശം 2 ഇറക്കി വിട്ടില്ലേ? ആ 2 പകുതി കള്ളത്തരാ. അതുപോലെ എൻ്റെ മകളും ഞാനും കൂടെ എൻ്റെ വികാരിച്ചൻ്റെ എനിക്ക് മാത്രമേ ചെന്ന് ചോദിച്ചുള്ളൂ. കാരിത്താസ് ജോയിന്റ് ഡയറക്ടർ എനിക്ക് ബയോഡാറ്റയായി കെട്ടി ചെന്നത് ഞാനാ. അത് വെച്ച് സത്യം പറഞ്ഞ ആ പുള്ളി എന്നെ അവഹേളിക്ക് ചെയ്ത് ഞാൻ ആ മുറി കയറി ചെന്നപ്പോൾ ഇരുന്നിടത്തുനിന്ന് പുള്ളി മുറിയുടെ പകുതിക്ക് വന്നിട്ട് നിന്നോണ്ട് വർത്താനം പറഞ്ഞ് എന്നെ വിടുവായത്. മനസ്സിലായോ? അതിനു മുമ്പ് ഞാൻ പുറത്ത് കാവലും 1/4 മണിക്കൂർ വന്ന് പുള്ളിയുടെ വലിയ ആൾക്കാരും കാശുകാരും എല്ലാം കയറി ഇറങ്ങി. എന്നാലും പുള്ളി അവിടെ ഇരുത്തി സംസാരിച്ചു. എന്നെ അവിടെ കയറ്റി ഇരുത്തി പോലും ഇല്ല. ജിനുകാവിൽ എന്ന് പറഞ്ഞ പുള്ളി മുറിയുടെ പകുതിക്ക് വന്ന് അതാ പറഞ്ഞേ. ഇപ്പൊ പുള്ളി അവസാനം ഞാൻ കയറിയപ്പോ പുള്ളി പകുതി. അപ്പം ഞാൻ ആരാന്നും എന്നെ കാണുകയും ഞാൻ ഈ ബയോഡാറ്റ കണ്ട് ചെല്ലുമെന്നൊക്കെ വികാരിച്ചൻ വിളിച്ചു പറഞ്ഞു വെച്ചിരിക്കുക. ഞാൻ ഈ ബയോഡാറ്റ കണ്ട് വികാരിച്ചൻ പാസ്പോർട്ട് കെയറിന്റെ ഡയറക്ടറാണ് കാരിത്താസിലെ. ആ പുള്ളിയുടെ മുറിയിൽ ചെന്നിട്ട് കാണിച്ചിട്ടാ. അപ്പൊ പുള്ളി എന്ന് ഇങ്ങനെ നോക്കിയൊന്നുമില്ല, ഇങ്ങനെ ചോദിക്കും പറഞ്ഞിട്ട് പുള്ളി അങ്ങനെ പറഞ്ഞു. അപ്പൊ പുള്ളിയോട് നേരത്തെ പറഞ്ഞ എൻ്റെ മകൾക്ക് ഗ്യാപ്പ് ഉണ്ടെന്നുള്ളത് അറിയാം. ആ വിവരം പുള്ളി പറഞ്ഞതനുസരിച്ച് പാലിയേറ്റീവ് കെയറിന്റെ സർട്ടിഫിക്കറ്റ് കരികുന്നം പഞ്ചായത്ത് പ്രസിഡന്റിക്ക് ചെന്ന് ഒന്ന് മേടിച്ചു. അത് പേനായിക്ക് എഴുതിയെന്ന് പറഞ്ഞിട്ട് അത് പറ്റിയാലെന്ന് പറഞ്ഞ് പിന്നെ ടൈപ്പ് ചെയ്ത് പിന്നെ പോയി സീരി വെച്ച് മേടിച്ചുകൊണ്ട് വന്നു. അവസാനം അതും കൊണ്ട് വന്നപ്പോൾ ഇവർ പറയാ പാലിയേറ്റീവ് കെയറിൽ ഒന്നും ഇവിടെ സ്വീകരിക്കുകയായിരുന്നു. ആദ്യം അത് വേണമെന്ന് പറഞ്ഞതാ. അപ്പോൾ അതെല്ലാം പറഞ്ഞ അവസാനം എൻ്റെ മകൾക്ക് ഞാൻ NABHന്റെ നിയമങ്ങളും ചട്ടങ്ങളും പുള്ളി എന്നോട് പറഞ്ഞു എൻ്റെ മകൾക്ക് ഒരു പണിയും കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അന്നേരം ഇത് മാതാ പണിതിട്ട് മാതാ മേടിച്ചിട്ട് അവർ മറ്റവർ നിർത്തിപ്പോയി റിനോവേഷൻ നടന്നു. എന്നാൽ അതിപ്പോൾ ഉദ്ഘാടനമാകുമല്ലോ അച്ഛാ, അവിടെ അതും NABHന്റെ അതിനെപ്പറ്റി ഒന്നും പറയാൻ പറ്റിയായിരുന്നു പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞു. അപ്പോൾ എന്നാലും എൻ്റെ മകൾ ഇവിടെ കയറി. അതായത് ജൂൺ കഴിഞ്ഞാൽ ജൂലൈ മാസം 1-ാം തീയതി മുതൽ ഇവിടെ ജോലിക്ക് കയറി. ആ ജൂൺ മാസത്തിൽ ഒരു 3-4 ദിവസം പോയി ഡെയിലി വേജൻസ് പോയി. എന്നിട്ട് ഈ പറഞ്ഞ എൻ്റെ അടുത്തുള്ള റോസാ മിസ്റ്റിക്കായിലെ എൻ്റെ വലിയ പുള്ളിയുടെ ഭാര്യ ലൂസി എന്ന് പറഞ്ഞ പുള്ളിക്കാരത്തി അവളെ പണിക്ക് അവിടെ എടുത്തു. അങ്ങനെ 4 മാസം അവിടെ ജോലി ചെയ്തു. മകളും പിള്ളേരും മരിച്ചതിന് ശേഷം ഈ അടക്കിന് ശേഷം ഈ തൊടുപുഴ എന്ന് പറയുന്ന ചുങ്കത്തിൽ നിന്ന് കത്തോലിക്ക കോൺഗ്രസിൻ്റെ ആരോ ഉത്തരവാദിത്തമുള്ള പഴയ വെഹിക്കിളായിരുന്നു പറഞ്ഞ ബെന്നി ഇല്ലിക്കലിൻ്റെ വോയിസ് കേൾക്കാൻ ഞാൻ ഇടയായെന്ന് പറഞ്ഞല്ലോ. ആ വോയിസിനകത്ത് പുള്ളി പറഞ്ഞ് ഞാൻ എൻ്റെ മകളെയും പിള്ളേരുടെയും അങ്ങോട്ട് വിട്ടുകൊടുക്കുന്നതിനും ഞങ്ങൾക്കുണ്ടായ ചെലവുകളെല്ലാം കൂടെ കണക്ക് പറഞ്ഞ് മേടിച്ചു എന്നാ തല പൊട്ടിപ്പോണ കാര്യം പറഞ്ഞെന്നാ പറഞ്ഞത്. അങ്ങനെ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല, എൻ്റെ മക്കൾ പറഞ്ഞിട്ടില്ല, എൻ്റെ 2ാമത്തെ മകളെ കെട്ടിയവൻ പറഞ്ഞിട്ടില്ല. ആകെപ്പാടെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞത് ഇത്രയേ ഉള്ളായിരുന്നു. പിന്നെ നോബിയും മകനും കൂടെ വന്നാൽ ഇവിടെ കൊടുത്തു വിടാം, പിന്നെ ഇവിടെ കൊണ്ടുവച്ചാൽ ഇവിടെയുള്ള ആൾക്കാർ കാണാനുള്ള സൗകര്യം നിങ്ങൾ അവിടെ കൊണ്ട് അടക്കിക്കോളാൻ ഞങ്ങൾ സമ്മതിച്ചായിരുന്നു. അത്രയും മാത്രമേ ഉള്ളൂ. ഇവിടെ നിന്നുള്ളത് ഇവിടെ അടക്കാൻ പറ്റിയായിരുന്നു. ഇവിടെ അവിടെ വേണമെന്ന് പറഞ്ഞാൽ പിന്നെ ആ തീരുമാനം 2 അച്ഛന്മാർ തമ്മിലെല്ലാം പ്രശ്നമായി. അപ്പോൾ അങ്ങനെ തീരുമാനമായില്ല. പക്ഷേ ഈ ബെന്നി സാർ എന്ന് പറഞ്ഞ പുള്ളിയുടെ വോയിസ് കേട്ടിട്ട് അന്ന് തന്നെ ഞാൻ എൻ്റെ ഭാര്യയോട് എൻ്റെ അടുത്തുണ്ടായിരുന്നവരോട് പറഞ്ഞു ഇത് കൊണ്ടോ പകുതി കള്ളത്തിലാണല്ലോ നമ്മുടെ. കാരണം അത് കേട്ടാൽ ഏത് മനുഷ്യനും ചങ്കത്ത് കൈവച്ച് ഞാൻ പറഞ്ഞേ ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു കാരണവശാലും അങ്ങനെ ഒരു ഓപ്ഷൻ എന്നോട് ഇങ്ങോട്ട് ആരും ചോദിച്ചില്ല. ഞാൻ ആരോടും ഒന്നും പറഞ്ഞില്ല. എൻ്റെ മകളെ കെട്ടിയവനോട് ചോദിച്ചില്ല, മകളെ കെട്ടിയവൻ അങ്ങോട്ട് പറഞ്ഞില്ല. അത് വെറുതെ ഞാൻ പറയുന്ന പള്ളിക്കാരോ സഭയോ അതായത് പറഞ്ഞ ബെന്നി ഇല്ലിക്കൽ എന്ന് പറഞ്ഞ പുള്ളിയായിട്ട് ചേർന്നിരിക്കുന്ന ആരോരോ ഒരു കുതന്ത്രം ആലോചിച്ച് എന്നെ എൻ്റെ മക്കളെ താത്തിക്കെട്ടാനും താറടിക്കാനും വേണ്ടിയിട്ട് ചെയ്ത ഒരു കാര്യമാണ്. പക്ഷേ ഇപ്പോൾ ഈ 2 മാസമായിട്ടും എനിക്ക് വേണമെങ്കിൽ വക്കീൽ ഈ പ്രതികരണശേഷിയോ ഇതിനെല്ലാം വാശിയെടുക്കുന്ന ആളായിരുന്നെങ്കിൽ എനിക്കൊരു വക്കീൽ വഴി ഈ പുള്ളിയുടെ പേരിൽ ഒരു കേസ് കൊടുക്കാമായിരുന്നു. പക്ഷേ ഞാൻ ഇപ്പോഴും അതിന് മുതിരുന്നില്ല. ഇനി ഏതെങ്കിലും കാരണവശാൽ ഒരു വക്കീൽ വഴിയോ ആരെങ്കിലും അതിനുള്ള വഴികൾ എനിക്ക് തീരുമാനങ്ങൾ തന്നെ വഴി പറഞ്ഞു തന്നാൽ ചിലപ്പോൾ ഞാനത് ചെയ്യുകയില്ലെന്ന് ഞാൻ ഇപ്പോഴും ഉറപ്പ് പറയുന്നില്ല. പക്ഷേങ്കിൽ എൻ്റെ മകളുടെ 2 മക്കളും ഇങ്ങനെ ഒരു ദാരുണമായ സംഭവം ഉണ്ടായപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ കള്ളത്തര ഇറക്കി വിട്ട് ദൈവം തമ്പുരാൻ ആ പറഞ്ഞ ആളിനോട് പൊറുക്കിയല്ല യാതൊരു കാരണവും. കാരണം ഞാൻ വിശ്വസിക്കുന്നത് എനിക്ക് 70 വയസ്സായ ഒരു മനുഷ്യനാണ്. ബെന്നിക്ക് ഇത്രയും പ്രായമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല, കാണുകയാണെന്ന് എനിക്ക് തോന്നുന്നു. ഇനി ഉണ്ടെങ്കിലും എൻ്റെ തരപ്പടിക്കാരനായാലും എന്നതായാലും
അത് ആ പുള്ളി ആ പറഞ്ഞതിനകത്ത് തന്നെ കള്ളത്തരം തന്നെ കൃത്യമായിട്ടറിയാം. കാരണം ഞാൻ നേരിട്ട് കേട്ടതല്ല, എന്നോട് പറഞ്ഞതല്ല, എനിക്ക് വിശ്വസിക്കാവുന്ന ഒരാൾ എന്നോട് വിളിച്ച് പറഞ്ഞതാ. ഇതെല്ലാം കഴിഞ്ഞിട്ട് പുള്ളി പിന്നെ ചേന്നാക്കുഴിയച്ചനെ ഞങ്ങളുടെ സഭേനെ എല്ലാം കൂടെ നന്നാക്കുന്ന ഒരു പരിപാടി ആ കൂട്ടത്തിൽ പറയുകയും എന്നിട്ട് പിന്നെ ആ കൂട്ടത്തിൽ തന്നെ ഷൈനിമോള് ആയിട്ട് പുള്ളി വിളിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, അങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്, മെസ്സേജ് വിട്ടിട്ട് തിരിച്ച് ആ മെസ്സേജ് എല്ലാം ഡിലീറ്റും ആയി. അപ്പം അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞ എന്നാന്ന് പറയുക, കൃത്യമായിട്ട് ഈ പുള്ളി സത്യത്തിൽ ചെയ്യേണ്ടത് എൻ്റെയോ എൻ്റെ മകളെ കിട്ടിയവനോ, കാരണം ആ ശവമടക്കുന്ന വരെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് എൻ്റെ രണ്ടാമത്തെ മകളെ കിട്ടി. ഞാൻ ഒന്നിലും ബന്ധപ്പെട്ടിട്ടില്ല. പിന്നെ എൻ്റെ അളിയന്മാരെ, എൻ്റെ അനിയത്തി കെട്ടിയവനോ എൻ്റെ ആൾക്കാരൊക്കെ ഇവിടെ വന്നേരും ആ ഒരു കാര്യത്തിലൊന്നും അവർ ബന്ധപ്പെട്ടില്ല. ഈ എൻ്റെ രണ്ടാമത്തെ മകളെ കെട്ടിയവൻ്റെ തീരുമാനം അവനാണ് പറയുന്നത്, അതനുസരിച്ച് ഞങ്ങൾ സമ്മതിക്കുകയാണ് ചെയ്തത്. ഞാൻ ആരുമായിട്ട് സംസാരിച്ചിട്ടില്ല, അവനും സംസാരിച്ചിട്ടില്ല. പിന്നെ ഇത് ആര് വഴി എങ്ങനെ വന്നു എന്ന് ഒന്ന് തെളിയിക്കേണ്ട ചുമതല മനസാക്ഷി അനുസരിച്ച് ഈ ബെന്നി ഇല്ലിക്കൽ എന്ന് പറഞ്ഞ ആളിനുണ്ട്. അത് തെളിയിക്കുന്നില്ലെങ്കിൽ ആ പുള്ളി പറഞ്ഞത് 101% തെറ്റാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൽ എന്നെ ഒന്ന് ബോധ്യപ്പെടുത്താനുള്ള ചുമതല ആ പുള്ളിക്കുണ്ട്. അത് പുള്ളി ചെയ്തില്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ദൈവം അതിന് പുള്ളിയോട് ചോദിക്കും, ഉറപ്പുള്ള. കാരണം ചെയ്യാത്ത ഒരു കാര്യം, അതും എന്നാ പറയുക, ഈ ലോകം മുഴുവൻ കേട്ടു എന്നും കൂടിയാ. ലോകത്തെ മുഴുവൻ കേൾക്കാനിടയായി. എൻ്റെ ആൾക്കാർ തന്നെ എന്നോട് വിളിച്ചു ചോദിക്കാൻ തുടങ്ങി, കണ്ടൂർ ചോദിക്കാൻ തുടങ്ങി. അവസാനം എന്നാന്നറിയോ, എൻ്റെ നേരിട്ട് മുഖത്തോട്ട് നോക്കി വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നവർ ഇപ്പം കീഴോട്ട് നോക്കിയാണ് പറയുന്നത്, നമ്മുടെ മുഖത്ത് നോക്കാതെ വർത്താനം പറയുന്നത്. പണപരമായ ലാഭത്തിൻ്റെ കാര്യം എനിക്കില്ല. ഞാൻ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോരുകയും പാമ്പരിക്കോട്ടിൽ കേസ് കൊടുക്കുകയും അവിടെ പല പ്രാവശ്യം പോവുകയും കരിങ്കുന്നത്തിന് പോവുകയും എൻ്റെ മകൾക്ക് വേണ്ടി പണി തപ്പി നടക്കുകയും എൻ്റെ മകളെ ഓൺലൈനിൽ കൂടെ പഠിപ്പിക്കുകയും എൻ്റെ 2 മകളുടെ മക്കളെ ഞാൻ CBSE സിലബസിൽ തന്നെ ആ പിറ്റേ ദിവസം തന്നെ കൊണ്ട് അഡ്മിഷൻ മേടിക്കുക, അവരെ ആക്കുകയും അതിൻ്റെ 14-ാം തീയതി 9-ാം തീയതി കൊണ്ടുവരുന്നതിന് 14-ാം തീയതി മുതൽ ഞാൻ ട്യൂഷന് പോലും വിടാൻ തുടങ്ങിയ പിള്ളേരെ. അപ്പോൾ അതൊന്നും ഞാൻ അത് എൻ്റെ മകളുടെ എല്ലാം പിള്ളേരുടെയും കാര്യങ്ങൾക്ക് വേണ്ടി എൻ്റെ 3 മക്കൾ, എൻ്റെ ഇളയ മകളും 2 ആമക്കളും ഞാനും കൂടി ഒരു പൈസയ്ക്ക് ഒരു കാര്യങ്ങൾക്ക് ഒന്നും ബുദ്ധിമുട്ടില്ല. എൻ്റെ മകളുടെ ഇനി ഇപ്പോഴും ബാലൻസ് പൈസ കിടപ്പുണ്ട്. പിന്നെ അവിടെ അക്കൗണ്ടിലേക്ക് എൻ്റെ മക്കളെ അയച്ചു കൊടുത്തു, എൻ്റെ അക്കൗണ്ടിലേക്ക് ഒരു കാര്യത്തിലുമില്ല. അവൾ 6N+ൻ്റെ പരീക്ഷയ്ക്കുള്ളതെല്ലാം 4-5 മാസം ഓൺലൈനിൽ കൂടെ പഠിച്ച് അതിൻ്റെ പൈസയെല്ലാം കൊടുത്തതാണ്. വീണ്ടും പരീക്ഷ എഴുതാൻ അമേരിക്കയിൽ ആ പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് 1.25 ലക്ഷം രൂപ ഫീസ് അടച്ചിരിക്കുക. ആ പൈസ എല്ലാം പോവുമായിരിക്കും. പക്ഷേ ഇതെല്ലാം പോയാലും എൻ്റെ മകൾ എത്ര കോടി എനിക്ക് കിട്ടിയാലും എൻ്റെ മകളെ 2 പിള്ളേരെ എനിക്ക് തിരിച്ചു കിട്ടിയാലും എനിക്ക് ആദ്യമായിട്ട് ഞങ്ങൾ കല്യാണം കഴിച്ചിട്ട് ദാഹിച്ച് മോഹിച്ച് ഞാൻ കൃത്യം 1 വർഷമാകുന്നതിന് മുമ്പ് നവംബർ 8-ാം തീയതി കല്യാണം കഴിക്കുന്ന ഞാൻ നവംബർ 8-ാം തീയതി പിറ്റേ വർഷം നവംബർ പോലും ആയില്ല, സെപ്റ്റംബർ 13-ാം തീയതി, അതായത് 1 വർഷം തികയുന്നതിന് മുമ്പ് എനിക്ക് ആദ്യത്തെ കുഞ്ഞുണ്ടായി. അതിനെ ഞാൻ എന്നാ പറയുക 1.5 എൻ്റെ തൊട്ട് പുറകെ 82-നുണ്ടാകുന്ന 84 ആദ്യം 2-ാമത്തെ കൊച്ചുണ്ടാകുന്നു. അപ്പോൾ ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേനും ഇവിളിപിടിയായിരുന്നു. പിന്നെ എന്താ പറയുക, ആ രാജാക്കാടിന് പോലും 150-160 കിലോമീറ്റർ 1.5 വയസ്സ് 2 വയസ്സുള്ള ഈ കുഞ്ഞിനെ ഞാൻ എൻ്റെ കയ്യിൽ ബസ്സെ കൊണ്ടുപോകായിരുന്നു. ഞാനുമായിട്ട് അതുപോലെ ഇതായിരുന്നു, ഒരു കുഴപ്പമില്ല, അവിടെ ഒരു ഒന്നുമില്ല. കുപ്പിപ്പാൽ കൊടുക്കും, ഞാൻ കൂട്ടിക്കൊണ്ട് പോകും, അവിടെ ചെല്ലും, രായക്കാട്ടിൽ ചെന്ന് ചിലപ്പോൾ അന്ന് തന്നെ പോരാനൊക്കെയല്ലോ, ഒരു കുഴപ്പം അവിടെയുള്ളൊരു അങ്ങനെ ഉണ്ടായിരുന്ന ഒരു കുഞ്ഞ്. അതുപോലെ ഞാൻ ചെറുപ്പം മുതൽ വളർത്തുക. 26 വയസ്സ് വരെ അവളെ ഞാൻ വളർത്തുകയും അവളെ ജനറൽ നഴ്സിംഗ് പഠിപ്പിക്കുകയും ചെയ്തിട്ട് 26 വയസ്സ് കഴിഞ്ഞപ്പം ഞാൻ വാടക വീട്ടിലായിരുന്നെങ്കിലും എൻ്റെ ആദ്യത്തെ മകളാണ്. ഞാനത് ചെയ്യേണ്ട പോലെ എന്ന് പറഞ്ഞു ബോധിച്ചതനുസരിച്ച് കൃത്യമായിട്ട് കൊടുക്കാൻ. കാരണം കല്യാണം ഉറപ്പിച്ചപ്പോൾ അവരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഒന്നും വേണ്ട, പെണ്ണിനെ മാത്രം മതി എന്ന് പറയാം. അങ്ങനെ ആരും പിടിയല്ല. പക്ഷേ ഞാൻ 10-32 പവൻ്റെ സ്വർണവും 1 ലക്ഷം രൂപയും 15,000 രൂപ അവന് ഡ്രസ്സ് എടുക്കാനും കൂടെ അവൻ്റെ പോക്കറ്റിൽ വിട്ടു കൊടുത്ത് ഇത്രയും കാര്യങ്ങൾ നടന്ന് തൊഴിൽ വെച്ച് കല്യാണം നടന്ന് ഈ കാര്യങ്ങളെല്ലാം നടത്തി. അത് കഴിഞ്ഞ് ഞങ്ങൾ ഈ 16 വർഷം കൊണ്ട് അനുഭവിച്ച വേദന എന്നാന്നും എൻ്റെ മകൾക്ക് കിട്ടിയ വേദനകൾ അവൾ എന്നോടും എൻ്റെ ഭാര്യയോടും പറയുകയും ഇവിടെ വരുമ്പം പറയുകയും ഞങ്ങൾ നേരിട്ടറിയുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുകയും ചെയ്യും. അവസാനം ഈ മകളെ കൂട്ടിക്കൊണ്ട് പോകുന്നത് പോലും അവരുടെ കസിൻസായ പൈങ്ങളംകാർ 2 പേരും പൈങ്ങളത്തിലെ ഒരുത്തിയെ കെട്ടിയിരിക്കുന്ന കോട്ടയത്ത് താമസിക്കുന്ന ആൾക്കാർ 3 പേര് നേരിട്ട് അവിടെ ഇരുന്ന് ആ സിറ്റൗട്ടേ ഇരുന്നിട്ട് ഈ വിവരങ്ങളെല്ലാം കേൾക്കുകയും കാണുകയും ചെയ്ത് അവരോട് ചെന്ന് എൻ്റെ മകൾ പരാതി പറഞ്ഞത് കേട്ട് കഴിഞ്ഞ് ആ ചവിട്ട് തുറങ്ങുന്നത് ചവിട്ടിക്കൂട്ടി. എന്നിട്ട് അവർ വന്ന് രാത്രി 8:30 മണിക്ക് ശേഷം ആ 9-ാം തീയതി
ഇവിടെ വന്നിരുന്ന് ഈ സെറ്റിയേലിരുന്ന് മേരി എന്ന് പറഞ്ഞ പുള്ളിക്കാരത്തി വൈങ്ങളംകാരത്തി അവരുടെ ഭർത്താവ് രാജു എന്ന് പറഞ്ഞ ആളും കൂടെ ഞങ്ങളെ ധരിപ്പിച്ചത് കൊണ്ട് ഇന്ന് നിങ്ങൾ പെണ്ണിനെ അവിടെ നിന്ന് ഇറക്കിയും വിട്ടിട്ടുണ്ട്, അവളവിടെ ഇല്ല, അവളെ ചെന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നില്ല, നിങ്ങൾക്ക് ശവേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ പിന്നെ ആ നേരത്തെ എന്നാ ചെയ്യും, എനിക്ക് വണ്ടിയില്ല, വണ്ടി ഓടിക്കാൻ അറിയത്തില്ല, എവിടെയും ആരെ തപ്പണ്ടേ, ഞാൻ പിന്നെ പോലെ ഇത് ചെന്ന് കൂട്ടിക്കൊണ്ട് വരണ്ടേന്ന് എനിക്ക് അഭിപ്രായം ചോദിക്കണ്ടേ, അമേരിക്കയിൽ കിടക്കുന്നവരോടും അയർലൻഡിൽ കിടക്കുന്നവരും കുവൈറ്റിൽ കിടക്കുന്നവരോടും ഫോണൊക്കെ വിളിച്ചതൊന്ന് ചോദിക്കണ്ടേ. അങ്ങനെ ചോദിച്ച ശേഷം അവർ പിന്നെ എന്നിട്ടോ എൻ്റെ മകളോട് വിളിക്കാൻ എനിക്ക് ഒരു ഇതും കിട്ടിയില്ല, മകളുടെ ഫോണ് ചുങ്കത്തി വീട്ടിലും പിന്നെ ഇവർ ഉണ്ണിയുടെ വീട്ടിലുമായി പോയി, മനസ്സിലായോ, ഒരു കൊച്ചും അവിടെ കൂടെ, മൂത്ത കൊച്ചു പേടിച്ചൊരു മുറി കയറി പേടിച്ചിരിക്കുക. അങ്ങനത്തെ സംഭവത്തിൽ എനിക്ക് ഫോൺ പോയി. അവസാനം എനിക്ക് കിട്ടിയ ബുദ്ധിക്ക് ഞാൻ അനിയൻ സിബി എന്ന് പറഞ്ഞ ഉണ്ണിക്ക് ഫോൺ ചെയ്യുക ഇത്. ഉണ്ണിക്ക് ഫോൺ ചെയ്തപ്പോൾ ഉണ്ണി പുറത്താന്ന് പറഞ്ഞു. ഉണ്ണി ഈ സംഭവം ഒന്നും അറിയാത്ത രീതിയിലാണ് സംസാരിച്ചത്. അപ്പോൾ അവസാനം ഞാൻ പറഞ്ഞു ഇതുപോലെ അവിടെ വീട്ടിലെ എന്താ പ്രശ്നം, ഞാൻ ഒന്നും പറഞ്ഞില്ലെന്നൊക്കെ പറഞ്ഞു. അവസാനം ഞാൻ പറഞ്ഞു പിന്നെ പറഞ്ഞു ഷൈനിയും കൊച്ചും കൂടെ അവിടെ എൻ്റെ വീട്ടിലുണ്ടെന്ന്. അപ്പം ഞാൻ പറഞ്ഞു ഇപ്പം വെളിയിലും അല്ലേ, അപ്പം വെളിയിലാണ് ഇവിടെ വിളിച്ചിട്ട് ഇവൻ വെളിയിലല്ലേ. അപ്പം ഞാൻ പറഞ്ഞു നിന്റെ ഭാര്യയുടെ നമ്പർ തരാൻ പറഞ്ഞു. എന്നിട്ട് ഇവൻ കുറേ സമയം കഴിഞ്ഞിട്ട് നമ്പർ തരാൻ വേണ്ടി ആ സെക്കൻഡ് വീട്ടും ഇപ്പോഴും സൈബർ സെല്ലുകാരൊക്കെ ആ ഫോണൊക്കെ തപ്പട്ടെ. അത് കുറച്ചുകൂടി അങ്ങോട്ട് മാറിയ വലിയൊരു സാധനം അതിൻ്റെ ആ ഓപ്പൺ